Okay, video. പ്രവി പിന്നെ വീഡിയോ ഇടല്ലേ? എടുത്തതാണ് ഈ LT കുഴപ്പം വളരെ. Mr. Sunil, you're on mute. Please unmute yourself. Okay, now we can hear you. എല്ലാവർക്കും നമസ്കാരം. വേൾഡ് മലയാളി കൗൺസിലിന്റെ യുവജന വിഭാഗം അണിയിച്ചൊരുക്കുന്ന ഓൺഫെസ്റ്റ് എന്ന കലാമാമാങ്കത്തിന്റെ ഭാഗമായി ഇന്ന് നടത്തുന്ന ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി വർക്ക്ഷോപ്പിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. വെൽക്കം ടു ആൾ യു ഫോർ ടുഡേയ്സ് ഗ്രേറ്റ് ഇവന്റ്. ഏതൊരു സംഘടനയുടെയും വിജയം അതിൻ്റെ നേതൃത്വ പാടവമാണ്. ഒരു വലിയ നീണ്ട നേതൃത്വ പാടവമുള്ള വേൾഡ് മലയാളി സംഘടന ലോകത്തുള്ള മലയാളികളെ കോർത്തിണക്കിക്കൊണ്ട് ഒരു വലിയ കലാമാമാങ്കത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നടത്തുന്ന ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫിയുടെ ജഡ്ജസിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വർക്ക്ഷോപ്പ് ഇവിടെ അണിയിച്ചൊരുക്കുമ്പോൾ അതിലേക്കുള്ള സ്വാഗതമാണ് ഞാനിവിടെ ആശംസിച്ചത്. ഇതിൻ്റെ ആദ്യ ഭാഗം എന്ന നിലയിൽ ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രവി കൃഷ്ണ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം ഈ സെക്ഷൻ മുന്നോട്ട് തുടങ്ങുന്നതാണ്. പ്രവി, പ്ലീസ് ഓൺ. ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം ഈ സെക്ഷൻ മുന്നോട്ട് തുടങ്ങുന്നതാണ്. പ്രവി, പ്ലീസ് ഓൺ. ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം ഈ സെക്ഷൻ മുന്നോട്ട് തുടങ്ങുന്നതാണ്. പ്രവി, പ്ലീസ് ഓൺ. ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം ഈ സെക്ഷൻ മുന്നോട്ട് തുടങ്ങുന്നതാണ്. പ്രവി, പ്ലീസ് ഓൺ. ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം ഈ സെക്ഷൻ മുന്നോട്ട് തുടങ്ങുന്നതാണ്. പ്രവി, പ്ലീസ് ഓൺ. ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം സെക്ഷൻ മുന്നോട്ട് തുടങ്ങുന്നതാണ്. പ്രവി, പ്ലീസ്. പ്രവി, കഴിഞ്ഞോ?
Mr. Sunil, please continue. ഏതൊരു സംഘടനയുടെയും വിജയം എന്ന് പറയുന്നത് അതിന്റെ സാമ്പത്തിക ചെലവുകളാണ്. അതിലേക്കായി നമ്മളെ സഹായിച്ച എല്ലാ സ്പോൺസർമാരെയും നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വർക്ക്ഷോപ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ചടങ്ങിലേക്ക് നാം കടക്കുകയാണ്. ആദ്യമായി നമ്മളേവരും സ്നേഹത്തോടെ ജോണി ചേട്ട എന്ന് വിളിക്കുന്ന നമ്മുടെ ഗ്ലോബൽ പ്രസിഡന്റ് ശ്രീ ജോണി കുരുവിളെ സ്വാഗതം പറയുന്നതിനായി നമുക്ക് ആശംസകൾ അറിയിക്കുന്നതിന് ആയി സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഒരു ട്രാവലിലാണ് എങ്കിലും ഇത് വളരെ ഇമ്പോർട്ടൻസ് ആയതുകൊണ്ടാണ് ഇതിൽ കയറാതിരിക്കാൻ ഒരു കാര്യവും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കയറിയത്. എന്നെ ഇതിന് വിളിക്കുകയും ഇതിൽ കയറണമെന്ന് നിർബന്ധിക്കുകയും ചെയ്ത ഇതിൻ്റെ സംഘാടകർക്കും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഇതിനെ സമ്പൂർണ്ണമാക്കുവാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന എല്ലാ പാർട്ടിസിപ്പൻസിനും ലോകമെമ്പാടും നിന്നും ഇതിനെ കാണുവാനും വേൾഡ് മലയാളി കൗൺസിലിൻ്റെ മെമ്പേഴ്സ് എന്നുള്ള നിലയിൽ ഇതിൽ പങ്കുചേർന്ന് ഇതിനെ വിജയകരമാക്കി തീർക്കുന്നതിന് വേണ്ടി ഒന്നിച്ചു ചേർന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. വേൾഡ് മലയാളി കൗൺസിൽ ഇന്ന് മഹോന്നതമായ ഒരു കാര്യത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ലോകോത്തരമായ ഒരു പ്രോഗ്രാമാണ് നാം ഇന്ന് നടത്തുന്നത്. മനുഷ്യരുടെ കഴിവുകൾ, പല ഭാവത്തിൽ പല രൂപത്തിലുള്ള കഴിവുകൾ അത് പുറത്തെടുക്കുന്നതിനും അതിന് മാറ്റിവെച്ച് ആര് അതിൽ കേമൻ എന്ന് നിശ്ചയിക്കുന്നതിനും വേണ്ടിയിട്ട് വേൾഡ് മലയാളി കൗൺസിലിൻ്റെ യുവനിര മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇതിനെ ഹാർദവമായി നമ്മൾ സ്വാഗതം ചെയ്യുകയും ഇതിൽ പങ്കെടുത്തുകൊണ്ട് നമ്മൾ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എല്ലാവർക്കും വിജയികളാക്കുവാൻ സാധിക്കുകയില്ല, എന്നാൽ നമുക്കെല്ലാവർക്കും അവകാശവും സ്വാതന്ത്ര്യവും ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് ഉണ്ട്. അങ്ങനെ പങ്കെടുത്തെങ്കിൽ മാത്രമേ ഒരു മനോഹരമായ സൃഷ്ടി ഉണ്ടാകുകയുള്ളൂ എന്ന തിരിച്ചറിവിൽ ഇതിനുവേണ്ടി ഒരു മനസ്സോടുകൂടി കുറച്ച് സമയം കണ്ടെത്തി ഇതിനെ മഹത്തരമാക്കി തീർക്കുന്നതിന് വരും കാലങ്ങളിൽ ലോകമെമ്പാടുമുള്ള വേൾഡ് മലയാളി കൗൺസിൽ മെമ്പേഴ്സ് ഇത് ഓർമ്മയിൽ എന്നെന്നും തങ്ങി നിൽക്കുന്നതിനും ഇതൊരു മാതൃകയായി സ്വീകരിച്ചുകൊണ്ട് സൂമിൽ കൂടി ഇനിയും അനേകം തവണ എല്ലാ വർഷവും ഇതേ ദിവസങ്ങളിൽ ഈ നമ്മളുടെ കേരളപ്പിറവിയോട് ഒത്തുള്ള നവംബർ 1 ദിവസം നമുക്കിത് എല്ലാ വർഷവും ഇത് ആഘോഷിച്ച് കൊണ്ടാടേണ്ടതാണ്. എല്ലാവിധ മംഗളങ്ങളും വന്നു ചേർന്നിരിക്കുന്നതും പാർട്ടിസിപ്പേറ്റ്സിനും എല്ലാവർക്കും മംഗളങ്ങൾ നേർന്നുകൊണ്ട് അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. ജയ് വേൾഡ് മലയാളി കൗൺസിൽ. താങ്ക് യു കുരുവിള ചേട്ടാ. അടുത്തതായി ഈ ONEFEST എന്ന ആശയവുമായി അതിൻ്റെ അമരത്ത് പ്രവർത്തിക്കുന്ന ONEFEST എന്ന കലാമാമംഗത്തെ ചലിപ്പിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ONEFESTന്റെ കൺവീനറും അതിനുപരി യൂത്ത് ഫോറത്തിന്റെ ഗ്ലോബൽ പ്രസിഡന്റുമായ ശ്രീ രാജേഷ് ജോണിയെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. മിസ്റ്റർ രാജേഷ് ജോണി ഈസ് അവൈലബിൾ? പ്രബി, ഈസ് ഹി അവൈലബിൾ? ഒരു 10 മിനിറ്റ്സിനുള്ളിൽ വരുമെന്ന് പറഞ്ഞു. നമുക്ക് അടുത്ത സ്പീക്കറിലേക്ക് പോവാം. അപ്പൊ അടുത്തതായി വേൾഡ് മലയാളി കൗൺസിലിന്റെ ഒമാൻ പ്രൊവിൻസിയെ ഞങ്ങളെ എല്ലാവരെയും സ്നേഹത്തോടെ ഒരു മുത്തുമണിമാലയിലെ മുത്തുകൾ കണക്ക് കോർത്തുകൊണ്ട് വളരെ സമാധാനപൂർവ്വം സന്തോഷത്തോടെ നമുക്കെല്ലാം പ്രചോദനമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ചെയർമാൻ ശ്രീമാൻ TK വിജയനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ ഫോട്ടോഗ്രാഫിയുടെ ടെക്നിക്കൽ വശങ്ങൾ കേൾക്കാനായിട്ട് നിങ്ങളെപ്പോലെയൊക്കെ ഞാനും ആകാംക്ഷയോടുകൂടി പങ്കെടുത്ത് നോക്കിയിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ വലിയൊരു പ്രസംഗമൊന്നും ചെയ്യുന്നില്ല. നമ്മുടെ ഈ ONEFESTന്റെ മാമാങ്കം നാളെ കൊട്ടിയാഘോഷിക്കുന്നതിൻ്റെ ലാസ്റ്റ് അറ്റംപ്റ്റ് ആണ്. അതിൽ ഈ ഫോട്ടോഗ്രാഫി വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്.
നിങ്ങളുടെ ഈ കോൺട്രിബ്യൂഷനും നിങ്ങളുടെ എല്ലാ ഹാർഡ് വർക്കും നമുക്ക് നാളെ ഈ ലോകത്തിന് മുഴുവൻ കാണിച്ചു കൊടുക്കുന്ന ഒരു സുദിനം കൂടിയാണ്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമ്മുടെ അടുത്ത പരിപാടി ഇത്രയും പെട്ടെന്ന് തുടങ്ങാം. നന്ദി വിജയൻ സർ. അടുത്തതായി ഒമാനിലെ അറിയപ്പെടുന്ന അധ്യാപകനും വേൾഡ് മലയാളി കൗൺസിലിന്റെ അഡ്വൈസറും ഈ ONEFEST എന്ന പ്രോഗ്രാമിന്റെ അഡ്വൈസറും ആയ നമ്മുടെ ഏറെ പ്രിയപ്പെട്ട ഒരു സാമൂഹ്യ പ്രവർത്തകനുമായ ഡോക്ടർ ഷെറിമോൻ PC-യെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. Namaskaram. I think there are some participants who may not be able to understand Malayalam in this group. So maybe I will say a few words in English, then I will just switch on to wish everything in Malayalam. So as Sunil sir and Johnny Chan and Vijayan sir told, I also don't want to take much time to have a speech in this type of occasions. So definitely everyone is looking to hear about the technical side of photography and other technical aspects. For me, I am not at all good in this area. I am a computer science professor in my profession. I also would like to listen from the experts. And I hope that this is the first time during ONEFEST we are doing these kinds of an interactive session or with a talk by experts. So wish everything and all the best for this program. And as World Malayali Council, I request in all my speech, we are the best organizations among Malayalis in the world. And we request everyone, those who are attending, even not from our community, those who would like to join with us. It will be a wonderful opportunity for the children, for the youth, and for the old people at the same time with the different types of programs in all aspects, even in research. We would like to support the young generation. So thank you. I really appreciate Prabhi and team and for these kinds of idea during this ONEFEST. So ONEFEST is not only a competition. We prove that it is, again, we are doing some research session in this one during these kinds of program. Thank you. Thank you very much. Thank you. Thank you, Dr. ഷെറിമോൻ PC. അടുത്തതായി നമ്മുടെ ഇന്നത്തെ ഫോട്ടോഗ്രാഫി വർക്ക്ഷോപ്പിന്റെ രണ്ടാമത്തെ സെക്ഷനിലേക്ക് കടക്കുകയാണ്. ആശംസ പ്രസംഗത്തിനായി രാജേഷ് ജോണിയെ നമുക്ക് പ്രതീക്ഷിക്കാം. രണ്ടാമത്തെ സെക്ഷനിൽ നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സ് ജഡ്ജസ്, അതായത് ഫോട്ടോഗ്രാഫി മത്സരത്തിൽ 400ഓളം മത്സരാർത്ഥികളിൽ നിന്നും 900 ഫോട്ടോ ആണ് നമ്മുടെ മഹത്തായ ജഡ്ജസ് പരിശോധിച്ച് അതിന്റെ ഫൈനലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം റിസൾട്ട് എല്ലാം പൂർത്തിയായി എന്ന ഒരു പ്രതീക്ഷയിലാണ് നാം മുമ്പോട്ട് പോകുന്നത്. എന്താണ് ഈ ഗ്രേറ്റ് ജഡ്ജസിന് ഫോട്ടോഗ്രാഫിയെ കുറിച്ച് പറയുവാനുള്ളത്? ഇന്ന് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത, എല്ലാവരും ഫോട്ടോഗ്രാഫേഴ്സ് ആണ്. ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും എല്ലാവർക്കും വളരെ നിഷ്പ്രയാസം ചെയ്യാവുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ആ കലയുടെ അനന്തമായ സാധ്യതകളിലേക്ക് ഒരു എത്തിനോട്ടമാണ് നാം ഇന്ന് ഉദ്ദേശിക്കുന്നത്. അതിലേക്കായി 4 ജഡ്ജിങ് മെമ്പേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ, Mr. Sanjay Gupta. He is from Calcutta. Basically, he is in Oman. He is a PDO chemical engineer in oil and gas industry. He is a travel photographer and he got many awards in international level. And whatever else he will explain. May I invite Mr. Sanjay to explain photography about your subject, competitive photographer. Please start, Sanjay. Okay, thank you. Yes, Ravi. Mr. Sanjay, one second. Mr. Rajesh has joined us. He's joined. Good. Yeah, Mr. Sanjay, just 2 minutes. Yeah, sure. Hello there. I'm sorry, I won't be able to come online. I got a bit of multitasking. Thank you very much, dear judges and all the participants. There.
of us are now seeing everything through a screen, and the way we're looking at everything is we're going through is also going to teach us how to look at everything through a different window, a different place, and a different kind of a mirror, a different kind of a lens, how we see the world. So I'm so happy that some of the finest people from around the world, whether they are followers, they're teachers, they're mentors in the world of photography, that have come together to learn more, to teach more, and share more about how we see through the lenses. And this is a great opportunity Prabi has brought us all together with, and I'm so glad that Prabi has taken a lot of efforts in bringing this activity. He had been putting a lot of technology leader, as a volunteer, as a photography coordinator. He had been consistently performing with to get the best of how the world can be showcased as. I'm so happy to see all of you here, especially some of the senior colleagues of World Malayali Council, including Ms. P.K. Vijayan, our grant to support every single person in the World Malayali. So glad to see him, Ashar, one of our key pillars out there, and Prabi. And thank you, judges. I've seen some of your profiles. You guys have, a huge repertoire of knowledge in the field of photography. You've been training, teaching, and well recognized across the world. Thank you for standing with World Malayali Council's OneFest, with our children, with our the participants of all ages, to showcase their talent, and you helping them to judge what they're standing for. Thank you very much. It's have a great time out there. Teach us more. We are happy to learn more. Thank you very much. Thank you, Mr. Rajesh Joni. Next, over to Sanjay Samgupta. You can start, please. Unmute and then share my screen. Okay, so just let me know if you guys can see the screen. Yes. Okay, fantastic. So there we go. And so this is Sanjoy Sengupta. And before we start, I would like to thank everyone, each one of you, typically to give me this wonderful opportunity to be present. And thanks, Johnny sir, TK Vijayan sir, Dr. Sherryman, and of course, Mr. Rajesh Johnny sir, for those wonderful words. I'm really, I don't know, I don't think that I fit into the category of an expert photographer, but I would like to share my journey, whatever I have learned over a period of time, to all of you, and hope that it will be some way useful for some of you. And today I'm going to present a very interesting topic. As you can see, that it's not about how you take a picture, or about some, what should be the correct setting of a camera or something. It's something like, it's called, I gave this presentation a name like competitive photography for a hobbyist. Okay, because most of us, our core area is our skill competency is not photography. We are many of you are chartered engineer, or working in a bank, or you are an engineer, like or many other industries, and we pick up photography as a pastime, as a hobby, just to encourage our passion. Because as you see that these days everybody is having a camera. Is it either on the mobile, or it's on the tab, or it's on a a proper small DSLR pocket camera, very high-end camera, anything. So before we start, I just want to tell something about myself. Basically, I'm a chemical engineer. I work in the oil and gas upstream facilities. I process design the facilities. I am here in Oman for the last 16 years. I work with PDO. My passion is actually not photography, it's actually traveling. I have been to 32 countries in the world, and I want to touch 50. I hope I will, inshallah. And I use camera basically to keep the memories, So I started my journey way back in 1999. As you can see, that's my first child, my daughter. And I was having a film camera, Nikon FM10. When I arrived in Oman way back in 2004,
Of course, the film developing was very costly, so I sold it out, bought a small pocket camera of Canon. Still it was giving some good pictures. I was traveling, and this is a photo of Segovia, a place in Spain. And then in 2012, slowly and slowly, I got hooked up into photography. I was thinking of why not to buy this DSLR. And as you know that after 2010, the camera prices have fallen drastically, So I could afford one. I bought a camera and I started taking pictures. And then slowly, I developed a high-end camera. I currently use a D4S Nikon, and I also use another full-frame D700 with a few of lenses. And I started shifting towards mirrorless. I keep a small Fujifilm camera when I travel to carry because it's light. I joined the Photographic Society of America way back in 2015. I am also a member of Royal Photographic Society of UK and Federation International de Photographic Art, FIAP, and our own Indian counterpart, which is the Federation of Indian Photography. By 2019, I gained a lot of prominent distinctions from these photographic bodies across the globe, and I became the second Indian to get the Grandmaster title from PSA in 2019. In 2020, I took the voluntary position of Director, Mentor, and Consultant Services of PSA, looking after their educational activities. What I consider myself, I'm still at a very basic level, and I'm still learning, and I'm enjoying my hobby. This is my Flickr account, and my FB and Instagram handle is Sanjoy Sen Gupta. That's it. Okay, so now we move into the main course, the competitive photography for a hobbyist. Now, first and foremost thing is that you can ask yourself that why are you into photography? So when I ask this question to many of the people, they say I'm loving it because these days every device is a camera, and I want to capture memories. So that's very simple. And some says that, like I see nice pictures on the Facebook and Instagram and I get motivated and I want to shoot similar pictures, So that's one of the very good reason. And then the next stage is the goal setting. So my question to all of you is that, is there a goal for you, even with your hobby? So some people say, no, I don't have any goal. It's only for fun. I just go out with my families, I take pictures and that's it. And I post it on the social media with some captions and I get some likes and that's it. And that's fair enough, absolutely done. And then some people might say that, no, I can set up one. I can have a short-term goal or a long-term goal, just like our in a professional field. So my question was always like, do I have a plan? Do you have a plan? So we'll go ahead, we'll see. So in this crossroad, when you have a full-time job with a lot of responsibility in the office, doing 8 to 5 kind of thing, and you have your own, some people have their own business, and you can still confused and saying that, yes, I love photography and I have a DSLR camera. I possibly use my iPhone for the pictures. I have done some photo work with FSO and many other groups in the world. And then I have also attended a few workshops from the very eminent professional photographers. And then I am taking pictures since long, like 5-6 years I'm taking. But what to do? Shall I keep on putting on the Facebook and that's it? And then some people might say that, yes, I learned a bit of processing also after that, So these are the stage, like what I'm showing in this curve, that I love photography, having a DSLR camera, attendance workshops, going for post-processing. And then maybe an advanced stage would be that, yes, I have taken some of the competitions also, and I've got some gifts as I own them. And now I'm confused. I don't know what to do next. Where do I go? Shall I continue like this, or what could be the next step? So what I found that answers, there could be many ways, so first way I found that, yes, somebody can turn into professional. You can leave your job and go for a full-time photography. And there are people around you, you might see that they're very good in their technical field and they suddenly one fine morning, they left the job and gone for a full-time photographer. They could be doing wedding, or they could be doing an event management, kind of event covering event through the photography, and that is possible. Some people might say that there is an option that you can sell your pictures online. If they're good, there are a lot of websites like Getty Image, Shutterstock, Almaty. You can post your pictures and there are buyers like the companies for their calendars or their diaries, and you can do that.
There are international competitions. Many of you probably know that Sony, HIPA, Sienna, these are very, very highly awarded and with the cash prizes competitions all over the world. Every year it happens. And there are a lot of publicity on the websites as well as on their Facebook and social media pages. So you can participate on them. So that's one other option. There are various free competitions. As you can see that this is organized by the agencies, like typically the tourism companies. It could be, like Kerala tourism or Tamil Nadu tourism or Indian tourism, China tourism, Russian. I've seen that plenty of this kind of competition that goes around. And there could be the competition because from the institutions. It could be from the gear manufacturers, there could be the cash prize, or there could be only certificates. There are various things goes on. Then if you look into the social media like Facebook or Instagram, you will see that there are a lot of competitions in Facebook also. It goes on where there are money, popularity, recognition, everything you can get. There are very popular sites which I have now listed like 1x or 500px or 365px. There's very popular social media and competitive websites for the photographers where you can upload your pictures and they get recognized. You can get a criticism by various people so that you can improve your skill. Okay, the other option is, of course, the pay and play. So you will see that there are paid competitions, which also called the photographic saloons. Okay, so here you basically pay and then participate in those competitions where the prizes could be certificates or could be money. These are organized by several clubs all over the world, and you can get distinctions from these clubs. You can join the institutions. You can do voluntary services. As I said, like I'm doing a voluntary services for Photographic Society of America. You can also be a judge after some time, and you can do the judging of the national or international level in India or around the globe, because you become quite popular, you are known to everybody. So, and you develop certain skills of judging a picture. So they ask you to judge. You can also conduct a workshop. You can organize photo walk. You can be the leader for those photo walks. You can organize photo tours, not only the walks in your city like what we do in Muscat. You can organize photo tours for some famous festivals. Like, you can take some 10 people to Hampi, or you can take people to, say, Varanasi, or say in Brindaban or in Pushkar. So those are also very organized. As you know, in the wildlife also there are organized trips to Masai Mara, Kenya. So those also you can do. And finally, this will broaden your horizon. You will get fantastic networking with all over the world. You can engage people around the world. You can go to their place. You can invite them to your place. So that's how the whole society, it grows. So that's one of the wonderful aspects of it. Okay, so I will touch upon a few items like, yes, you can sell online. If you are taking continuously pictures and you feel the pictures are good, you can sell it on the online sites like there are Getty Image, Shutterstock, and Almaty. I'll just touch upon some of the bullet points that what they look for is very high resolution pictures, because somebody will download and use for their own purpose, like calendar or diary or anything. So, or the posters, or they might download and frame it in their office. So they need very high resolution pictures. If in your picture there are some models, like it could be man, woman, child, anybody, sometimes most of the cases they need a model release form. So basically a statement saying that you have taken permission from the person whose picture you have taken. Okay, so that's called a model release, typical, and they look for those model release because there are a lot of legal aspects in it. This particular, when you upload, it undergoes an approval process. So there is, I presume that there is a team of judges who look into your pictures and they judge which pictures can go for selling very fast. So they only allow those pictures. This works on volume. So you may or may not get a very high price for the pictures, but once the more and more people download a very popular picture, then automatically your payment goes up. So if it clicks, that way it helps. So one advantage for a hobbyist is that you can do it at your own pace. There's no timeline. Whenever you get some free time over the weekend, you can take pictures and do the processing and upload it. So there is no time pressure on us, and that perfectly probably suits people like us.
So the other aspect is the competitions. Like many of you have participated in the OneFest, which is a typical competition, so photographic competitions where you participate based on the theme, and there is a judge who will judge your pictures. Now the basic question is why you need to participate in the competitions. So what I found is for a photographer who is confident in his or her abilities and is knowledgeable enough of the techniques available, he can operate on their camera and develop the skill set. Entering contest can enable you to compare your work with your other competitive photographers' work. Okay, so that's the first step to improve. Unless you compare, you really don't know what the pitfalls. And then of course, if you win, there's a very big ego boost, so because I win a competition, I got some certificate or some cash prize, so that effectively boosts your enthusiasm, I should say. The awards are generally of secondary to the universal recognition or the satisfaction when you see your picture, which is put up and framed after you win some competitions. They put up a frame sometimes. So when you see your picture that it stood first or second or third and it's framed and people are coming and appreciating, definitely it's a very big moral booster for any individual, I should say. So what are the typical competitions worldwide? There are international competitions. As you can see that this could be free or this could be paid also. Sony, HIPA, Sienna, these are typical competitions which are free. Every year they organize this, and all over the world people apply for, participate in these competitions. And there's a huge prize money involved in these competitions. There are competitions like MIFA, TIFA. These are basically Moscow International Film Awards or Photography Awards, or TIFA is the Tokyo International Photography Awards or the Color Awards. These are paid competitions where again there are prize monies are also there. There are photographic web page. If you go through the Google, you can find many. There are Pixoto, Guru Shots, Viewbug, as well as 1x 500px. There's a very popular, popular web page where you upload the pictures, and if it is good, they only publish that. There are social media competitions. If you go to the Facebook, you will see that many of the social media pages, they organize competitions every now and then. And there are prize money or the gift items like camera or some gear, headphone, anything. It could be anything. There are also various free competitions, which I already mentioned. Now, what are the main catch in this? So these kind of competition, they goes from zero to low cost, so it's very easy to participate. Need competitions info at the right time. So you have to be aware and you have to, search on the net to find out which competitions is going on now. There is a wide range of quality pictures depending upon the competitions. Like if you look at the Sienna, HIPA or Sony, the picture quality will be extremely superior because there's a huge prize money involved in it, and world's probably the best photographers, they compete for that competition. So you have to be really good to to score with your picture. And some of the website I've seen, they works on algorithms. So you need to be engagement time will be very high. If you look at Pixoto, Guru Shots and all, rather than only posting pictures, they ask you to compare and judge also. Okay, so it needs a lot of computer time. You need to be there with your website and keep on interacting with those pictures. So much time required to find such competitions in the social media, newspaper or magazine. So you have to be very aware to get into this kind of competitions. So this is a picture which I just picked up from the internet. So as you can see, there are Guru Shots, Pixoto, Flickr. These are the very popular web page where you can see a huge library of nice pictures, which you can also see and scan and get a lot of motivation and enthusiasm. And you can interact with the photographers to understand the technicalities. Okay, so here what generally the steps are that you have to just open an account, upload the pictures, and join the competitions. The competitions are typically weekly or monthly basis. The basic access is typically free. Like if you look at the Pixoto 1x 500px, once you log in password and you register yourself with your login password, it's free. But the advanced access, there are other facilities they
provide you, which are basically for the paid membership. And as I said, that it works on an algorithm. You need to involve yourself with a high amount of time. But I would suggest that everybody to try out this who wants to take a photography as a good hobby, because it gives you a good head start, like you can get a feel, you can start seeing good quality pictures so that your eyes started getting tuned to it. And of course, sometimes you get a recognition with a good picture in an international audience that gives you a boost. And there is a lot of regular competitions on themes. So you start taking more and more pictures because you need to upload. So you go out with your camera and start shooting. So that one way of improving your abilities of taking pictures. In some cases, you could be lucky and you could win a prize also. In pay and play, if like the basic thing is, if there is a high participation fee, you will see that the high reward money is involved. Okay, unless it's a free competition like HIPAA or Sony. So this color awards, monochrome awards, these are few competitions where I find that the fee is also high and the award money is also quite high. And there are the photo salons, which are very low cost, but you need to keep on playing those salons, So you can get the online distinctions from these institutions and clubs. You can join these institutions, do voluntary activities, as I already covered. You can do judging. And of course, you can open your own club after some time and start doing those competitions, organize those competitions in your area. These are the name of the Indian popular clubs. These are the most registered one. Federation of Indian Photography, located in Bihar, Patna. FIP, the short form. There's a Photographic Society of India, PSI. This is located in Bombay, one of the very oldest clubs. These two clubs are the most widely recognized all over the world and most popular for the professional, amateur, hobbyist, all kind of photographers. You can be a member by paying a small amount, and you can be a like member. There are forums where you can upload pictures, you can get a critic. It's a very nice one. And in fact, FIP, the Federation of Indian Photography, is the representative of FIAP, which is the Federation International of the Photographic Art, who is located in Belgium. They are the only authorized, like the coordinator or focal point in India is FIP. There are others, quite a few clubs are there. Like in Andhra Pradesh, I don't know, many of you probably know that there's something called APG, Andhra Pradesh Photojournalist Academy. That is there in AP, that there's a club, which is quite a popular one, in mainly focusing in the photojournalism. There is a WPI, which is called the Wildlife Photographers Association of India, and that's located in Delhi. And there is a YPS, which is the Youth Photographic Society, located in Bangalore. And there is PAD, which is located in Calcutta, and they're basically an institution where they offer you the degree in photography. They have a full-time course in it. Like it's called Photographic Association of Dum Dum. So these are the most popular clubs I just listed down in India, if you are interested. In worldwide, the most popular clubs are the Photographic Society of America. You look at it in US, of course, the Federation International de Photographique Art Belgium, FIAP we call it. And of course, a very, old club is the Royal Photographic Society of London. These clubs, they give the patronage for any photo competitions, which we call saloons, as well as there are a lot of distinctions and degrees available with the club. So just like university or study course, you can join these organizations by paying membership fee, and then you study with them through small courses, and then you clear those courses and get distinctions. There are many other popular clubs, like one is in Singapore, PSSO. This is called Photographic Society of Singapore. There is one in France called Image Sans Frontier. It's Image Without Barriers. MOL is the Master of Light, which is located in Canada. And GPU is the Global Photographic Union, located in Greece, Italy, in that build. So this is a consortium kind of thing. What is a photographic saloon? The photographic saloon is the competitions organized by these clubs, this world popular clubs, and they give you the patronage, and you can achieve acceptance and award from these saloons. And one of the prerequisite of the photographic distinction will be portfolio based, So you need to
participate in that and then get those distinctions. It can be paid or it can be free. Sometimes there are big prize money, otherwise there are medals and certificates just to acknowledge your picture. What you need to know about the who are basically the governing bodies who are patronizing these salons. And another thing, most important thing, is what are the genres in photography. Like you will keep on hearing, they call it open color or open monosection, where you can put any pictures. There are photojournalism where people, life, sports, these are kind of the thing which has a news content, you put those. There is a genre called photo travel, where mostly the life, people, street, architecture, these things are focused. There's a genre called nature, where you focus on the wildlife, flowers, landscapes or seascapes, the macro kind of photographs, birds, mammals, these are the things. You also need to know the rules and regulations, the governing bodies and organizers, keep a track of all your acceptance when as it comes. And of course that there are a lot of volunteers and experts around, you can ask them for any help. What is a portfolio based competition? Okay, now what is a portfolio? It's basically consists of a series of pictures. Okay, so it's almost like a storytelling through your pictures. So it has to have a statement of intent, what you want to present to the people. You need to have an exceptional quality of camera work and technical quality of your picture. There has to be a visual awareness and the communication, overall impression that should come out with your panel. The panel is consist of a series of pictures, So if you go for the higher level of the distinction, your technical ability using techniques and photographic practices, which needs to be appropriate for the subject, and an appropriate high level of understanding is what they look for. So based on the portfolio, you can also get a lot of degrees and distinctions. Okay, this is typically a photo story, as you can see. So I give you an example. See, this is a portfolio panel. Okay, so here the story actually is focusing on the fine arts. Okay, this is in black and white, and this is focusing most on the fine arts. The typical mosque in and around Gulf, there are pictures of Muscat Mosque or Abu Dhabi as well as Turkey. Okay, so this is a panel, so you can get a flavor like that what it is talked about. The first one, if you see the first row, it's mostly emphasizes on the structures and patterns, typical vertical lines, diagonal lines. The second row is mostly taken from as a long shot of the overall picture of the mosque. And the third one, it's adds a human element in it when they are doing the prayer inside the mosque along with the architecture, and whole thing becomes a panel. This is another very easy panel of 10 pictures. I named it as an incredible Oman. There are snapshots of Oman, their culture, tradition, the architecture, their sports and everything. Okay, so you probably got a flavor of what is what is called the portfolio. As I travel a lot and my main focus is on travel photography, so I would like to touch upon a few things about the travel photography. Probably many of you are aware of this particular journal. Nat Geo is a very, very famous one. And in 1982, the magazine's cover showed a camel train in front of the pyramids of Giza. The image produced by photographer was horizontal, and they tampered with the photo to fit in the A4 size of the cover, And there was a huge hue and cry of photo altering. And later on, like they apologized and they say that this is the last time they have made it. And now on for the travels, all the photos, the part of the mission was all the photos would be as it is. So there should not be any kind of tampering. So photo travel is always, like very debatable issue all over the world. The whole aim or the gist of the photo travel is to show the world as it is found naturally. So you are not supposed to tamper that one. You are not supposed to over process the image. You are not supposed to add or subtract anything from the image. And PT image, the photo travel image, should be a true record of the scene. The photo travel definition is also a guide for the exhibition judges to ensure that the photos are not tampered and there is no violation of the definition.
I give you an example, like, so a photo travel image expresses the characteristic features of the culture of a land, which are found naturally. So there are no geographic limitations. So if you see the picture which are having a X red cross marks, so these are the picture, it could be anywhere. It can be on Muscat beach, it could be in Kerala beach, it could be in Goa beach. So it doesn't tell you about a sense of the place. And that's the essence of a photo travel. Whereas if you look at the left-hand side picture where the cows are sitting, that just by looking at it, you can say that this is probably someplace in India, could be Lucknow, Uttar Pradesh, or anywhere. So a sense of place is the essence of a photo travel. The lady which is shown, you can just looking at it and you can say this is from Southeast Asian countries, probably from Vietnam or Myanmar. So the sense of place is very, very essential in photo travel. So this is an ideal picture of the photo travel, as you can see. In case of the landscape of buildings, it is not necessary to know where the place is, but the image only needs to have identifiable features so that the place can be recognized when someone goes to visit it. Like you can see, you can immediately say this place is probably of US and this place is of something on Greenland or so Norway, like that kind of, you should be able to correlate it. What is the biggest no-no in photo travel is the staged images. Probably many of you have visited and you have seen this kind of things happening all over the world. Like you arrange people to get you some fantastic picture. Like many of us have seen these pictures. It is typical picture of Indonesia, where as you can see, the actual picture what you get to see is the put in the cross marks. There's a boy which is throwing a bucket of water, and you can see the beautiful, the trail of the water when they throw it in, and it's a fantastic synchronization. But in reality, when you see that actually there are hundreds of photographs who are standing there, and these boys are throwing the bucket of water a number of times just to get the perfect picture. The other picture on the top right, as you can see, this is the famous picture of Myanmar, in the lake Inle. I have been there. I myself have paid $10 for those fishermen to stand on the boat in various postures so that you can take beautiful picture during the sunrise and sunset. But those are all staged. None of them actually do the fishing like this. They are all sitting there on the boat just for the tourists to come and to take the pictures. The same picture on the bottom is again a place in Indonesia, the very famous, the beautiful trees, and you can get fantastic lighting, and you will request the people to go along with their cows and buffaloes, and you can take lovely, beautiful diffused picture in the morning light. So these are the setups pictures which are nowadays very, very against the photo travel, the essence of photo travel, and these are typically identified as the banned pictures. So we don't encourage people to do a stage pictures in photo travel. Another thing is the close-up pictures of the people or objects. This must include the features and provide information about the location, which is the most important one. If you take a very close-up, it doesn't give you a sense of the environment. So which are absolutely no-no. Very, very over-processed pictures. You've seen the skies, very much highly over-processed pictures. The color tones is oversaturated. It's, like it's hurting your eyes. So these are also, again, not allowed in the photo travel images. So the essence why I wanted to show you all these pictures is that when we are doing, when you are going around the places and taking pictures, try to take the pictures as natural as possible. That's the essence of if you are a travel photographer. So now the most important thing, that how good is your picture? Of course, it's an image you enjoy looking at. Theoretically, a good image should have the 4 elements: a composition, exposure, technique, and presentation. That's a very key element when anybody looking at the picture, which in their brain they start processing. An image which is captured in the interest of the observer or judge, it may be unique or common, but to be a winner, it should be stand out from the other image. So if I have 10 and one picture has to be great picture, with light, composition, colors, toning, everything. So once you keep on taking pictures over and over again, slowly you develop this, like that expertise or some sense of analyzing that, which can be a winning image. So these are some more points, which are like the point of interest, framing, background. Some of you already know this. This is a very basic of any good pictures: simplicity, contrast, balance, viewpoint, direction of movement, diagonals, and the rule of thirds. Just to give you a few examples,
like I just picked up 5 main points, simple steps to a good picture. So first one is the light, colors, shadows, and contrast. If you see the top right one, that old lady, this is a picture I shoot in Philippines in Vigan. So this is a very, very dark, like inside in the weaving shop. This is their family business. The lady was almost 90 years old and she was weaving. And I saw from the, from the main gate, which was where I was shooting, from the backside of me, this very nice was falling on this lady's body, so the figure, and that's slightly illuminated as compared to the nice. So I find it very interesting. I shoot this, and this is the one which came up. The composition, focus, impact, or balance. The second one, which is the famous S curves in Muscat. Many of you who are living in Muscat, I'm sure everybody has tried these pictures. This gives a fantastic S-curves and leading lines, and it ends to the mosque, which is at the center of your frame, and focuses your attention to there. You just wait for good traffic and the trail light. You get the white and red lights, the light trails, and then you can see a small curve at the edge of the left bottom, which is another car which is coming out from the bypass road. Sanjay. Yeah. Actually, we are 10 minutes ahead over the schedule. Okay. There are only, I think, 2 or 3 slides. I will quickly go through. Carry on. Good. Yeah. The other one, which is the most important, is the expression. You can see the boy who is having the orange. He just, dressed up in one mythological character. Another important thing is observation, the subject. You see, this is the famous picture in Myanmar, in Bagan, where you can see the light which is falling on Lord Buddha's face and illuminating this with the beautiful colors. And another very important thing is the patience. You wait for the moments. You see the guy which is on the horse, he was standing and he is about to sit, and I could catch him on the midair. So you just wait for the perfect moment to catch. So another important thing is when you feel you are ready. So be serious about your passion. Decide it is just fun or you are interested in some competitions. You be the conversant with the competition rules. When you are, you should be aware that there could be ban or sanction for any unethical practices, which will be written in the rule. Do you have the images which are competitive? Because every image is unique, but may not be competitive. To be the best, you need to have slightly extra things in your picture which stand out from the many other pictures. Finally, that's the end of it. My suggestion is be ready for the rejections. There will be a lot of rejections, but don't get discouraged, but keep trying. Be honest, be ethical, be true to yourself, shoot as much as you can, and definitely you will improve. Relax and have fun. It's not a competition or just which determines your next promotion in your office. Action speaks louder than words. So get moving, take your camera, go out every weekend, shoot pictures. Don't ask for the monetary returns. It is your hobby, not your profession. So you are not looking for your bread and butter to it. If it comes, it's a bonus for you. Enjoy the journey. It's a very slow organic process, but put sincere efforts. With time, you will surely improve. Start entering competitions. Okay. Thanks a lot. That's it. Thank you, Sunilji. Yeah, right on time. Thank you very much. It was very informative and inspiring speech. Thank you so much. Thanks to all of you for patient hearing. Yeah. അടുത്ത നമ്മുടെ വിധികർത്താവായി വന്നിരിക്കുന്നത് മഹേഷ് അംബാലിയാണ്. അദ്ദേഹം ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറാണ്. അതിനുപരി കേരള ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ. സുല്ലങ്കിൾ മ്യൂട്ടായി. ഹലോ, കേൾക്കാമോ മഹേഷ്? അടുത്തതായി മഹേഷ് ആണ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി വിശദമായി പ്രതിപാദിക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. മഹേഷ്. ഹലോ, കേൾക്കുന്നുണ്ടോ? യെസ് കേൾക്കുന്നുണ്ട്. ഓക്കെ, വീഡിയോ. ഹലോ, ഇപ്പൊ ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ. ആദ്യം തന്നെ ഞാൻ നന്ദി പറയുകയാണ്. ഇതുപോലൊരു പ്രോഗ്രാമിൽ എന്നെ ജഡ്ജായി ക്ഷണിക്കുകയും ഇങ്ങനെ ക്ലാസ് എടുക്കാനുള്ള അവസരം ഒരുക്കി തരികയും ചെയ്ത മലയാളി ക്ലബിന് ആദ്യമായി നന്ദി പറയുന്നു.
ഞാൻ മലയാളി ക്ലബ് അല്ല, വേൾഡ് മലയാളി അതെ 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 വേൾഡ് മലയാളി ക്ലബിലേക്ക് ഈ പ്രോഗ്രാമിന് പാർട്ടിസിപ്പേഷന് വേണ്ടി ക്ഷണിച്ചതിന് വളരെ നന്ദി പറയുന്നു. ആദ്യമായി എന്നെ പ്രവി ഈ ഒരു ജോലി ഏൽപ്പിച്ചതെന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്ന് പറഞ്ഞിരിക്കുന്ന ക്ലാസ് എന്ന് പറഞ്ഞാൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയെ കുറിച്ചാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ക്ലാസ് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ കഴിഞ്ഞ ജഡ്ജിന്റെ ക്ലാസ് വളരെ മനോഹരമായിരുന്നു. ഞാൻ നന്നായിട്ട് കണ്ടു. ഞാൻ അത്രയും പ്രിപ്പയർ ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. കാര്യം എനിക്ക് എൻ്റെതായ കുറച്ച് പുരക്കുറവുകളുണ്ട്. അതായത് ഞാൻ ഈ സോഫ്റ്റ്വെയർ മേഖലയിൽ അത്ര ടാലന്റഡ് അല്ല. ഐ മീൻ കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യുന്നതിനകത്ത് ഇത്തിരി വീക്കാണ്. ഹലോ, കേൾക്കാം മഹേഷ്. ഓക്കെ 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 ഇവിടെ ലൗഡായിട്ട് ഉറച്ച് സംസാരിക്കും, കുറച്ചുകൂടെ. ഓക്കെ 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 ഞാൻ ആദ്യം തന്നെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. എൻ്റെ പേര് മഹേഷ് ആമ്പേലിൽ, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ്. ഫോട്ടോഗ്രാഫിക്ക് അപ്പുറത്ത് ഞാനൊരു നേച്ചർ ലവറാണ്. ഓൾമോസ്റ്റ് ഞാനൊരു 25 years ആവും ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നിട്ട്. ഞാൻ മലയാളത്തിൽ ക്ലാസ് പറയുന്നതിന് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? നമ്മുടെ സംഘടന മലയാളികളുടെ ഓക്കെ, താങ്ക് യു. ശരി ശരി ശരി. അതായത് ഞാൻ ഏകദേശം ഒരു 25 വർഷത്തോളം ഈ ഒരു വൈൽഡ് ലൈഫ് മേഖലയിലേക്ക് കടന്നു വന്നിട്ട്. അതിന്റെ കാരണം എന്ന് പറയാൻ എന്റെ ക്യാരക്ടർ തന്നെയായിരുന്നു അതിന് മെയിൻ ഒരു റീസൺ ആയത്. അതായത് ഞാൻ എൻ്റെ ആംബലിൽ എന്ന് പറയുന്നത് ഞങ്ങളൊരു വലിയ ഫാമിലിയാണ്. ആ ഫാമിലിയിലെ വളരെ ഒരു നൊട്ടോറിയസ് ബോയ് ആയിരുന്നു ഞാൻ. എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ കുടുംബം ബേസ് ചെയ്തുകൊണ്ട് ഇവിടെ ധാരാളം ഈ റിലേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ അന്ന് വെക്കേഷൻ ഇവിടെ കൂടുന്നൊരു കാലഘട്ടമായിരുന്നു. അന്നേരം ഞാനിവിടെ ഉണ്ടെങ്കിൽ വളരെ വഴക്ക് കിടക്കും കുട്ടികൾ തമ്മിൽ. അതുകൊണ്ട് എൻ്റെ വീട്ടുകാർ കണ്ടെത്തിയ ഒരു മാർഗമായിരുന്നു, എൻ്റെ മാമിയുടെ വീട് നമ്മളെ വടശ്ശേരിക്കര അപ്പുറത്തായിരുന്നു. അതായത് ആങ്ങമൊഴി ആ ഭാഗത്താണ് അവരുടെ വീട്. അന്നേരം എൻ്റെ വെക്കേഷൻ എന്നെ ഇവിടുന്ന് അവിടെ കൊണ്ടാക്കുമ്പോഴത്തെ അവിടെ ആരുമില്ല, ഒറ്റയ്ക്കേ ഉള്ളൂ. എന്നെ തിരിച്ച് മെയിലാണ് ഞാൻ ഇവിടെ നാട്ടിൽ തിരിച്ചു വരുന്നത്. 2 months വെക്കേഷൻ ഞാൻ സ്ഥിരം ആങ്ങമൊഴി എന്ന് പറഞ്ഞാൽ നമ്മളെ പെരിയാർ ടൈഗർ റിസർവിനോട് ചേർന്ന് കിടക്കുന്ന റാന്നി ഡിവിഷനിലെ ഒരു സ്പേസ് ആണ് ഗുണ്ടിക്കൽ റേഞ്ച് എന്ന് പറയും, കേരളത്തിലെ. എൻ്റെ കുട്ടിക്കാലം അവിടെ ആയിരുന്നു വെക്കേഷനിടയിൽ. അങ്ങനെ ഞാൻ എനിക്ക് ഭയങ്കര ആനയുടെ ക്രൈസ് വളരെ അധികമായിരുന്നു. ആ കാട്ടാനെ കാണാൻ വേണ്ടി അവിടുത്തെ എൻ്റെ ഒരു കസിൻ ബ്രദർ എന്നെയും കൊണ്ട് എല്ലാ ഈവനിങ്ങിലും എൻ്റെ ഒരു 7ാം ക്ലാസ് മുതൽ അന്നത്തെ ഒരു 10ാം ക്ലാസ് കാലഘട്ടം വരെ ഉള്ള ടൈമിൽ ഇത് തന്നെ ബുള്ളറ്റിൽ കാട് കാണിക്കാൻ പണ്ട് പമ്പ വരെ പോകും. അന്ന് ആ കാലഘട്ടത്തിൽ അന്ന് ആ റൂട്ടിൽ വളരെ വാഹനങ്ങളൊന്നും ഉണ്ടാകുന്നൊരു കല. അങ്ങനെയാണ് എനിക്ക് വൈൽഡ് ലൈഫ് മേഖലയിലോട്ട് എൻ്റെ ഇൻട്രഡക്ഷൻ എന്ന് പറഞ്ഞാൽ അത് തന്നെയായിരുന്നു. ഇനി ഞാൻ ഫോട്ടോഗ്രാഫി മേഖലയിലേക്ക് വന്നതിന് റീസൺ കൂടെ പറയാം. ശരിക്കും തുടക്കത്തിൽ എനിക്ക് ഫോട്ടോഗ്രാഫി ഇല്ലായിരുന്നു. ഞാൻ കാട് കാണാൻ പോവുക, മൃഗങ്ങളെ കാണുക, അവരുടെ ആക്ടിവിറ്റീസ് പഠിക്കുക, അവരെ കുറിച്ച് സ്റ്റഡി ചെയ്യുക എന്നുള്ള ആറ്റിറ്റ്യൂഡ് മാത്രമായിരുന്നു എനിക്ക്. പിന്നെ ഒരു 2-3 yearsന് ശേഷം എനിക്ക് തന്നെ തോന്നി, ഞാൻ ഒരുപാട് ആനകളെയും കടുവയെ കണ്ടിട്ട് നാട്ടിൽ വന്ന് ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞപ്പം സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞ്, അത് കള്ളം പറയാണ്, നീ ചുമ്മാതെ ഇത് പറയുക എന്നൊക്കെ പറഞ്ഞു എന്നെ കളിയാക്കിയപ്പോ എനിക്ക് പിന്നെ ഇവരുടെ മുന്നിൽ ഇത് എങ്ങനെ അവതരിപ്പിക്കാം, ഞാൻ എൻ്റെ വൈൽഡ് ലൈഫ് ഇത് എങ്ങനെ പ്രസന്റ് ചെയ്യാം എന്നായിരുന്നു എൻ്റെ തുടക്കം. അന്നേരം ആ കാലഘട്ടത്തിൽ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ടൈമാണ്. അന്നത്തെ ഞാൻ പഠിച്ചതൊക്കെ ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. എഞ്ചിനീയറിംഗ് അല്ല, ഞാൻ IT ആണ്. IT ഡിപ്ലോമ കോഴ്സാണ് ഞാൻ ചെയ്തത്. അല്ലെ, ഞാൻ പഠിച്ചിരുന്ന സ്ഥാപനത്തിൽ നിന്ന് ജോലി ചെയ്യുന്ന കിട്ടുന്ന പൈസക്കകത്തുനിന്ന് ഒരു വീതം വെച്ച് ആ കാലഘട്ടത്തിൽ ഞാൻ ചെറിയൊരു ഫിലിം ക്യാമറയായിരുന്നു ആ കാലഘട്ടത്തിൽ. ഒരു നിക്കോണിന്റെ ഒരു ഫിലിം ക്യാമറയിലാണ് ഞാൻ ബിഗിനിങ് തുടങ്ങുന്നത്. ഒരു 28-135 ലെൻസ് ആയിരുന്നു സ്റ്റാർട്ടിങ്. അന്ന് ഫിലിം മേടിച്ച് ആദ്യമായിട്ടാണ് കാട്ടിൽ ചിത്രം പകർത്താൻ പോകുന്നത്. അതായത് വൈൽഡ് ലൈഫ് ഇഷ്ടപ്പെട്ടു പോകുന്നു. അത് നമുക്ക് എൻ്റെ ഫ്രണ്ട്സിനെ കാണിക്കാൻ വേണ്ടി ഞാൻ ബിഗിനിങ് തുടങ്ങി. ആദ്യത്തെ ട്രിപ്പ് പോയി എടുത്തിട്ട് വന്നപ്പോൾ എനിക്ക് ഏതാണ്ട് എൻ്റെ ഓൾമോസ്റ്റ് ഫിലിമിനകത്ത് പകുതി ചിത്രങ്ങളെ എനിക്ക് കിട്ടിയുള്ളൂ. പകുതിയും ബ്ലാക്ക് ഔട്ട് ആയിരുന്നു. കാര്യം എനിക്ക് അത്രയ്ക്ക് ഫോട്ടോഗ്രാഫിയെ കുറിച്ച് വലിയ നോളജ് ഇല്ല. പിന്നെ എനിക്ക് ഞാൻ എൻ്റെ തെറ്റ് എനിക്ക് മനസ്സിലായി. ഞാൻ പിന്നെ തുടങ്ങുന്ന എനിക്കറിയാവുന്ന ഒരു സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫറിന്റെ അടുത്ത് ഞാൻ ചെന്നിട്ട് ബേസിക് കാര്യങ്ങൾ
ഞാൻ അന്നത്തെ ഫിലിം ക്യാമറയിലെ ബേസിക് കുറച്ച് കാര്യങ്ങൾ അന്ന് മനസ്സിലാക്കിയ ആണ് ഞാൻ ഫോട്ടോഗ്രാഫി മേഖലയിലിട്ട് കിടന്നത്. പിന്നെ ഞാനൊരു നല്ല രീതിയിൽ പ്രൊഫഷണലായിട്ട് ചെയ്തു തുടങ്ങി 2000 ശേഷമാണ് ഞാൻ ഓൾമോസ്റ്റ് വൈൽഡ് ലൈഫ് മേഖലയിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു തുടങ്ങിയത്. ഏതാണ്ട് 2000 ശേഷമാണ് നല്ല രീതിയിൽ വർക്കായി തുടങ്ങിയത്. പിന്നെ എന്താ പറയുക, ഞാനിപ്പോൾ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ എൻ്റെ വൈൽഡ് ലൈഫ് മേഖലയിലെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ ഒരുപാട് റിസർച്ച് വിങ് പ്രോഗ്രാംസ് ഉണ്ട്. ഈ പ്രോഗ്രാംസിന്റെ ഓൾമോസ്റ്റ് 80% വർക്കുകളിലും ഞാനൊരു 2050 വരെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 2010 to 2050 വരെ ഓൾമോസ്റ്റ് ഞാൻ 5 വർഷം റിസർച്ച് വിങ്ങിൽ അവരെ PhD-കാരെ റിസർച്ച് ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വൈൽഡ് ലൈഫ് മേഖലയിൽ കൂടുതലും ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി വർക്ക് ചെയ്തിരിക്കുന്നത്. ടൈഗർ മോണിറ്ററിങ്, എലിഫന്റ് സെൻസസ്, ബേർഡ് സർവേസ്, ബട്ടർഫ്ലൈ സർവേസ്, ഇങ്ങനെ കുറെ ആക്ടിവിറ്റീസിലാണ് ഞാൻ പങ്കെടുത്തിട്ടേക്കുന്നത്. ഹലോ, കേൾക്കുന്നുണ്ട്? ഓക്കെ, കണ്ടിന്യൂ. ഓക്കെ, ഇങ്ങനെയാണ് എൻ്റെ ഫോട്ടോഗ്രാഫി മേഖലയിലെ തുടക്കം. പിന്നെ ഇതിപ്പം ഞാനതിനകത്ത് സിമ്പിളായിട്ട് പറയുകയാണ്. ഇപ്പൊ ഇവിടെ ഈ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നേരത്തെ വ്യക്തി വളരെ മനോഹരമായി നല്ല രീതിയിലാണ് ക്ലാസ് പ്രസന്റ് ചെയ്തത്. അത്രയും ഒരു ക്വാളിറ്റി എന്നിൽ പ്രതീക്ഷിക്കേണ്ട നിങ്ങളാരും തന്നെ. ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനേ എനിക്ക് പറ്റത്തുള്ളൂ. അതായത് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി നമുക്ക് പഠിപ്പിക്കാൻ പറ്റില്ല, നമ്മൾ സ്വയം പഠിക്കുകയാണ്. അതായത് ഒരു എക്സ്പേർട്ട് ഫോട്ടോഗ്രാഫർ, ഒരു എന്നെക്കാട്ടും നല്ല നോളജ് ഉള്ള നല്ല എക്സ്പേർട്ട് ഫോട്ടോഗ്രാഫർ കാട്ടിൽ പോയി ചിത്രം പകർത്തുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടൊരു കാര്യമാണ്. അവർക്ക് ഫോട്ടോഗ്രാഫി അറിയാം നന്നായിട്ട്. ഫോട്ടോഗ്രാഫിക്ക് അപ്പുറത്ത് നമ്മളൊരു കാട് കാണാൻ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അവരെ വീട്ടിലേക്ക് കടന്നു കയറുകയാണ്, അവരെ പെർമിഷൻ ഇല്ലാതെ. ഫോറസ്റ്റ് എന്ന് പറയുന്ന ഒരു വീടാണ്, ഒരു കുടുംബത്തിലേക്ക് നമ്മൾ കടന്നു ചെന്ന് അവരെ ഡിസ്റ്റർബ് ചെയ്യാതെ ഒരു ചിത്രം എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ, അതായത് ബേസിക് ആയിട്ട് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ നമ്മൾ പഠിക്കേണ്ട ഒരു മെയിൻ കാരണം. അതായത് ഒരു ആനയുടെ ചിത്രം നമ്മൾ എടുക്കാൻ കാട്ടിൽ കയറിയ ആ ആന പോലും അറിയാതെ വേണം ആ ചിത്രം പകർത്തിയിട്ട് വരേണ്ടത്. അല്ലാതെ ആന ആക്ടിവിറ്റിയിൽ തടസ്സം ഉണ്ടാക്കി അവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു ചിത്രം എടുക്കുക ഒരിക്കലും ശ്രമിക്കരുത്. എൻ്റെയൊക്കെ തുടക്ക കാലഘട്ടത്തിൽ ഞാൻ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ വന്ന സമയത്തെന്ന് പറയുന്നത് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവായിരുന്നു. ഞാൻ കൂടുതലും ഫോറസ്റ്റ് ആ ഒരു ടൈമിൽ കവർ ചെയ്തിരുന്നത് പെരിയാറായിരുന്നു. ഏറ്റവും കൂടുതൽ പെരിയാറായിരുന്നു. പെരിയാർ അന്ന് തേക്കടി ബോട്ടിംഗ് ഉള്ള കാലഘട്ടം. എനിക്ക് ബോട്ടിങ്ങിനുപരി ഫോറസ്റ്റിലെ കുറെ ഉദ്യോഗസ്ഥരുമായിട്ടുള്ള നേരിട്ടുള്ള ബന്ധം ഉപയോഗിച്ചിട്ടാണ് ഞാൻ കൂടുതലും കാട്ടിൽ കയറാൻ തുടങ്ങിയത്. പിന്നീടാണ് ഞാൻ ഈ റിസർച്ച് വിങ് പേഴ്സൺസിന്റെ കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. വർക്ക് ചെയ്യാൻ കാരണം എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് ഇവിടെ കൊല്ലം ബേസ് ചെയ്തുകൊണ്ട് ഞങ്ങളൊരു റെസ്ക്യൂ ടീം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഒരു 8-9 വർഷങ്ങൾക്ക് മുമ്പ് റെസ്ക്യൂ ടീമിൽ വർക്ക് ചെയ്തിട്ട് റെസ്ക്യൂ ടീം സ്റ്റാർട്ട് ചെയ്തൊരു മെമ്പറായിരുന്നു ഞാൻ. അതുകൊണ്ട് ഞങ്ങൾ ഈ അത്യാവശ്യം വീടുകളിലൊക്കെ കയറുന്ന പാമ്പിനെ ഒക്കെ പിടിച്ചു കൊടുക്കാനും, ഈ ക്ഷേത്രങ്ങളിലൊക്കെ ആന തെറ്റി നിൽക്കുന്ന സമയത്ത് ആനയെ കെട്ടി കൊടുക്കാനും, മയക്കേടി വെക്കാതെ ആനയെ പിടിച്ചു കെട്ടി കൊടുക്കുന്ന ഒരു സിസ്റ്റം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ആക്റ്റീവ് അല്ല, ഞാൻ അതിൽ നിന്നൊക്കെ വിഡ്രോ ചെയ്തിട്ട് ഏകദേശം ഒരു 5 വർഷത്തോളാവും. ഫുൾ ടൈം ഫോറസ്റ്റിന്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നിൽക്കുകയാണ്. പിന്നെ ഞാൻ ഇതുവരെ സോഷ്യൽ മീഡിയയിൽ വലിയ ആക്റ്റീവോ അതിനകത്ത് റീച്ച് ആവാനോ ശ്രമിച്ചിട്ടുള്ള ഒരാളല്ല. പുതുതായി ഈ മേഖലയിൽ കടന്നു വരുന്നവർക്ക് എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു തരികയാണ്. തുടക്കത്തിൽ നമ്മൾ ഫോട്ടോഗ്രാഫി മേഖല, ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിലോട്ട് വരുവാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളെ ചുറ്റുവട്ടത്തുള്ള ജന്തുജീവജാലങ്ങളെ ഒന്ന് നിരീക്ഷിക്കുക. ബേസിക്കലി ഇപ്പം നിങ്ങൾ വിദേശത്ത് ഇരിക്കുന്നുണ്ട്, അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. നാട്ടിലുള്ളവരാണെങ്കിൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി നമുക്ക് വീട്ടിൻ്റെ മുറ്റത്തുനിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ധാരാളം ചിത്രശലഭങ്ങൾ നമ്മളെ വീട്ടിൽ വരുന്നുണ്ടാവും, നമ്മളെ ഗാർഡനുകളിൽ. ഫസ്റ്റ് അവരെ ഒബ്സർവ് ചെയ്യുക, അവരെ മൂവ്മെന്റ് പഠിക്കുക. ധാരാളം പക്ഷികൾ നമ്മളെ വീടുകളിൽ വരും, അത് വാച്ച് ചെയ്യുക, നിരന്തരം വാച്ച് ചെയ്യുക. നമ്മളൊരു രാവിലെ ഒരു ചായ കുടിക്കുന്ന സമയത്ത് ഒരു
നമ്മളെ ഗാർഡനിലോട്ട് ഇറങ്ങിയത് കുടിക്കുക. ഇതൊന്ന് ഒബ്സർവ് ചെയ്താൽ നമുക്ക് കുറെ ബേസിക് കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് പഠിക്കാൻ പറ്റും. ഫസ്റ്റ് എന്ന് പറയാം, ഹലോ മഹേഷ് കേൾക്കാം, പറഞ്ഞോളൂ, കുഴപ്പമില്ല. കേൾക്കാം. ഓക്കെ ഓക്കെ. എനിക്ക് സൂം മീറ്റിങ്ങിനകത്ത് വലിയ എക്സ്പീരിയൻസ് കുറവാണ്. അതുകൊണ്ട് എന്റെ മകളെ കൂടെ പിടിച്ചു. കാര്യം അവർക്ക് ക്ലാസ് ഉണ്ടായോണ്ടേ. ഇങ്ങനെയൊക്കെ അതെ 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 അതെ, മകളാണ് സഹായത്തിന് കൂടെ വന്നിരിക്കുന്നത്. അദ്ദേഹം നല്ലൊരു ഫോട്ടോഗ്രാഫറാണ്. ഫ്യൂജി XT3യുടെ എക്സ്പോർട്ടാണ് കേരളത്തില്. 12 വയസ്സേ ഉള്ളൂ, കുട്ടിയാണ്. ഇവിടെ നാട്ടിലുള്ള അത്യാവശ്യം ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെ ഫ്യൂജി XT3 സെറ്റിങ്സ് ചെയ്ത് കൊടുക്കുന്നത് വലിയ വലിയ ഫോട്ടോഗ്രാഫേഴ്സ്. ഐ മീൻ ഒരു 50 വയസ്സ് പ്രായമുള്ളവർ 20 മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ള ആൾക്കാർക്ക് ക്യാമറ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു എക്സ്പെർട്ട് കക്ഷിയാണ് പുള്ളിക്കാരി. ഒരു ബട്ടർഫ്ലൈ എക്സ്പെർട്ടാണ്. വെരി ഗുഡ്. ഏതാണ്ട് ഓൾമോസ്റ്റ് ഒരു 100ഓളം സ്പീഷീസ് ബട്ടർഫ്ലൈസിനെ പുള്ളിക്കാരിക്ക് അറിയാം. എന്റെ കൂടെ കൂടി പഠിച്ചതാണ്. പിന്നെ എന്റെ ഫോട്ടോസ് ഒന്നും തന്നെ ഞാൻ അവിടെ പ്രസന്റ് ചെയ്യാൻ തന്നിട്ടില്ലായിരുന്നു. അതെന്റെ ഒരു പുറക്കുറായിട്ട് ഞാൻ ഇപ്പൊ കാണുന്നു. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉള്ള നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിന് കൃത്യമായ ആൻസർ തരാൻ എനിക്ക് പറ്റും. പ്രബിയുടെ മഹേഷ്, ഈ സെക്ഷന്റെ അവസാനം ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഒരു സെക്ഷൻ തന്നെ ഉണ്ട്, അപ്പോഴാവാം അത്. ഓ മഹേഷ് അൺമ്യൂട്ട് ചെയ്യും. ഇപ്പൊ ക്ലിയർ ആയോ? ക്ലിയർ. ഓക്കെ 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 ഓക്കെ. തുടക്കത്തിൽ കടന്നു വരുന്ന ആൾക്കാർക്ക് എനിക്ക് പറഞ്ഞു തരാനുള്ള ബേസിക് കാര്യം ഇത് തന്നെ. നമ്മളെ വീട്ടുമുറ്റത്ത് നിന്ന് തന്നെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള നമ്മളെ വെറ്റ്ലാൻഡ്സ് സെർച്ച് ചെയ്യുക. വെറ്റ്ലാൻഡ്സിൽ തന്നെ നല്ല രീതിയിൽ വൈൽഡ് ലൈഫ് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. ധാരാളം ബേർഡ്സ്, മൈഗ്രേറ്ററി ബേർഡ്സ് ഒക്കെ ധാരാളമായിട്ട് വരുന്ന ഒരു സ്ഥലമാണ് നമ്മളെ വെറ്റ്ലാൻഡ്. ഇതൊന്നും നമ്മളൊന്നും കുട്ടിക്കാലത്തൊന്നും വല്ലാതെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു കാര്യങ്ങളാണ്. നമ്മളെ പറമ്പുകൾ, ഒഴിഞ്ഞിടക്കുന്ന പറമ്പുകൾ, ധാരാളം ചിത്രശലഭങ്ങൾ, ഇതെല്ലാം വരും. നമ്മളിതൊന്നും ശ്രദ്ധിക്കാറില്ല. ബട്ടർഫ്ലൈസിനൊക്കെ നല്ല പേരുകളുണ്ട്, അതിന്റെ ആക്ടിവിറ്റീസ് ഉണ്ട്, അതിന്റെ സയന്റിഫിക്കൽ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ നിരീക്ഷിച്ചാൽ നമുക്ക് തുടക്കത്തിൽ ഒരു ബേസിക് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിലേക്ക് തുടങ്ങാൻ പറ്റുന്ന ഒരു മേഖല നമ്മളെ വീട്ടുമുറ്റം തന്നെയാണ്. പിന്നെ കാട്ടിലേക്ക് പോകുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഒരു കാട്ടിൽ ചെന്ന ഒരു ചിത്രം പകർത്താം. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് മൃഗങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലായിരിക്കണം നമ്മളെ ബിഹേവിങ്. ഫസ്റ്റ് നമ്മളെ ബിഹേവിങ്. പിന്നെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്ക് ഫസ്റ്റ് വേണ്ട ഒരു കാര്യം ഒന്നുണ്ട്, ക്ഷമ എന്നൊരു പറയുന്ന സാധനമുണ്ട്. ഇതുണ്ടെങ്കിൽ മാത്രമേ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിലോട്ട് കടന്നു തുടങ്ങി. മറ്റു ആർക്കിടെക്ചറൽ ഷൂട്ടോ നമ്മുടെ മോഡൽ ഫോട്ടോ ഷൂട്ട് കണക്കല്ല വൈൽഡ് ലൈഫ് മേഖല എന്നത്. ഇറ്റ്സ് എ ഡിഫറെന്റ് പ്ലേസ് ആണത്. അത് ഇന്ന് നാട്ടിൽ ഒരുപാട് പേര് കടന്നു വരാൻ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതിന് കാരണം എന്ന് ഞാൻ പറഞ്ഞു, കർണാടക, തമിഴ്നാട് ബേസ് ചെയ്തുകൊണ്ട്, നോർത്ത് ഇന്ത്യ ബേസ് ചെയ്തുകൊണ്ട് ധാരാളം നാഷണൽ പാർക്കുകളൊക്കെ ഓപ്പണിംഗ് ആണ്. ടൈഗർ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ നാഷണൽ പാർക്കുകളിലും ഒരു സോൺ ഇപ്പൊ ടൂറിസത്തിന് വേണ്ടി ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ധാരാളം സ്ഥലങ്ങളിൽ ഈ സഫാരി ജിപ്സിയിലും അവരെ ഡിപ്പാർട്ട്മെന്റ് വണ്ടിയിലൊക്കെ ഇത് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ അത്യാവശ്യം ഒരു 10 to 20% വരെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സ് നമ്മുടെ നാട്ടിൽ ഒരുപാട് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനുപരി അത് സഫാരി വണ്ടിയിൽ പോയി നമ്മൾ എടുക്കുന്ന ചിത്രങ്ങൾ, അതിനുപരി കാട്ടിൽ നടന്നു പോയി നമ്മൾ കാട് അറിഞ്ഞ് കാട്ടിലെ ചിത്രം പകർത്തുന്നതിന് ഇറ്റ്സ് എ റിസ്കി ജോബ്. എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ശരിക്കും കാട്ടിൽ നടന്നു പോയി പടം എടുക്കുന്ന ഒരു കൂട്ടത്തിലുള്ള ഒരാളാണ്. നമ്മൾ ഫസ്റ്റ് ഒരു കാട്ടിൽ കയറി പടം എടുക്കണമെങ്കിൽ നമ്മൾ ആ കാടിന്റെ ഡെസ്റ്റിനേഷനെ കുറിച്ച് നന്നായിട്ട് സ്റ്റഡി ചെയ്യുക. അത് സ്റ്റഡി ചെയ്യണമെങ്കിൽ ഒരിക്കലും നമുക്ക് പറ്റില്ല. ഒരു തുടക്കക്കാരനോ അല്ല എക്സ്പേർട്ടായിട്ടോ നല്ലൊരു ഫോട്ടോഗ്രാഫർക്കോ കഴിയില്ല. അങ്ങനെ നമ്മൾ അത് ചെയ്യേണ്ട. ആ ഒരു ഫോറസ്റ്റ് ഡെസ്റ്റിനേഷനെ കുറിച്ച് നോളജ് ഉള്ള ഏതെങ്കിലും ഗൈഡുമാരല്ല ഗാർഡുമാര് നമുക്ക് ആ ഏരിയയിൽ ഉണ്ടാവും. ഏത് ഫോറസ്റ്റ് ഏരിയയിൽ പോയാലും അതാത് ഡെസ്റ്റിനേഷനിലെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു കാടുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാട്ടിൽ നിരന്തര ജോലിയായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയുടെ കൂടെ പോകുന്നതായിരിക്കും തുടക്കത്തിൽ നല്ലതും നമ്മളെ സേഫ്റ്റിയും. അതായത്
ഞാൻ നല്ല വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ എന്നു പറഞ്ഞുകൊണ്ട് പുതിയൊരു ഡെസ്റ്റിനേഷനിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ആക്ടിവിറ്റീസിനെ കുറിച്ച് നമുക്ക് അറിയാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. എപ്പോഴും അതാത് തനത് റേഞ്ച് ഏരിയയിലുള്ള ഒരു എക്സ്പേർട്ട് ആൾക്കാരുടെ കൂടെ നമ്മൾ ഒരു ഫോറസ്റ്റ് ഡെസ്റ്റിനേഷൻ കയറാം. അല്ലാതെ നമ്മൾ ഒരിക്കലും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കയറരുത്. ആ കയറിയാൽ വളരെ അപകടം പതുങ്ങിയിരിക്കുന്ന ഒരു സ്ഥലമാണത്. പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുവാണെങ്കിൽ മൃഗങ്ങൾ മനുഷ്യരെ ഒരിക്കലും ശല്യം ചെയ്യാറില്ല. നാട്ടിൽ ഒരുപാട് പറയുന്നുണ്ട് മാൻ ആനിമൽ കോൺഫ്ലിക്ട്സിനെ കുറിച്ച് കൂടുതൽ ഈ വയനാട് ഏരിയയിലൊക്കെ സ്ഥിരം കേൾക്കാറുണ്ട്. അതിനൊരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആവാസ വ്യവസ്ഥയിലേക്ക് മനുഷ്യൻ കടന്നു കയറിയിരിക്കുകയാണ്. കടന്നു കയറി അതിനകത്ത് കാട്ടിന്റെ നടുക്ക് കൃഷി ചെയ്തിട്ട് കൃഷി ആന നശിപ്പിച്ചു അല്ലെ കടുവ കയറി എന്ന് പറയുന്നതിനകത്ത് ഒരു അർത്ഥമില്ല. ഇന്നിപ്പം നടന്നുകൊണ്ടിരിക്കുന്ന മെയിൻ റീസൺ അതാണ്. അവരുടെ വീട്ടിലേക്ക് നമ്മൾ കടന്നു കയറി അവരെ ഡിസ്റ്റർബ് ചെയ്തിരിക്കുകയാണ്. ശരിക്കും നമ്മളെ വീട്ടിനകത്ത് ഒരു പാമ്പ് വന്ന് കയറിയാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആദ്യം ചിന്തിക്കുക. ഇപ്പൊ എല്ലാവരും ആവാസസുരക്ഷനെ വിളിക്കുക. പണ്ട് കാലത്ത് തന്നെ എല്ലാവരും തല്ലിക്കൊല്ലുമായിരുന്നു എന്ന് പറഞ്ഞ കണക്ക് അവരെ വീടാണ് കാട്. കാട്ടിലേക്ക് നമ്മൾ കടന്നു ചെന്ന് അവരെ ശല്യം ചെയ്യുമ്പം അവർക്കുണ്ടാവുന്ന ഡിസ്റ്റർബ്. ശരിക്കും മൃഗങ്ങൾക്ക് മനുഷ്യരെ പേടിയാണ്. അതാണ് അതിന്റെ യഥാർത്ഥ സത്യം. ഹലോ ഹലോ, കേക്കാം, പറഞ്ഞോളൂ. മഹേഷ്, കേക്കാം. മഹേഷ്, ഞാൻ നിങ്ങളുടെ കൂടെയുള്ള ജഡ്ജാണ് അബ്ദുൽ അസീസ്. കേൾക്കാം നന്നായിട്ട്. വളരെ നന്നായിട്ട് നിങ്ങളുടെ ഈ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കണ്ടിന്യൂ. ഒറ്റയ്ക്കാണെന്നുള്ള ഫീലിംഗ് വേണ്ട. അതെ, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അതിനകത്ത് ഇച്ചിരി എക്സ്പീരിയൻസ് കുറവുണ്ട്. അതേ ഉള്ളു. ഞാൻ സ്കൂളിൽ 2-3 സ്കൂളിൽ നേച്ചർ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്. അല്ലാതെ ഇതുപോലെ ഓൺലൈൻ ക്ലാസ്സുകളിൽ ഞാൻ വളരെ എന്താ പറയുക ഒരു വീക്കാണ്. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കുക. ഞാൻ ഫീൽഡിൽ മാത്രമേ ഞാൻ എന്റെ ആക്ടിവിറ്റിയിൽ ഞാൻ 100% പെർഫെക്റ്റ് ഉള്ളൂ. മറ്റുള്ള കാര്യത്തിൽ ഞാൻ വളരെ മൈനസ് ആണ്. അതുകൊണ്ട് എന്നോട് എല്ലാവരും ക്ഷമിക്കുക. മഹേഷ് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. സംശയം ചോദിച്ചോട്ടെ? ചോദിക്കും. അങ്ങനെ ചോദിച്ചാൽ അതിനെ എനിക്ക് കൃത്യമായ മറുപടി തരാൻ കഴിയും. ടെക്നിക്കലി പിന്നെ നമ്മൾ പല ആൾക്കാരും പറയണം അപ്പർച്ചർ മോഡിൽ ഷൂട്ട് ചെയ്യണം, ചില ആൾക്കാർ പറയണം പ്രയോറിറ്റിയിൽ ഷൂട്ട് ചെയ്യണം. നിങ്ങൾ ഏത് മോഡാണ്? കാരണം ഞാൻ ഉപയോഗിക്കുന്ന മാനുവൽ മോഡ് തന്നെയാണ് വൈൽഡ് ലൈഫ് ഷൂട്ട് ചെയ്യാറുള്ളത്. അപ്രോച്ചർ പാറ്റയിൽ ഞാൻ വളരെ അപൂർവമാണ് ഞാൻ ചെയ്യാറുള്ളത്. പക്ഷെ ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സുധീഷ് റാമിനെ പോലുള്ള എക്സ്പേർട്സ്, ഒരു വളരെ വലിയ ഫോട്ടോഗ്രാഫറാണ്, കർണാടക ബേസ്ഡ്, എന്റെ വളരെ നല്ലൊരു സുഹൃത്താണ്, എന്നെ പേഴ്സണലി അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അവരൊക്കെ കൂടുതലും അവരുടെ വൈൽഡ് ലൈഫ് ക്ലാസ്സുകളിൽ അവർ പറയുന്നത് അപ്രോച്ചർ പ്രയോറിറ്റിയിൽ ഷൂട്ട് ചെയ്യാനാണ് പറയുന്നത്. പിന്നെ അപ്രോച്ചർ പ്രയോറിറ്റി ഷൂട്ട് ചെയ്യാൻ പറയുന്നതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ, ഒരിക്കലും ഫോറസ്റ്റിനുള്ളിലുള്ള ലൈറ്റ് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റത്തില്ല. ഒരിക്കലും ഒരു ബിഗിനേഴ്സിന് അത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. കാട്ടിലെ ലൈറ്റ് ഒരു സഫാരി ഏരിയ കയറി കഴിഞ്ഞാൽ, ഒരു ദിവസം ഒരു സഫാരി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു 3 hours സഫാരിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് എൻഡിങ് പ്ലേസ് വരെ വരുന്ന സ്ഥലങ്ങൾ, ഓരോ സ്ഥലത്തും ലൈറ്റിംഗ് പല ടൈപ്പ് ലൈറ്റിംഗ് ആയിരിക്കും. അന്നേരം അപ്രോച്ചർ പാറ്റി ഈ എന്താ പറയുക, നമ്മളെ സബ്ജക്റ്റ് മിസ്സാവാതെ കിട്ടാൻ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും. നല്ല നമുക്ക് ക്യാമറയും നമ്മളെ ലൈറ്റിനെ റീഡ് ചെയ്യാനുള്ള മൈൻഡ് നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ ബെറ്റർ മാനുവൽ മോഡ് തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ മാനുവൽ മോഡ് കളിച്ചതിനകത്ത് എനിക്കൊരു സബ്ജക്റ്റ് എൻ്റെ ഇത് മിസ്സായിട്ടും ഉണ്ട്. അതിനകത്ത് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് നമുക്ക് വിഷമം. അതായത് ഒരു 2011 ടൈമില് ഞാൻ എൻ്റെ ഗവിന്ന് തിരിച്ച് റിട്ടേൺ വരുവാണ്. അന്ന് ഗവി എന്ന് പറയുന്ന സ്പോട്ട് ഇവിടെ നാട്ടിലാർക്കും അറിയില്ല. തിരിച്ച് റിട്ടേൺ വരുന്ന സമയത്ത് എനിക്കൊരു സ്പീഷീസിനെ കിട്ടി. ഒരു 6 o'clock ആവും. നീൽഗിരി മാർട്ടിൻ എന്നാണ് അതിന്റെ പേര്, മരനായി എന്ന് പറയും മലയാളത്തില്. ഈ സ്പീഷീസിന് ആ കാലഘട്ടത്തില് എൻ.എ. നസീർ മാത്രമേ പടം എടുത്തിട്ടുള്ളായിരുന്നു. ആരെങ്കിലും ഇപ്പൊ ഇതിന്റെ ചിത്രം കിട്ടിയിട്ടില്ല. ആ ടൈമിൽ എനിക്ക് ഇതിന്റെ ചിത്രം ഒരു ക്ലിക്കേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഇതിന്റെ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഞാൻ അവസാനം ഈ ഡെസ്റ്റിനേഷൻ കൊടുക്കേണ്ടി വന്നു ആ കാലഘട്ടത്തില്. വീഡിയോ പോയി. ഓക്കെ ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കെ. അതായത് അതൊരു പക്ഷേ ഞാൻ ആ ടൈമില് മാനുവൽ മോഡ് അല്ല
അപ്രോച്ചബിലിറ്റിയിലാണെങ്കിൽ എനിക്ക് ആ പിക്ക് ഒരു 80% വരെ എനിക്ക് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുമായിരുന്നു. അതാണ് അപ്രോച്ചബിലിറ്റി കൂടുതലും വൈൽഡ് ലൈഫ് ചെയ്യുന്ന ആൾക്കാർ പ്രിഫർ ചെയ്യുന്നതിന് റീസൺ. മാനുവൽ മൂഡ് ചിലപ്പോൾ നമ്മൾ മനുഷ്യരാണ്, നമുക്ക് ആ മൂവ്മെന്റിൽ നമുക്ക് ചിലപ്പം നമ്മളെ ഷട്ടർ കൺട്രോൾ ചെയ്യാനോ അല്ല ISO കൺട്രോൾ ചെയ്യാനോ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. പിന്നെ വൈൽഡ് ലൈഫ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരോട് എനിക്ക് അല്ലെങ്കിൽ അതിനകത്തോട്ട് വരാൻ പോകുന്നവരോട് എനിക്ക് പറഞ്ഞു തരാനുള്ള ഒരൊറ്റ റീസൺ എന്ന് പറഞ്ഞാൽ, നമ്മൾ ചിത്രം പകർത്തുമ്പോൾ കഴിയുന്നതും ആ ചിത്രത്തിന് ഒരു ജീവൻ ഉണ്ടാവണം. വൈൽഡ് ലൈഫ് എന്നാണ് അതിന്റെ പേര് തന്നെ, കാട്ടിലെ ജീവിതമാണ്. ആ ജീവിതം പകർത്തുമ്പം സബ്ജക്റ്റിനെ മാത്രം ടൈറ്റ് ഷോട്ട് എടുക്കാതെ, ടൈറ്റ് ആയിട്ട് അല്ല ആനയുടെ ചിത്രം പകർത്തുമ്പം ആനയെ മാത്രമായിട്ട് ടൈറ്റ് എടുക്കണ്ടെന്ന് ഞാൻ പറയില്ല, എടുക്കുന്നതിനോടൊപ്പം അതിന്റെ ബാക്ക്ഗ്രൗണ്ടിനും കൂടുതൽ ഒരു എന്താ പറയുന്നത് ഒരു വാല്യൂ കൊടുത്തായിരിക്കണം നമ്മൾ. എന്റെ ചിത്രം എന്റെ ഇൻസ്റ്റയിൽ വളരെ തുച്ഛമായ പടങ്ങളെ ഞാൻ പോസ്റ്റ് ചെയ്യാറുള്ളൂ. ഇപ്പൊ ഞാനല്ല എന്റെ ഇൻസ്റ്റ യൂസ് ചെയ്യുന്നത് എന്റെ മകളാണ്. എനിക്ക് ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇൻസ്റ്റ തൊട്ട് ഫേസ്ബുക്ക് പോലും ചൊവ്വേന്നേരം ഉപയോഗിക്കാൻ അറിയത്തില്ല. അതാണ് എന്റെ ഒരു മൈനസ് മാർക്ക്. ഇപ്പൊ മകള് ഒരു കസിൻ അനിയനും ഉണ്ടായിരുന്നു, അവരൊക്കെയാണ് ഇത് എന്റെ ഹാൻഡിൽ ചെയ്യുന്നത്. എന്റെ ഇൻസ്റ്റയിൽ കിടക്കുന്ന പാഠങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുക. അതായത് ഇൻസ്റ്റാ അക്കൗണ്ട് ഞങ്ങൾക്ക് ഒന്ന് തരാമോ? എന്റെ ഇൻസ്റ്റാഗ്രാം മഹേഷ് ആമ്പേലിൽ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ കൂടുതൽ വൈറ്റ് ഫ്രെയിംസിനാണ് കൂടുതൽ വാല്യൂ കൊടുക്കുന്നത് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ. അതെന്താ വെച്ചാൽ എനിക്ക് എന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. എനിക്ക് ആ നേച്ചറിൽ നടക്കുന്ന സബ്ജക്റ്റ് ആ ടൈറ്റ് ഒരു ആന അല്ല പോത്ത്, ആ പോത്തിനെ മാത്രമായിട്ട് ഞാൻ ഒരിക്കലും എടുത്തു വെക്കാറില്ല. ഞാൻ ആ വൈഡ് ബാക്ക്ഗ്രൗണ്ട് ഇതിനൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് പ്രാധാന്യം കൊടുത്തിട്ട് ഞാൻ ഫോട്ടോഗ്രാഫി ചെയ്യാറുള്ളൂ. എന്റെ ഇൻസ്റ്റയിൽ കിടക്കുന്ന ഒരൊറ്റ പിക്സ് പോലും ഞാൻ ക്രോപ്പ് ചെയ്തിട്ടില്ല. ഞാൻ പടം ക്രോപ്പ് ചെയ്ത് പോസ്റ്റ് ചെയ്യാറില്ല. ഞാൻ എടുക്കുന്ന കൃത്യമായ പോസ്റ്റ് തന്നെയാണ് ഞാൻ അതിനകത്ത് പോസ്റ്റ് ചെയ്യാറുള്ളത്. പിന്നെ ഇനി എനിക്ക് സിമ്പിളായിട്ടുള്ള 1-2 കാര്യങ്ങൾ ബിഗിനേഴ്സിന്റെ അടുത്ത് പറഞ്ഞു തരാനുള്ളത്, കാട്ടിൽ പോകുമ്പോൾ നമ്മൾ കുറച്ച് പാലിക്കേണ്ട ചിട്ടകളുണ്ട്. ഫോട്ടോഗ്രാഫിക്ക് അപ്പുറം നമ്മൾ കാട് കാണാൻ കയറുകയാണ്, ക്യാമറ സൈഡിൽ സെക്കൻഡറി ആയിട്ട് നമ്മൾ കൂട്ടിയാൽ മതി. കാട് കാണാൻ പോകുമ്പോൾ നമ്മളെ ക്യാരക്ടർ വൈസ് നമ്മൾ കുറച്ച് സൈലന്റ് ആയിരിക്കുക. കൂടെ ഉള്ളവർ കഴിയുന്നതും 1, 2 അല്ലെ 3 പേര് കൂടുതൽ കാട് ട്രക്കിങ്ങിന് പോകാൻ പാടില്ല. മാക്സിമം മെമ്പേഴ്സ് കുറച്ച് പോവുക. നമുക്കൊരു ഗൈഡ് കാണുമായിരിക്കും, അല്ലെ നമ്മളൊരു വാച്ചർ ഉണ്ടാവും, അല്ല നമ്മളിപ്പോൾ കഴിയുന്ന കാട്ടിലോട്ട് നടന്നു പോയി ചിത്രം പകർത്തുവാണെങ്കിൽ 2 പേരല്ലേ 3 പേര് കൂടുതൽ പോവാതിരിക്കുന്നതായിരിക്കും നമുക്ക് ഫോട്ടോഗ്രാഫ്സ് കിട്ടാനും അവരുടെ ഹാബിറ്റേറ്റിന് ബുദ്ധിമുട്ടുണ്ടാക്കുക ചിത്രം പകർത്താനും നമുക്ക് കഴിയത്തുള്ളൂ. നമ്മൾ പാലിക്കേണ്ട കാര്യം, നമ്മൾ നടക്കുമ്പോൾ തന്നെ നമ്മളെ സ്റ്റെപ്സ് വളരെ സൗണ്ട് ഉണ്ടാക്കാതെ വളരെ മൈന്യൂട്ടായിട്ടുള്ള രീതിയിൽ പോകാൻ ബിഹേവിങ് ശ്രമിക്കുക. പിന്നെ പറഞ്ഞു തരാനുള്ള വേറെ കാര്യം എന്ന് പറയാം, പൗഡർ, സോപ്പ്, സ്പ്രേ ഐറ്റംസ് ഒന്നും യൂസ് ചെയ്ത് കാട്ടിൽ പോകരുത്. പിന്നുള്ള അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഡ്രസ് കോഡ് ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാമഫ്ലാഷ് അല്ലെ ഒരു വലിയ ഗ്രീനിഷ് ഷെയ്ഡ് ആ മോഡൽ ഡ്രസ്സുകൾ ഉപയോഗിക്കുക. ക്യാപ്പ് കമ്പൽസറി ആയിട്ട് യൂസ് ചെയ്യുക. ക്യാമഫ്ലാഷ് ക്യാപ്പുകൾ ഉപയോഗിക്കുക. കാര്യം ആ ക്യാപ്പ് ഉപയോഗിച്ചതിൻ്റെയൊക്കെ എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് ഗുണമുണ്ടായിട്ടുണ്ട്. ഗുണമുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വെള്ളിമല എന്ന് പറയുന്ന സ്പോട്ടുണ്ട്, പെരിയാർ ടൈഗർ റിസർവിന്റെ ഉള്ളിലാണ്. അതിന്റെ അപ്പുറത്തെ സൈഡ് തമിഴ്നാടാണ്. വെള്ളിമലയിൽ എനിക്ക് ടൈഗറിന്റെ സെൻസസുമായിട്ട് ബന്ധപ്പെട്ട് വർക്കിംഗ് കഴിഞ്ഞിട്ട് എൻ്റെ ഫീൽഡ് കഴിഞ്ഞ് ഞാൻ ഏതാണ്ട് ഒരു ഈവനിങ് 4 o'clock എൻ്റെ ക്യാമ്പ് ഷെഡിന്റെ വെളിയിൽ ഞാൻ വന്നിരിക്കുകയായിരുന്നു. ഇരിക്കുന്ന സമയത്ത് എൻ്റെ ക്യാംപ്ലാഷ് ഡ്രസ് കോഡായിരുന്നു. എനിക്ക് ക്യാപ്പ് ഉണ്ടായിരുന്നു. എൻ്റെ ക്യാപ്പ് ഞാൻ തല തിരിച്ച് ബാക്കിലോട്ട് കമത്തി വെക്കുന്നത്. എൻ്റെ തൊട്ട് ബാക്കിൽ ഏതാണ്ട് ഓൾമോസ്റ്റ് എൻ്റെ ഒരു 5 meters ഡിസ്റ്റൻസ് എൻ്റെ ഒരു ലെപ്പേർഡ് എൻ്റെ ബാക്കിൽ വന്നിരിപ്പുണ്ടായിരുന്നു. ലെപ്പേർഡ് എന്നെ ചാർജ് ചെയ്തില്ല. അതിന് റീസൺ എന്താണെന്ന് വെച്ചാൽ ലെപ്പേർഡിന് ഇത് എന്തുവെന്ന് മനസ്സിലായില്ല സബ്ജക്റ്റ്. ഇൻ കേസ് നമ്മൾ വേറെ ഡ്രസ് കോഡിലായിരുന്നു ഇരുന്നെങ്കിൽ അന്ന് അവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടാവാൻ സാധ്യത ഒരുപാട് ഹൈ ആയിരുന്നു. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഉണ്ടായി, എന്നെ നേരെ ചാർജ് ചെയ്തു, എൻ്റെ വാച്ചർ കണ്ടു, ഞാൻ ഒഴിഞ്ഞു മാറി. അവിടെ ഞങ്ങൾ പിന്നെ തിരിച്ച് ലെപ്പേർഡ് ഞങ്ങൾ ഓടിക്കുന്ന ഒരു സ്റ്റേജ് ഒക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ വൈൽഡ് ലൈഫിന് പോകുമ്പോൾ തലയിൽ തൊപ്പി വെച്ചില്ലെങ്കിൽ കാട്ടിലൊരു ചെറിയ കറുത്ത ഈച്ചകളുടെ ഒരു ഇതുണ്ട്. അവസാനം വന്ന് തലയിൽ വന്നിട്ട് ഒന്നിച്ച് ഒരു എന്താ പറയാ അങ്ങനത്തെ ഒരു അനുഭവം എനിക്ക് പണ്ട് ഉണ്ടായിട്ടുണ്ട്. അതാണ് കമ്പൽസറി ആയിട്ട് ക്യാപ്പ് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ലീച്ച് ഷോക്സ് മസ്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുക. കാര്യം ലീച്ച് കൂടുതലാണ് ഈ റെയിൻ എവർഗ്രീൻ. ഞാൻ എന്റെ വർക്ക് എന്ന് പറയുന്നത് കൂടുതൽ അമേബിയൻസിനകത്താണ് വർക്ക് ചെയ്യുന്നത്. തവളെ കുറിച്ച് റിസർച്ച് ചെയ്യുന്ന സ്റ്റുഡൻസിന്
ഇവരെ ഫീൽഡിൽ കൊണ്ടുപോകുന്നുള്ള ജോലിയാണ് എൻ്റെത്. ഫോറസ്റ്റായിട്ട് ബേസ് ചെയ്തിട്ടുണ്ട്. അത് കൊല്ലത്ത് കേരളത്തില് പാമ്പാടിയിലെ ടാക്സ് നമ്പർ ഓഫ് ഫേം ഉണ്ട്. ഈ ഫേമിലെ റിസർച്ച് പേഴ്സൺസിന് വേണ്ടിയുള്ള ഫോറസ്റ്റിന്റെ ഉള്ളിൽ, അതായത് അമീബിയൻസിന്റെ, അത് കേരള, കർണാടക, തമിഴ്നാട് ബേസ് ചെയ്തുകൊണ്ട് എല്ലാ ഡെസ്റ്റിനേഷനിലും ഇവരെ ഈ ഫീൽഡിൽ കൊണ്ടുപോകുന്ന ഡ്യൂട്ടി എനിക്കാണ്. അതിന് ആ ഡ്യൂട്ടിക്ക് കാരണം എന്ന് വെച്ചാൽ, ഞങ്ങളെ ഡ്യൂട്ടി ആ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന തവളയുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് നമ്മൾ ഈവനിങ് 5 to ഒരു സമയം ഓക്കെ, നോ പ്രോബ്ലം. 5 to 10 o'clock ആണ്. കാര്യം തവള 5 മണി തൊട്ടാണ് തവളയുടെ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ കോള് കണ്ടിട്ടാണ് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നത്. 10 മണി കഴിയുമ്പോഴത്തേക്ക് തവള എല്ലാം ഉറങ്ങി തുടങ്ങുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് ഇതിനെ ട്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എപ്പോഴും ഫീൽഡ് 5 to 10 ആണ്. ഹലോ, ഓക്കെ മഹേഷ്, അപ്പോൾ നമ്മുടെ സമയം മഹേഷിന് വളരെ അനുഭവ സമ്പത്തുണ്ട്. സൂമിലിരിക്കുന്ന മടി മാറ്റിയെടുക്കാൻ ഞങ്ങൾക്ക് കഴിയും. ഇനിയും ഞങ്ങളോട് സഹകരിക്കുക. നന്നായിരുന്നു അനുഭവങ്ങൾ. അടുത്തതായി മൂന്നാമത്തെ വിധികർത്താവായി നമുക്ക് ഇന്ന് എത്തിയിട്ടുള്ളത് ഒമാൻ ബേസ് ചെയ്ത ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് മാനേജർ ശ്രീ അബ്ദുൾ അസീസ് ആണ്. അബ്ദുൾ അസീസ് ഫോട്ടോഗ്രാഫി എന്ന കലയെ തീക്ഷ്ണമായി സ്നേഹിക്കുകയും കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ഒരു നല്ല മെന്ററും നല്ല ഒരു ട്രെയിനറും അതിനേക്കാൾ ഉപരി ഇന്റർനാഷണൽ ലെവലിൽ പ്രവർത്തിക്കുന്ന നമ്മുടെയൊക്കെ ഒരു അടുത്ത സുഹൃത്തും നമ്മുടെയൊക്കെ ഒരു മെന്ററുമാണ്. അബ്ദുൾ അസീസിന് ഇന്ന് അദ്ദേഹം ഇവിടെ സംസാരിക്കുന്ന വിഷയം ഫോട്ടോഗ്രാഫിയിൽ അനേകം ഡിപ്പാർട്ടുകൾ ഉണ്ടെങ്കിലും അതിൽ ഇന്ന് അസ്ട്രോ ഫോട്ടോഗ്രാഫിയെ കുറിച്ചാണ് ഇന്ന് ഇവിടെ സംസാരിക്കുന്നത്. അതിലേക്ക് അദ്ദേഹത്തെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അബ്ദുൾ അസീസ്, ഓവർ ടു യു. Yes, sir. എല്ലാവർക്കും സ്വാഗതം. വേൾഡ് മലയാളി കൗൺസിലിന് ഈ അവസരം തന്നതിന് അവരോട് ഞാൻ നന്ദി പറയാണ്. സുനിലേട്ടനോടും പ്രബിയോടും മറ്റ് വിശിഷ്ട വ്യക്തികളോടും. എൻ്റെ മുമ്പേ സംസാരിച്ച സുനിലേട്ടൻ ഞാൻ പറയണ കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. നമ്മുടെ അഡ്മിൻ നമ്മുടെ ഇതിൽ കളിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു സൂമില്. പ്രഭി, there is some problem in there. ചെക്ക് ചെയ്യാം ഒരു മിനിറ്റ്. പ്രഭി, കണ്ടിന്യൂ. പവർ പോയിന്റ് സ്ക്രീൻ ഷെയറിംഗ് ഇല്ലല്ലോ, ഇപ്പൊ ഉണ്ടോ? കാണുന്നുണ്ടോ? ഷെയറിംഗ് കാണുന്നുണ്ട്. ഓക്കെ. അപ്പോ എന്നെ ഏൽപ്പിച്ച സബ്ജക്റ്റ് പിന്നെ ഇൻട്രൊഡക്ഷൻ ടു അസ്ട്രോ ഫോട്ടോഗ്രാഫിയാണ്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് അസ്ട്രോ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഡീപ്പായിട്ട് വളരെ ആഴത്തിലുള്ള ഒരു മേഖലയാണ്. അപ്പോൾ അതിന് പല പല സാധ്യതകളും പല സാങ്കേതികതകളും ആവശ്യമുള്ള ഒരു വലിയ മേഖലയാണ്. എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ വെദർ ഐ ഷുഡ് ടോക്ക് ടു യു ഇൻ ഇംഗ്ലീഷ് ഓർ മലയാളം, ബിക്കോസ് ഐ ഡോണ്ട് നോ വാട്ട് ഈസ് മൈ ഓഡിയൻസ്, ബട്ട് ഐ ബിലീവ് മോസ്റ്റ് ഓഫ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് മലയാളം. അല്ലേ സുനിലേട്ടാ, എന്തെങ്കിലും ഉണ്ടോ? ഇത് വേൾഡ് മലയാളി അസോസിയേഷൻ ആണ്. അപ്പൊ ഇതിലുള്ള 100% ആൾക്കാരും മലയാളികളാണ്. ഓക്കെ. അപ്പൊ സന്തോഷം. അപ്പോൾ അസ്ട്രോ ഫോട്ടോഗ്രാഫിയാണ്. അസ്ട്രോ ഫോട്ടോഗ്രാഫി എന്ന് പറയാൻ അത് വലിയൊരു മേഖലയാണ്, നിങ്ങൾക്ക് അറിയണ പോലെ. അപ്പോൾ അതിന് ഞാനിന്ന് ഉദ്ദേശിക്കുന്നത്, ഞാൻ പ്രബിയോട് പറഞ്ഞു അതിനാണ് ഇൻട്രഡക്ഷൻ ടു അസ്ട്രോ ഫോട്ടോഗ്രാഫി എന്നുള്ള രീതിയിലാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്നെപ്പറ്റി ഞാനൊരു ചെറിയ ഐഡിയ തരാം. ഞാൻ ഇവിടെ ഒമാനിൽ ഐ എം വർക്കിംഗ് ആസ് എ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് മാനേജർ ഫോർ എ കമ്പനി കോൾഡ് MHD, മോഹ്സിൻ ഹൈദർ ദർവിഷ്. അപ്പോൾ കഴിഞ്ഞ 17 കൊല്ലമായിട്ട് ഞാൻ ഇവിടെ ഒമാനിലുണ്ട്. These are some of my images just to show you, and this is my Facebook ID, and as well as my Insta handle, so you may follow me, or you can look at some of my pictures, and you can send me your comments, and you can share whatever you like. And these are some of the other images.
അപ്പോൾ എൻ്റെ ഫോട്ടോഗ്രാഫി ലൈഫ് എന്ന് പറയുന്നത് ഞാൻ ഐ എം എ വെരി പാഷനേറ്റ് ഫോട്ടോഗ്രാഫർ. ഐ സ്റ്റാർട്ടഡ് വിത്ത് കാനൺ ആണ് ഞാൻ തുടങ്ങിയത്. കാനൺ 700D എന്നുള്ളൊരു ബേസിക് ക്യാമറ എൻ്റെ വൈഫ് എനിക്കൊരു ഗിഫ്റ്റായിട്ട് തന്നു. അതിനുശേഷമാണ് ഞാൻ അന്ന് അവളോട് ഞാൻ ചോദിച്ചു എന്തിന് എത്രയൊക്കെ കാശ് ചിലവാക്കി ക്യാമറ മേടിച്ചതെന്ന്. കാരണം അന്നും അതിലും കുറഞ്ഞ ക്യാമറ കിട്ടുമായിരുന്നു. പക്ഷേ വിത്തിൻ നോ ടൈം ബൈ മാർച്ച് ആയപ്പോഴേക്കും ഞാൻ 70 ആക്കി മാറ്റി. ബൈ ജൂൺ ജൂലൈ ആകുമ്പോഴേക്കും ഞാൻ 5D Mark III ആക്കി മാറ്റി. കാരണം അത്തരം ഒരു ആവേശം എനിക്ക് കിട്ടി എന്നുള്ളതാണ്. കാരണം അതിന് ഞാൻ സ്പെഷ്യലി ഐ എം താങ്ക്ഫുൾ ടു ആൻ ഓർഗനൈസേഷൻ കോൾഡ് FSO, ഫ്രൈഡേ ഷൂട്ട് ഔട്ട് മസ്കറ്റ്. അപ്പൊ അതിൽ ഒരുപാട് സീനിയേഴ്സ്, ഇപ്പൊ സെന്റ് ജോയ്സ് ആൻഡ് ഗുപ്തയെ പോലുള്ള ഒരുപാട് ആൾക്കാർ അന്ന് അതിലുണ്ടായിരുന്നു. അവരൊക്കെയാണ് എന്നെ എൻകറേജ് ചെയ്തതും അതിൽ തന്നെ എനിക്ക് ഒരുപാട് മുന്നോട്ട് പോകാനും കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഈ കാണുന്നതിലുള്ള ഫസ്റ്റ് ഇമേജ് നാഷണൽ ജിയോഗ്രാഫിക് പബ്ലിഷ് ചെയ്ത എൻ്റെ ഒരു ഇമേജ് ആണ്. അതോടുകൂടി നമുക്ക് ഫോട്ടോഗ്രാഫി കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് എടുക്കണം എന്നുള്ള ഒരു തോന്നലും, അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ഒരു ദിവസം 2 മണിക്കൂർ 3 മണിക്കൂർ ഫോട്ടോഗ്രാഫിയെ കുറിച്ച് പലതും വായിക്കാനും പഠിക്കാനും ഞാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു, ഇപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ദീസ് ആർ സം ഓഫ് മൈ ഇമേജസ് വാട്ട് ലിസ്റ്റഡ് ഇൻ സം ഓഫ് ദ മേജർ വെബ്സൈറ്റിലും മറ്റതിലൊക്കെ ലിസ്റ്റ് ചെയ്ത കുറച്ച് ഫോട്ടോസാണ് ഈ കാണുന്നതൊക്കെ. അതിൽ ഫസ്റ്റ് ഇമേജ് നാഷണൽ ജിയോഗ്രാഫിക്സിൽ വന്നാണ് 2018 ജനുവരിയിൽ അവർ പബ്ലിഷ് ചെയ്തൊരു ഇമേജാണ്. വേൾഡ് വൈഡ് അതിന് 4ാം സ്ഥാനം ഉണ്ടായിരുന്നു അന്ന്. ഇപ്പോഴും ഒരുപാട് പിന്നെ ഇതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് എന്താണ് ഫയർ വർക്ക്സ് ഇമേജ് എന്ന് പറയുന്ന ഒരുപാട് ലാംഗ്വേജുകളിൽ ഈ ഫോട്ടോയെ കുറിച്ച് നെറ്റിൽ കിടപ്പുണ്ട്. ദീസ് ആർ സം ഓഫ് മൈ അതർ ഇമേജസ്. ജസ്റ്റ് നിങ്ങളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാൻ എല്ലാ മേഖലകളിലും ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഫോട്ടോഗ്രാഫി പഠിക്കാൻ വേണ്ടിയാണ്, ഒരു എക്സ്പെർട്ട് ലെവൽ എന്നുള്ള രീതിയിലല്ല. എല്ലാ രീതിയിലും ഞാൻ എല്ലാ മേഖലകളും, ലാൻഡ്സ്കേപ്പ് ആയാലും സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി ആയാലും ആസ്ട്രോ ഫോട്ടോഗ്രാഫി ആയാലും വൈൽഡ് ലൈഫ് ആയാലും എല്ലാം ഞാൻ ചെയ്യാറുണ്ട്. എന്നെ കൊണ്ട് ഫോട്ടോഗ്രാഫി പഠിക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്. അപ്പോ നമുക്ക് ആസ്ട്രോ ഫോട്ടോഗ്രാഫി എന്താന്ന് നോക്കാം. കാരണം എനിക്ക് ലിമിറ്റ് ചെയ്ത് തന്ന സമയം ആകെ അരമണിക്കൂറാണ്. അപ്പൊ അരമണിക്കൂറിന്റെ ഉള്ളിൽ തീർക്കാനും നിങ്ങളെ കൊണ്ട് നാളെ എന്തെങ്കിലും ഒന്ന് ചെയ്യിപ്പിച്ചെടുക്കാനും കഴിയുക എന്നുള്ളൊരു ബോധ്യത്തോടു കൂടിയാണ് ഞാൻ ശ്രമിക്കുന്നത്. സോ അതിനുവേണ്ടി നിങ്ങൾ പ്രിപ്പയർ ആവുക. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ സ്റ്റാർട്ട് യുവർ ആസ്ട്രോ ഫോട്ടോഗ്രാഫി ബൈ ടുമോറോ ഇറ്റ്സെൽഫ്. സോ നൈറ്റ് സ്കൈ ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഒബ്ജക്ട്സുകളുണ്ട്. ഇപ്പൊ മൂൺ ഉണ്ട്, പ്ലാനറ്റ്സ് ഉണ്ട്, സ്റ്റാർസ്, ഷൂട്ടിംഗ് സ്റ്റാർസ്, മിൽക്കി വേ, ഗാലക്സീസ്, കോൺസ്റ്റലേഷൻ, നെബുലാസ്, അങ്ങനെ ഒരുപാട് ഒബ്ജക്ട്സ്. അപ്പൊ ഞാനിവിടെ കുറച്ച് സാധനങ്ങളെ കുറിച്ച് നിങ്ങളിവിടെ ഇവിടെ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. മൂൺ എന്നൊക്കെ പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സ്റ്റാർസ് ആണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മിൽക്കി വേ ആണ്. അത് കഴിഞ്ഞുള്ള ഒബ്ജക്റ്റ് ഒക്കെ ഒരുപക്ഷെ നമ്മൾ ഡീപ് സ്കൈ ഒബ്ജക്റ്റ് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ അതിനെ കാണുന്നത്. അത് പ്രത്യേകിച്ച് അതിനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നമുക്ക് ട്രാക്കേഴ്സ്, ടെലസ്കോപ്പുകൾ, പ്രത്യേകമായിട്ട് സെറ്റപ്പ് ചെയ്ത ക്യാമറകൾ, അങ്ങനെ കുറെ സാധ്യതകൾ വേണം, വേറെ സാങ്കേതികതകൾ വേണം. എങ്കിലേ അത്തരം ഡീപ് സ്കൈ ഫോട്ടോഗ്രാഫിയിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അതിലൊക്കെ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, ഭയങ്കര ഒരു എന്താ പറയാ സന്തോഷം തരുന്ന ഒരു മേഖലയും കൂടിയാണ്. എല്ലാ ഫോട്ടോഗ്രാഫി അങ്ങനെ തന്നെയാണ്, ബട്ട് എസ്പെഷ്യലി ഈ സെലസ്റ്റിയൽ ഒബ്ജക്ട്സിനെ നേരിട്ട് കാണുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു വല്ലാത്തൊരു ഒരു സുഖം, ഒരു എന്താ പറയാ എന്തോ ഒരു ഹെവൻലി സൗന്ദര്യമുള്ള ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ നമ്മൾ സംസാരിക്കുന്നത് ഇപ്പൊ 2 കാര്യത്തെ കുറിച്ചാണ്. ഒന്ന് നമ്മൾ മിൽക്കി വേ എങ്ങനെ ഷൂട്ട് ചെയ്യുക എന്നുള്ളതും, ഒന്നും സ്റ്റാർസിനെ എങ്ങനെ ഷൂട്ട് ചെയ്യുക എന്നുള്ളതും. അങ്ങനെ ആ സ്റ്റാറിനെ ഷൂട്ട് ചെയ്തത് വെച്ച് നമ്മൾ എങ്ങനെ അതൊരു സ്റ്റാർ ട്രെയിൽ ആക്കി എടുക്കും എന്നുള്ളതും, ഈ 3 കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. മൂണൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ അത്ര പണിയൊന്നുമില്ല, അതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ഒരുപാട് യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണും. പിന്നെ ഡീപ് സ്കൈ ഒബ്ജക്റ്റിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല അതിൽ, അത് നമ്മുടെ സ്കോപ്പിൽ വരാത്തത് കൊണ്ട്. ഓക്കെ, പ്രബി, anybody there? Yes, we are here. Okay. Now, ഇപ്പോ നമ്മള് ഒരു സ്റ്റാർ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ടത് എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടുമുറ്റത്ത് ഇറങ്ങി നിന്ന് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ദ റീസൺ ഈസ് നിങ്ങളുടെ വീട് റിമോട്ട് ഏരിയയിലൊക്കെ ആണെങ്കിൽ ഇറ്റ്സ് ഫൈൻ. അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിൽ മൊത്തം ആൾക്കാർ പലതരം ലൈറ്റുകൾ ഫിറ്റ് ചെയ്ത് ഓൾറെഡി ലൈറ്റ് പൊല്യൂട്ടഡ് ആക്കി കഴിഞ്ഞു. എല്ലാ രീതിയിലും നമ്മൾ ലോകം പൊല്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലൈറ്റ് പൊല്യൂട്ടഡ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും. അപ്പോ നമ്മള് വളരെ ലൈറ്റ് കുറഞ്ഞ ഏരിയയിൽ ചെല്ലുമ്പോഴാണ് നമുക്ക് ഈ സെലസ്റ്റിയൽ ഒബ്ജക്ട്സിനെ വ്യക്തമായിട്ടും ഭംഗിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് നമ്മുടെ സിറ്റിയിൽ ലൈറ്റ് ഇല്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് അവിടെ ഡാർക്ക് ആവും എന്നുള്ളതല്ല, മൊത്തത്തിൽ ലോകത്തിന് മൊത്തം ഒരു ലൈറ്റ് അറോറ തന്നെയുണ്ട്. അപ്പൊ ഇതിനൊക്കെ കടന്നിട്ട് വേണം നമ്മുടെ ക്യാമറയും മറ്റും മുന്നോട്ടേക്ക് പോയിട്ട് വേണം ഈ ഒബ്ജക്റ്റുകളൊക്കെ ട്രാക്ക് ചെയ്യാനും ട്രേസ് ചെയ്തെടുക്കാനും വേണ്ടി.
അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സിറ്റിയിൽ ഒരുപക്ഷെ മിൽക്കി വേ നിങ്ങളുടെ തലേന്റെ മുകളിലുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അതിനെ കാണാൻ പറ്റത്തില്ല. മിൽക്കി വേ നിങ്ങൾ കാണുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈറ്റ് ഇല്ലാത്ത ഏരിയയിൽ, ലൈറ്റ് പൊല്യൂഷൻ കുറഞ്ഞ ഒരു ഏരിയ, കമ്പാരിറ്റീവ്ലി കുറഞ്ഞ ഏരിയ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. ലൈറ്റ് പൊല്യൂഷൻ ഇല്ലാത്ത ഏരിയ എന്നൊന്നും ഇല്ല ലോകത്തിപ്പോൾ, അതൊക്കെ കഴിഞ്ഞുപോയി. ലൈറ്റ് പൊല്യൂഷൻ എല്ലായിടത്തും ഉണ്ട്. ഇപ്പൊ കമ്പാരിറ്റീവ്ലി ലൈറ്റ് പൊല്യൂഷൻ കുറഞ്ഞ ഏരിയ അങ്ങനെ കണ്ടുപിടിക്കുന്നത് ലൈറ്റ് പൊല്യൂഷൻ map.info എന്നുള്ളൊരു സൈറ്റാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഐ ഹോപ്പ് എവരിബഡി ക്യാൻ സീ ദിസ്, റൈറ്റ്? യെസ്. ഓക്കെ. അപ്പൊ ഇതില് പല കളറില് ലോകത്തിന് മാപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ഡാർക്ക് ആയിട്ട് വരുന്ന ഏരിയാസ് ആണ് പിന്നെ ബ്ലൂല് ഒക്കെ കാണിച്ചിരിക്കുന്നത്. അത്തരം ഏരിയാസ് പ്രത്യേകിച്ച് യൂറോപ്പിലും അവിടെ ഇവിടെയൊക്കെ വളരെ കുറവാണ്. കമ്പാരിറ്റീവ്ലി ഒമാൻ ആ കാര്യത്തിൽ ഇച്ചിരി ബെറ്റർ ആണ് എന്ന് എനിക്ക് തോന്നുന്നു. എങ്കിലും നമുക്കും ഇവിടെ ഒരുപാട് പിന്നെ ഇത്തരം പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ലൈറ്റ് ഇല്ലാത്ത ഏരിയ അന്വേഷിച്ച് ഞങ്ങൾ 350-400 കിലോമീറ്റർ ഒക്കെ ഡ്രൈവ് ചെയ്ത് പോകാറുണ്ട് പലപ്പോഴും. എങ്കിലേ നമ്മൾ വിചാരിച്ച രീതിയിൽ കാണാൻ പറ്റുള്ളൂ. ചില ഏരിയയിലൊക്കെ ഞാൻ നേക്കഡ് ആയതുകൊണ്ട് മിൽക്കി വേ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ സ്റ്റാർസിനെ കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ലെറ്റ്സ് സീ ഹൗ വി ക്യാൻ ഷൂട്ട് സ്റ്റാർസ് ആൻഡ് ഹൗ വി ക്യാൻ ക്രിയേറ്റ് ഓർ മേക്ക് ദാറ്റ് ഇൻ ടു ആസ്ട്രോ ഫോട്ടോഗ്രാഫി. ഇതാണ് ഒരു ബേസിക് ഇതിൽ വരുന്നത്. സ്റ്റാർസ്, ഈ പടം നിങ്ങൾ കണ്ടോ? ഇതില് ഒരുപാട് സ്റ്റാർസ് നിങ്ങൾ കാണാൻ പറ്റും. ഇത് അത്ര ഹൈലി പിന്നെ കുറച്ച് ലൈറ്റ് പൊല്യൂട്ടഡ് ഏരിയ ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്റ്റാർസ് അധികം കാണാൻ പറ്റത്തില്ല. ബട്ട് ഞാൻ ആസ് എൻ എക്സാമ്പിൾ ഞാൻ ഇത് ഇവിടെ കാണിക്കുകയാണ്. അപ്പോൾ ഇതേ സമയത്ത് നിങ്ങൾ കുറേയും കൂടെ ആഴത്തിലുള്ള സ്ഥലത്ത് പോകണം. ഇപ്പൊ ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാം മലയുടെ മുകളിൽ തന്നെ, അല്ലെങ്കിൽ ചെറിയ കുന്നിന്റെ മുകളിൽ ചെറിയ ലൈറ്റ് ട്രെയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഓൾറെഡി ഇറ്റ് ഇസ് ലിറ്റ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഏരിയ ആണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ അധികം സ്റ്റാർസിനെ കാണാൻ പറ്റത്തില്ല. പക്ഷേ ചില ഇതിലും കുറച്ചും കൂടെ ഡീപ്പായിട്ടുള്ള ഏരിയ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടമാനം സ്റ്റാർസ് കാണാൻ പറ്റും. അപ്പോൾ ഈ ബേസിക്കലി നമ്മൾ ക്യാമറ സെറ്റപ്പ് ചെയ്ത് സ്റ്റാറിനെ ഷൂട്ട് ചെയ്യാണ്. സ്റ്റാറിനെ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, സ്റ്റാർസ് ദേ ആർ മൂവിങ് അവേ ഫ്രം അസ്, അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ആ പെർട്ടിക്കുലർ സെറ്റിംഗ് അല്ലെങ്കിൽ എന്ത് പറ്റും, സ്റ്റാർ ഒരു ഇൻസ്റ്റെഡ് ഓഫ് എ ഡോട്ട് ഇറ്റ് വിൽ ബിക്കം എ സ്ട്രീക്ക്, ഒരു ചെറിയ ലൈൻ പോലെ ആയിട്ട് മാറും. അപ്പൊ അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പഠിക്കണം. ഓക്കെ, അപ്പൊ അത്തരം കുറച്ച് ബേസിക് കാര്യങ്ങളാണ് ഞാൻ അവിടെ സംസാരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു പടം കാണാം, കണ്ടില്ലേ? ഈ പടം നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്ന ഒരു ബേസിക് സെറ്റിംഗ് വെച്ചാണ്. അപ്പൊ അത്തരം ഒരു സെറ്റിങ്ങിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. ഓക്കെ, നമുക്ക് ഈ ആസ്ട്രോ ഫോട്ടോഗ്രാഫി സ്റ്റാർട്ട് ചെയ്യാൻ ഞാനിപ്പോൾ നിങ്ങളൊക്കെ എൻകറേജ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ്. ഒരുപാട് സ്പെഷ്യാലിറ്റി എക്യുപ്മെന്റ്സും അതും ഇതൊക്കെ നമ്മൾ വളരെ ഡീപ്പായിട്ട് ആസ്ട്രോ ഫോട്ടോഗ്രാഫിയിലേക്ക് പോകുമ്പോൾ വേണം. ബട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് അതൊന്നും വേണ്ട. എനി ക്യാമറ വിത്ത് മാനുവൽ മോഡിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏത് ക്യാമറയും നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് വേണ്ടത് വളരെ സ്റ്റേഡി ആയിട്ടുള്ള ഒരു ട്രൈപോഡാണ്. ഇപ്പൊ വളരെ ചീപ്പായിട്ടുള്ള ട്രൈപോഡുകൾ ഒരുപാടുണ്ട്. ആ സാധനം കിടന്ന് വിറയ്ക്കും. അത്തരം ട്രൈപോഡുകൾ മേടിക്കരുത്. കാരണം നമ്മൾ വളരെ ദീർഘനേരം ചിലപ്പോൾ നമുക്ക് ക്യാമറ തുറന്നു വെക്കേണ്ടി വരും. ആ തുറന്നു വെക്കുന്നതിന്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ഒരു ചെറിയ ഷേക്ക് വന്നാൽ എൻറ്റയർ ഇമേജ് ഇസ് ഗോൺ. ഓക്കെ, സോ യു ആർ നോട്ട് സപ്പോസ് ടു യൂസ് സച്ച് കൈൻഡ് ഓഫ് ട്രൈപോഡ്സ്. അപ്പോൾ കുറച്ചൊരു സ്റ്റഡി ആയിട്ടുള്ള ട്രൈപോഡ് നമുക്ക് ഉണ്ടാവുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. കാറ്റുള്ള സ്ഥലത്തായിരിക്കും ചിലപ്പോൾ നിങ്ങൾ പോകുന്നത്, തണുപ്പുള്ള സ്ഥലത്തായിരിക്കും നിങ്ങൾ പോകുന്നത്. അങ്ങനെ ഒരുപാട് എന്താ പറയാ, ഇറ്റ്സ് നോട്ട് ദാറ്റ് യു ആർ സിറ്റിംഗ് ഇൻസൈഡ് യുവർ ഹോം ആൻഡ് ഡൂയിങ് ദിസ്, യു ആർ ഗോയിങ് ഔട്ട് അല്ലേ. അപ്പോ അവിടുത്തെ കാലാവസ്ഥയെ അതിജീവിക്കുന്ന രീതിയിലുള്ള ഒരു ഹെവി ട്രൈപോഡ് ആവശ്യമാണ്. പിന്നെ ലെൻസ് എന്ന് പറഞ്ഞാൽ എനി ലെൻസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ബട്ട് എ ഫാസ്റ്റ് വൈഡ് ആംഗിൾ ലെൻസ് ഇസ് ഗുഡ്. ഓക്കെ, ഫാസ്റ്റ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പറേച്ചർ വളരെ കുറഞ്ഞ, അല്ലെങ്കിൽ അപ്പറേച്ചർ വളരെ എന്താ പറയുക 1.8 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ ഒരു മിനിമം ഒരു 2.8 4 ഉള്ളിൽ വരുന്ന ലെൻസ് ആണെങ്കിൽ ദാറ്റ് ഇസ് ഗുഡ്. ബട്ട് അതില്ലെങ്കിൽ വിഷമമൊന്നുമില്ല, നമുക്ക് അതിനെ മാനേജ് ചെയ്യാവുന്ന കേസേ ഉള്ളൂ. നമ്മുടെ ആദ്യത്തെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു ഹൈ ക്ലാസ് ഇമേജ് കിട്ടുക എന്നുള്ളതല്ല. ആസ് എ ബേസിക് ഇൻട്രൊഡക്ഷൻ നിങ്ങൾ പുറത്തിറങ്ങി ഇമേജുകൾ കൊണ്ടുവരിക. ഈ ഇമേജുകൾ കൊണ്ടുവന്നതിന് ശേഷമാണ് നമ്മൾ അതിനെ ഫൈൻ ട്യൂൺ ചെയ്ത് നല്ല രീതിയിൽ നല്ല രീതിയിലുള്ള ഇമേജ് ആക്കാൻ വേണ്ടി മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഫസ്റ്റ് ചെയ്യേണ്ടത് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്യാമറ ഒരു സ്റ്റഡി ട്രൈപോഡിൽ വെച്ചിട്ട് നമ്മളൊരു ഷട്ടർ സ്പീഡ് 30 സെക്കൻഡ് അപ്രോക്സിമേറ്റ്ലി വെക്കുക. ISO ഒരു 400 to 800. ഇറ്റ്സ് എ ട്രയൽ ആൻഡ് എറർ ബേസിസ്. അത് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഒരു ഷോട്ട് എടുത്ത് നോക്കുക, ഇല്ലെങ്കിൽ അടുത്ത ഷോട്ട് എടുത്ത് വീണ്ടും ഇച്ചിരി ഇൻക്രീസ് ചെയ്ത് നോക്കുക.
ഇങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം until you get a satisfactory result. അപ്പോൾ അതാണ് നമ്മൾ ഇതിൽ ചെയ്യേണ്ടത്. കാരണം ലൈറ്റ് സിറ്റുവേഷൻ പല സ്ഥലത്തും പലതായിരിക്കും എന്നുള്ളത് കൊണ്ടാണ്. അപ്പർച്ചർ ഏതിൽ സെറ്റ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷൂട്ട് ഇറ്റ് വൈഡ് ഓപ്പൺ. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ലെൻസിന്റെ അപ്പർച്ചർ എത്രയാണ്, 1.8 2 അല്ലെങ്കിൽ 2.8 ആണോ അല്ലെങ്കിൽ 4 ആണോ എന്ന് കൂട്ടുകയെങ്കിൽ അതിൽ ഏറ്റവും നിങ്ങൾക്ക് കിട്ടാവുന്ന വലിയ അപ്പർച്ചർ വെക്കുക. വലിയ അപ്പർച്ചർ ഞാൻ ഉദ്ദേശിക്കുന്നത് 22 അല്ല കേട്ടോ, അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള വലുത്, അതായത് ഏറ്റവും ചെറിയ നമ്പർ. ഓക്കെ, ഏറ്റവും ചെറിയ നമ്പർ അതാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ട അപ്പർച്ചർ. അപ്പൊ അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഫാസ്റ്റ് ലെൻസ് ഇല്ല എന്നുള്ള ടെൻഷൻ ഒന്നും വേണ്ട. യു സ്റ്റാർട്ട് ഇറ്റ് ആൻഡ് ട്രൈ ടു ഗെറ്റ് സം ഇമേജസ്, then you see how you can fine tune that at a later stage. എന്തായാലും തുടക്കം ഉണ്ടാവുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഈ ഒരു ബേസിക് സിറ്റുവേഷനിൽ ഷട്ടർ സ്പീഡ് ഞാൻ പറഞ്ഞ ഒരു 30 സെക്കൻഡ് വയ്ക്കുക. ISO 400 to 800 up to 1600 അങ്ങനെ പോവാം. കുറച്ച് നോയ്സും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക്, അതൊക്കെ ഇതിലൊക്കെ വരുന്ന സ്വാഭാവികമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാതിരിക്കുമ്പോഴാണ് നമ്മൾ ഹയർ എൻഡ് ക്യാമറയും ലെൻസൊക്കെ തേടി പോകേണ്ട ആവശ്യമുള്ളൂ. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദിസ് സെറ്റിംഗ്. ഓക്കെ, നൗ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന ഇമേജുകൾ നമ്മളിപ്പോൾ സപ്പോസ് ഇങ്ങനെ ഒരു ഇമേജ് എടുത്തു, ഇങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, ഈ രീതിയിൽ ഒരു ഇമേജ് എടുത്തു. ഈ ഒരു ഇമേജിൽ നമുക്ക് കുറച്ച് സ്റ്റാർസിനെ കാണാൻ പറ്റും, നമുക്ക് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അതിന്റെ കളേഴ്സും കാര്യങ്ങളൊക്കെ ഭംഗിയാക്കി ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലത്തെ കുറെ ഇമേജുകൾ ഷൂട്ട് ചെയ്യുക. 60 ഒരു 90, ഓക്കെ, അല്ലെങ്കിൽ ഒരു 150 അല്ലെങ്കിൽ ഒരു 300 അല്ലെങ്കിൽ അതിൽ കൂടുതലോ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാം. ബട്ട് സ്റ്റാർട്ട് വിത്ത് സം 60 to 90 ഇമേജസ്. ഇതേമാതിരി ഒരെണ്ണം എടുത്തു, അത് കഴിഞ്ഞ് ഒരു 1, 2, 3 സെക്കൻഡ് ഗ്യാപ്പ് കൊടുത്ത് അടുത്ത് ഷൂട്ട് ചെയ്തു. സെയിം സെറ്റിങ്ങിൽ ക്യാമറ അനങ്ങാതെ സെയിം ആയിട്ട്. അപ്പോൾ ഇന്റർവിലോമീറ്റർ അങ്ങനെ ഒരുപാട് സാധ്യതകളെ കുറിച്ചൊന്നും ഞാൻ പറയണില്ല. നിങ്ങൾ ഓരോന്ന് ഷൂട്ട് ചെയ്യുക, ക്യാമറയുടെ ഓട്ടോ മോഡിലിട്ട് ക്യാമറ ഇളകാത്ത രീതിയിൽ ഷൂട്ട് ചെയ്യുക. ഇന്റർവിലോമീറ്റർ ഉള്ള ആൾക്കാരാണെങ്കിൽ വെരി ഗുഡ്. ഇന്റർവിലോമീറ്ററിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ക്യാമറ ഒരു 3 മിനിറ്റ് ഗ്യാപ്പിലും അല്ലെങ്കിൽ 3 സെക്കൻഡ് 4 സെക്കൻഡ് 5 സെക്കൻഡ് ഗ്യാപ്പിലും ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. സെയിം സെറ്റിങ്ങിൽ ബാറ്ററി തീരുന്നവരെ ഷൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് ചെയ്യാം. അങ്ങനെ ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് ഒരു കളക്ഷൻ ഓഫ് സ്റ്റാർസ്, ഇപ്പോൾ ഒരു 60 to 90 അല്ലെങ്കിൽ 90 to 150 ഇമേജസ്, 300 അല്ലെങ്കിൽ 400 എത്ര വേണേൽ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാം. എത്രയും നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നോ അത്രയും ഭംഗിയായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെത്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ചെയ്തിരിക്കുന്ന ഈ ഇതിൽ കാണിച്ചിരിക്കുന്ന സ്റ്റാർ സ്റ്റാക്സ് എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ ഡൗൺലോഡ് ചെയ്യുക, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു സംഭവമാണ്. ഇതിൽ കാണുന്ന പോലെ അതിൽ നിങ്ങൾക്ക് വിൻഡോസിനും മാക്കിനും ഉള്ള വേർഷൻസ് കിട്ടും. അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഡൗൺലോഡ് ചെയ്തെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഇതിൻ്റെ ഒരു പ്രോസസ്സ് കാണിക്കാം. നമ്മൾ ചെയ്ത ഇമേജിനെ കണ്ടില്ലേ, ഞാൻ ആ ഷൂട്ട് ചെയ്ത ഇമേജിനെ ഞാൻ എല്ലാം കൂടെ വലിച്ച് ഡ്രോപ്പ് ഇമേജസ് ഹിയർ എന്നുള്ള ഏരിയയിൽ കൊണ്ടിടുകയാണ്. കണ്ട, ഈ ഇമേജസ് ആണ് നമ്മൾ ഓൾറെഡി ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ കുറെ ഡാർക്ക് ഫ്രെയിം കൊണ്ടുവരിക, അങ്ങനെ ഫ്ലാറ്റ് ഫ്രെയിം, അങ്ങനെ കുറെ സാങ്കേതികതകൾ വേറെ ഉണ്ട്. അതൊന്നും നോക്കണ്ട. You just start because you are a beginner. So you don't have to worry about all that things. അപ്പോൾ ഞാൻ അങ്ങനെ ഷൂട്ട് ചെയ്ത ഒരു സാധനമാണ് നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നത്, മറ്റതൊന്നും ഇല്ലാതെ. അപ്പോൾ അത് ഷൂട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്നും ചെയ്യണ്ട, ഒക്കെ നോർമൽ സെറ്റിങ്ങിൽ ഇട്ടിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ അവിടെ പ്രോസസ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇനി നിങ്ങൾ ഈ ഇമേജിൽ ശ്രദ്ധിക്കുക, ഈ ഇമേജിലെ സ്റ്റാർ വ്യത്യാസം വരുന്നത് കണ്ട, കാണുന്നുണ്ടോ പ്രഭി? Can you see that what's happening? ബ്രൈറ്റർ ആയി വരുവാണ്. സ്റ്റാർ എന്നുള്ളത് ഒരു സ്റ്റാറിന്റെ സ്ട്രീക്ക് ആയിട്ട് വരുവാണ്, കണ്ടില്ലേ? Can you see it? So the software is adding the image on the top of other image and making a trail of all these stars. So that's what happening at the moment. Can you see basically that? The stars in the movement alle it's changing its position. Yeah, you can do it in a two different ways. One, you keep your camera open for half an hour. So what happens? അപ്പൊ അങ്ങനെ ഹാഫ് ആൻ അവർ ഓപ്പൺ ചെയ്ത് വെക്കണം. നമുക്ക് ഇന്റർവെലോമീറ്റർ ഒക്കെ വേണം. മോസ്റ്റ് ഓഫ് ദ ക്യാമറാസ് ക്യാൻ ഹാൻഡിൽ ഓൺലി അപ് ടു 30 seconds. അതിന് മേലെ നമുക്ക് ക്യാമറ തുറന്നു വെക്കണമെങ്കിൽ യു നീഡ് ആൻ ഇന്റർവെലോമീറ്റർ. അപ്പൊ എന്ത് പറ്റും, നമ്മുടെ ഭൂമി അനുസരിച്ച് സ്റ്റാർ ഇങ്ങനെ റൗണ്ട് ആയിട്ട് വരും. പക്ഷേ അവിടെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ക്യാമറ നമ്മൾ പിന്നെ സപ്പോസ് ഹാഫ് ആൻ അവറോ അല്ലെ 1 hour ഒക്കെ തുറന്നു വെക്കുമ്പോൾ നമ്മുടെ സെൻസർ ഭയങ്കരമായിട്ട് ഹീറ്റ് ആവും. രണ്ടാമത് ഏതെങ്കിലും ചെറിയൊരു മൊമെന്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം പടം കുളമാവും. മനസ്സിലായില്ലേ? കുളം അൺപാർലമെന്ററി വേർഡാണോ എനിക്കറിയാൻ പാടില്ല, ബട്ട് ഇറ്റ് വിൽ സ്പോയിൽ യു. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ലോങ് ആയിട്ട് വളരെ ദീർഘനേരം നമ്മുടെ ക്യാമറ തുറന്നു വെക്കാത്തത്. എന്തുകൊണ്ടാണ്? ക്യാമറ ഡാമേജ് ചെയ്യുന്ന രീതിയിൽ റിസ്ക് എടുക്കാതെ
നമ്മുടെ പടത്തിന്റെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് മൊത്തം പടങ്ങൾ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്, 100 കണക്കിന് പടങ്ങൾ എടുക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു 60 മുതൽ 90 വരെ പടം വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ ഞാൻ ഈ കാണിക്കുന്നത് ഓൾമോസ്റ്റ് 90 പടങ്ങളുടെ ഒരു സ്റ്റാർട്ട് ട്രെയിലാണ്. അപ്പൊ അധികം പടങ്ങളില്ല അതിൽ. അപ്പൊ ഇത്തരം പടങ്ങൾ നമ്മൾ വെച്ച് ഇത്തരം സോഫ്റ്റ്വെയർ വെച്ച് ബ്ലെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ മൂവ്മെന്റ്സ് കിട്ടുകയാണ്. കണ്ടില്ലേ? ഇവിടെ എന്ത് ഗുണമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇടയിൽ ഏതെങ്കിലും 1-2 ഫ്രെയിം കളഞ്ഞു പോയാൽ, കേടായി പോയാലും നമുക്ക് അതിനെ മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ. അതേ സമയത്ത് നിങ്ങൾ അരമണിക്കൂർ ക്യാമറ തുറന്നു വെക്കുമ്പോൾ, കണ്ടിന്യൂസ് ആയിട്ട് തുറന്നു വെക്കുമ്പോൾ അതിലൊരു ഇമേജ് കേടായാൽ എല്ലാം കേടുവരും. കണ്ടോ? അപ്പോ ഇങ്ങനെ ഒരു സ്റ്റാർ സ്ട്രീക്ക് വരുന്ന കണ്ടോ? എല്ലാവരും കണ്ടില്ലേ? കാണുന്നില്ലേ സുനിലേട്ടാ? കാണുന്നില്ലേ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റാർ ട്രെയിൽ ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഒരു റീക്യാപ്പ്. ഫസ്റ്റ് നമ്മൾ ഒരു നല്ല സ്ഥലം കണ്ടുപിടിക്കുക, ലൈറ്റ് പൊല്യൂഷൻ ഇല്ലാതെ ഒരു ട്രൈപോഡും നിങ്ങളുടെ ക്യാമറയുടെ ഇറങ്ങുക. നമ്മൾ ഇതേമാതിരി ഇൻഡിവിജ്വൽ പടങ്ങള് ഒരു 10-90 അല്ലെങ്കിൽ ഒരു 150 എണ്ണോ നമ്മൾ ഷൂട്ട് ചെയ്യണം. ഓക്കെ, അത് ഷൂട്ട് ചെയ്യുന്നതിന് നമ്മുടെ ബേസിക് സെറ്റിംഗ് നിങ്ങൾ ഒരു 30 സെക്കൻഡ് വെക്കുക. ഒരു 400-800 അല്ലെങ്കിൽ ഒരു 1000-1600 അത് ആദ്യം 1-2 പടം ഷൂട്ട് ചെയ്തിട്ട് നിങ്ങൾ നോക്കുക, ബ്രൈറ്റർ ആണോ, സ്റ്റാർസ് മര്യാദയ്ക്ക് കിട്ടുന്നുണ്ടോ, ബാക്ക്ഗ്രൗണ്ട് എന്ന് നോക്കിയിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ISO ഒരു എന്താ പറയുക, ഒരു ട്രയൽ ആൻഡ് എറർ ബേസിൽ അഡ്ജസ്റ്റ് ചെയ്ത് റെഡി ആക്കിയിട്ട് കിട്ടുന്ന ആദ്യത്തെ പടം ഓക്കെ ആണെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ദെൻ യു കണ്ടിന്യൂ ദാറ്റ് സെറ്റിംഗ് ഫോർ അനദർ 90 to 150 അല്ലെങ്കിൽ ഒരു 60 to 90 നിങ്ങൾ ആദ്യം കുറച്ച് ചെയ്ത് പിന്നെ കൂടുതൽ ചെയ്താൽ മതി. ഓക്കെ, അപ്പറേച്ചർ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അപ്പറേച്ചർ യൂസ് ചെയ്യുക. അതായത് ഇപ്പോൾ 4 ആണെങ്കിൽ അല്ലെങ്കിൽ 2 ആണെങ്കിൽ അല്ല 1.8 ആണെങ്കിൽ അതായിരിക്കും നല്ലത്. വലിയ അപ്പറേച്ചർ എന്ന് ഞാൻ പറയുമ്പോൾ 22, 23 ആ രീതിയിലേക്ക് ചിന്തിക്കരുത്. വലിയ അപ്പറേച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ചാണ് നമ്മൾ പറയുന്നത്, ചെറിയ നമ്പേഴ്സിലേക്ക് പോകും. ഓക്കെ, എന്ത് ലെൻസ് നിങ്ങളുണ്ടോ അതുകൊണ്ട് തുടങ്ങാം. 1855 ആയിരിക്കും അധികം ആളുടെ കയ്യിലുള്ള. That's perfectly all right to start with. Okay, you don't have to worry about that. Now ഈ സ്റ്റാർ സ്റ്റാക്സ് നമ്മൾ പോസ്റ്റ് പ്രോസസ് ചെയ്യുമ്പോഴാണ് വേണ്ടത്. അപ്പൊ അങ്ങനെ കൊണ്ടുവരുന്ന സാധനത്തിനെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണിക്കുകയാണ്. നമ്മൾ ഇതിലൂടെ പ്രോസസ് ചെയ്യാണ്. കണ്ടില്ലേ? ഒന്നുകൂടെ വാച്ച് ചെയ്യുക. ഇത് വളരെ സിമ്പിൾ ആണ്. കാരണം ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് സമയം കളയാതെ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൗ ടു യൂസ് സ്റ്റാർ സ്റ്റാക്സ് എന്ന് ഈ പേരുകൾ നിങ്ങൾ മറക്കണ്ട. സ്റ്റാർ സ്റ്റാക്സ് വേറെ ഒരുപാട് സോഫ്റ്റ്വെയറുകൾ ഉണ്ട്. ബട്ട് ഐ റെക്കമെൻഡ് യു ടു ഗോ വിത്ത് വൺ സിംഗിൾ തിങ്, ലേൺ ഇറ്റ്, ദെൻ യു ഗോ അതർ. ഓക്കെ, സോ അങ്ങനെ നമ്മളെല്ലാം ഇതിൽ ഡ്രോ ചെയ്ത് കൊണ്ടുവന്നിട്ട് ഡയറക്ട്ലി ജസ്റ്റ് കീപ് എവറി സെറ്റിംഗ് ആസ് ഇറ്റ് ഈസ്. യു ഡോണ്ട് ഹാവ് ടു ചേഞ്ച് എനിത്തിങ്. ഫ്രീ സോഫ്റ്റ്വെയർ ആണോ? ഇത് ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, then go and click on this. ഇതാണ് ഞാൻ പ്രിവ്യൂടെ 2 ദിവസം മുമ്പ് പറഞ്ഞ നമുക്ക് ഈ ടൈം ലാപ്സ് ഉണ്ടാക്കാനുള്ള സോഫ്റ്റ്വെയറുകൾ വേറെ ഉണ്ടെന്നുള്ള പറഞ്ഞില്ലേ. എന്നിട്ട് പ്രോസസ് ചെയ്യുമ്പോൾ ദാറ്റ് വിൽ ഡു ദ ജോബ് ഫോർ യു. യു ഹാവ് നത്തിങ് ടു ഡു. അപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് നിങ്ങളുടെ സ്റ്റാർ ട്രെയിൽ കിട്ടുമ്പോൾ then you feel a kind of excitement. That excitement will take you to the next level by itself. So automatically അത് വർക്ക് ചെയ്തോളും. സോ പേടിക്കണ്ട. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ഓർമ്മിക്കുക, കാര്യങ്ങൾ ചെയ്യുക. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന, നാളെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അത് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ന്യൂ മൂൺ ഡേയ്സിൽ പോവുക. മൂൺ ഉണ്ടായിരിക്കരുത് ആകാശത്ത്. മൂണിന്റെ ലൈറ്റ് നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആയിരിക്കരുത്. ഓക്കെ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. മൂണില്ലാത്ത സമയത്ത് കംപ്ലീറ്റ്ലി ന്യൂ മൂണിന്റെ ഒരു 3-4 ദിവസം മുമ്പും ന്യൂ മൂൺ കഴിഞ്ഞിട്ട് 2-3 ദിവസം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇത്രയും നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ കണ്ടമാനം മൂൺ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മൂൺ ഭയങ്കരമായിട്ട് ആകാശത്ത് ജ്വലിച്ച് നിൽക്കുമ്പോൾ ആ ലൈറ്റിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, സോ നൗ സ്റ്റാർ ട്രെയിൽസ്. സോ ദിസ് ഇസ് ദ ഫൈനൽ പിക്ചർ ഓഫ് 90 ഷോട്ട്സ്. ഓക്കെ, 90 ഷോട്ട്സിന്റെ ഒരു ഫൈനൽ പിക്ചർ ആണ്. ഇത് അധികം പിക്ചേഴ്സ് ഒന്നും എടുത്തിട്ടില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ടിപ്പിക്കലി വാണ്ടഡ് ടു ഷോ യു ആൻ എക്സാമ്പിൾ ടു എൻകറേജ് യു ടു സ്റ്റാർട്ട് ബൈ നെക്സ്റ്റ് ഡേ ഇറ്റ്സെൽഫ്, ബൈ ടുമോറോ ഇറ്റ്സെൽഫ്. ഓക്കെ, സോ അതുകൊണ്ടാണ് ഇത്രയും ചെറിയൊരു സാധനം കാണിച്ചത്. Now let's talk about what is star trails and how you can compose it. Now if you look at this picture, is the location either from previous star trail കാണിച്ചത്. ഇത് നമ്മുടെ ബന്ദർ ഖൈറാൻ എന്ന് പറയുമോ? ഓക്കെ, ബന്ദർ ഖൈറാൻ. ഇത് ഈ സ്റ്റാർ ട്രെയിൽസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് കണ്ടമാനം പ്രോസസ് ചെയ്ത സ്റ്റാർ ട്രെയിൽസ് ആണ്. ഒരു സ്റ്റാർ ട്രെയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ലൈൻ സ്റ്റാറിന്റെ സ്ട്രിക്സ് പോയത് കണ്ടോ? രണ്ടാമത്തെ പടത്തിൽ വേറെ രീതിയിലാണ്. മൂന്നാമത്തെ പടത്തിൽ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അവിടെ റൗണ്ട് ആയിട്ടാണ് കാണുന്നത്. നാലാമത്തെ ഈ താഴത്തെ പടത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റാർ ട്രെയിൽ വേറെ രീതിയിലാണ് വന്നത്. അതിന്റെ അടുത്ത പടം നോക്കുകയാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് സ്റ്റൈലാണ് വന്നത്. ഇത് എന്തുകൊണ്ട് എങ്ങനെ സംഭവിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
This is what you have to understand when you do astrophotography. അസ്ട്രോഫോട്ടോഗ്രാഫിയിൽ നമ്മൾ എപ്പോഴും നമ്മുടെ ട്രാക്കർ ഉണ്ടെങ്കിൽ ഈ ഡീപ് സ്കൈ ഒക്കെ ചെയ്യുമ്പോൾ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഒരു ട്രാക്കർ ഉണ്ടാവും. ആ ട്രാക്കറാണ് നമ്മൾ വെച്ചിട്ടാണ് നമ്മൾ എർത്തിന്റെ റൊട്ടേഷൻ അനുസരിച്ച് ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ഡീപ് സ്കൈ ഒബ്ജക്ട്സിനെയൊക്കെ നമ്മൾ ട്രേസ് ചെയ്തിട്ട് പടം എടുക്കാറ്. പക്ഷേ ഇവിടെ നിങ്ങൾ ഈ പൊളാരിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർത്ത് സ്റ്റാർ എന്ന് പറഞ്ഞത് സ്റ്റാറിനെയാണ് ഈ നടുക്ക് ഇവിടെ റൗണ്ട് ആയിട്ട് കാണുന്നുണ്ടോ? ഇവിടെ കണ്ടില്ലേ? ഈ ആദ്യത്തെ മേലെ നിന്ന് മൂന്നാമത്തെ പടത്തില് നിങ്ങൾ ഇവിടെ റൗണ്ട് ആയിട്ടാണ് കാണുന്നത്. ഇവിടെ സ്റ്റാർ ട്രെയിൽസ്. പ്രവി കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ, ഈ റൗണ്ട് ആയിട്ടാണ് കാണുന്നത്. അപ്പൊ ഇതിന്റെ നടുക്കുള്ള ആ അനങ്ങാത്ത നിൽക്കുന്നതാണ് നമ്മുടെ ഈ പൊളാരിസ് എന്ന് പറയുന്ന നോർത്ത് സ്റ്റാർ. ഓക്കെ, നോർത്ത് സ്റ്റാർ സെന്ററിൽ വന്നുകൊണ്ട് ബാക്കി ഉള്ള സ്റ്റാർസ് ഒക്കെയാണ് അതിന് ചുറ്റും കറങ്ങുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് പൊളാരിസ് lies nearly in a direct line with the Earth's rotational axis. അപ്പോൾ റൊട്ടേഷണൽ നമ്മുടെ എർത്തിന്റെ റൊട്ടേഷണൽ ആക്സിസിന്റെ ഏറ്റവും നേരെയായിട്ട് കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഈ സാധനം നമുക്ക് മൂവ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. അത് അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണ്. കാരണം ഇത് നമ്മുടെ എർത്തിന്റെയും നമ്മുടെ പൊളാരിസും ആ ഒരു ആക്സിസിന് ഒന്നിച്ചു നേരെ വരുന്നതുകൊണ്ട് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കറങ്ങുന്നതായിട്ട് അവർക്കും തോന്നത്തില്ല, അവർ കറങ്ങുന്നതായിട്ട് നമുക്കും തോന്നത്തില്ല. അതേ സമയത്ത് ബാക്കി എല്ലാ സ്റ്റാറുകളും കറങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഈ പൊളാരിസ് നമ്മൾ സെന്ററിൽ വെച്ച് കമ്പോസ് ചെയ്ത ഇമേജ് ആണ് ആ നടുക്ക് ഒരു റൗണ്ട് പോലെ വരുന്നത്. പൊളാരിസ് ഇത് ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ പൊളാരിസ് അല്ലെങ്കിൽ നോർത്ത് സ്റ്റാറിനെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ ടെൻഷൻ അടിക്കും. അയ്യോ, ഇത് ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പൊ എനിക്ക് സ്റ്റാർ ട്രെയിൽ എടുക്കാൻ പറ്റത്തില്ലല്ലോ. ഈ ടെൻഷനൊന്നും വേണ്ട. ആകാശത്തിന്റെ ഏത് ഭാഗത്തേക്ക് നോക്കിയാലും പല രീതിയിൽ സ്റ്റാർ ട്രെയിൽസുകൾ നിങ്ങൾക്ക് കിട്ടാൻ പറ്റും. അതൊക്കെ തന്നെ ഭംഗിയുള്ളതുമാണ്. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് സ്റ്റാർട്ട്, ലുക്ക് അറ്റ് എനി ഡയറക്ഷൻ ആൻഡ് ജസ്റ്റ് സ്റ്റാർട്ട് ഷൂട്ടിങ്. അപ്പൊ അങ്ങനെ കുറെ പടങ്ങൾ വരുന്ന ശേഷം നിങ്ങൾ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് അന്വേഷിച്ച് പോയാൽ മതി. അപ്പൊ ഇതാണ് പൊളാരിസ്. ചെറിയൊരു റിസർച്ച് നടത്തി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ വെരി ക്ലിയർ ഐഡിയ. പൊളാരിസ് എന്ന് പറഞ്ഞാൽ നോർത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന സ്റ്റാർ ആണ്. അധികം ടെൻഷനൊന്നും ഇല്ലാതെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഇതാണ്. അത് മാത്രമല്ല നമുക്ക് ഒരുപാട് സോഫ്റ്റ്വെയറുകളുണ്ട്. പിന്നെ എന്താ പറയാ, നമ്മുടെ കയ്യിലുള്ള ഫോട്ടോ പിൽസ്, അങ്ങനെ ഒരുപാട് സോഫ്റ്റ്വെയറുകളുണ്ട്. അത് ആ സോഫ്റ്റ്വെയർ നിങ്ങൾ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ മൊബൈല് പിടിച്ചു കഴിഞ്ഞാൽ പൊളാരിസ് എവിടെയാണെന്ന് അത് കാണിച്ചു തരും. ആ ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്താൽ മതി. എക്സാക്ട് ഷാർപ്പ് ഡയറക്ഷൻ അങ്ങനെ വേണമെന്നൊന്നുമില്ല. ആ ടുവേർഡ്സ് ദാറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ എടുത്താൽ സാധനം ഓട്ടോമാറ്റിക്കലി വന്നോളും. ഓക്കെ, സോ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി നമ്മൾ ലെറ്റ്സ് സീ ഹൗ ടു ഷൂട്ട്. ഇപ്പോൾ സമയം അധികമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ഫാസ്റ്റ് ആയിട്ട് പോണത്. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ യു മേ ആസ്ക്, യു മേ സ്റ്റോപ്പ് മീ ഇൻ ബിറ്റ്വീൻ എനി ടൈം ആൻഡ് യു മേ ആസ്ക്. ഓക്കെ, ഹൗ ടു ഫോട്ടോഗ്രാഫ് മിൽക്കി വേ. മിൽക്കി വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റാർ ഗാലക്സിയാണ് മിൽക്കി വേ. അപ്പൊ നമ്മൾ ഉള്ള ഒരു മിൽക്കി വേ നമ്മൾ തന്നെ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാവുന്നത് ഇത്രയുമാണ്. ഈ ഫോട്ടോയിൽ കാണുന്ന ഇതാണ് നമുക്ക് കിട്ടാവുന്നത്. ഓക്കെ, അപ്പോ ഇത് നേരത്തെ പറഞ്ഞ പോലെ ഈ മിൽക്കി വേ ഒക്കെ എന്ന് പറഞ്ഞാൽ നഗ്ന നേത്രം കൊണ്ട് നമുക്ക് കാണാൻ പറ്റും ചില ലൈറ്റ് ഇല്ലാത്ത ഏരിയയിൽ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ ഒരുപാട് ട്രാവൽ ചെയ്യാറുണ്ട്. ഇവിടുന്ന് 350, 400, 500, 700 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ചില സമയത്ത് വളരെ വൃത്തിയായിട്ട് നമുക്ക് ആകാശത്തിൽ കണ്ണുകൊണ്ട് കാണാൻ പറ്റും, ക്യാമറയൊന്നും ഇല്ലാതെ തന്നെ. അപ്പൊ അത്തരം ഏരിയകളിൽ നിങ്ങൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ വൃത്തിയായിട്ട് നിങ്ങൾക്ക് മിൽക്കി വേ കാണാൻ പറ്റും. അപ്പൊ അത്തരം കുറച്ച് ലൈറ്റ് കുറഞ്ഞ ഏരിയ തിരഞ്ഞെടുക്കുക, അതാണ് ഫസ്റ്റ് വേണ്ടത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഒരു ട്രൈപോഡ്, സ്റ്റഡി ആയിട്ടുള്ള ട്രൈപോഡ് വേണം. പിന്നെ ബാറ്ററി, പിന്നെ എന്താ പറയാ, ഫുള്ളി ചാർജ്ഡ് ബാറ്ററി വേണം. പിന്നെ ഈ പറഞ്ഞ 100 കിലോമീറ്റർ ആവശ്യമില്ല മിൽക്കി വേ ഷൂട്ട് ചെയ്യാൻ. ഓക്കെ, അപ്പോ നമുക്ക് പക്ഷേ ഒരു സോഫ്റ്റ്വെയർ, ഫോട്ടോ പിൽസ് പോലത്തെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. ഫോട്ടോ പിൽസിൽ ഈ പേജ് കാണുന്നുണ്ടോ എല്ലാവരും? ഈ പേജിൽ ഗോൾഡൻ അവർ എപ്പോഴാണ് തുടങ്ങുന്നത്, ഗോൾഡൻ അവർ അവസാനിക്കുന്നത്, സൺറൈസ് എപ്പോഴാണ്, സൺസെറ്റ് എപ്പോഴാണ്, കണ്ടില്ലേ, മൂൺ സെറ്റ് എപ്പോഴാണ്, ഗാലക്റ്റിക് സെന്റർ വിസിബിലിറ്റി എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നു, അതിന്റെ എലവേഷൻ ആംഗിൾ എത്രയാണ് എന്നെല്ലാം കാണിക്കും അതിൽ. പിന്നെ സെൻട്രൽ വിസിബിലിറ്റി എപ്പോഴാണ് എൻഡ് ചെയ്യുന്നത്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിലും നമുക്കിതിൽ കാണാൻ പറ്റും. മൂണിന്റെ സിറ്റുവേഷൻ എന്താണ്, മൂൺ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഒക്കെ നമുക്ക് ഈ ഇതിൽ കാണാൻ പറ്റും. അതേപോലെ പ്ലാൻ ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ വീട്ടിലിരുന്നിട്ട് 150, 200, 300 കിലോമീറ്റർ ദൂരത്തുള്ള സ്ഥലത്ത് എങ്ങനെ മിൽക്കി വേ കാണാൻ പറ്റും എന്നുള്ളത് ഈ സോഫ്റ്റ്വെയർ നമുക്ക് ഇവിടെ ഇരുന്ന് കാണിച്ചു തരും. അവിടെ എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ളത് നമുക്ക് അവിടെ കണ്ടില്ലേ, രണ്ടാമത്തെ സ്ക്രീനിൽ കാണുന്ന പോലെ അവിടെ നമ്മൾ പിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മേലെ കാണുന്ന ഡോട്ട് ആയിട്ടുള്ളതാണ് മിൽക്കി വേ. അത് അങ്ങനെയാണ് വരുള്ളൂ. അപ്പൊ നമ്മൾ ഇത് നമ്മുടെ തലയ്ക്ക് നേരെ മകളിൽ വരുന്നു എന്നുള്ളതാണ് നമ്മൾ ആ പടത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്.
മൂന്നാമത്തെ പിക്ചറിൽ കാണുന്നത് ഓഗ്യുമെന്റഡ് റിയാലിറ്റി എന്ന് പറയും, നമ്മൾ AR എന്ന് പറയും. അതായത് ഈ കാണുന്ന ഏരിയയിൽ ഇത്ര സമയത്ത് മിൽക്കി വേ എങ്ങനെ വരും എന്ന് കാണിക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന യഥാർത്ഥ സ്ഥലവും മുമ്പിൽ കാണുന്ന മിൽക്കി വേ എങ്ങനെയാണോ വരുന്നതെന്ന് നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും. എപ്പോ? ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ രാത്രി 11 മണിക്ക് മിൽക്കി വേ ഈ ഏരിയയിൽ എവിടെയായിട്ട് വരും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പെർട്ടിക്കുലർ ഏരിയയിൽ ഒരു ഒബ്ജക്റ്റിനെ സ്ഥാപിക്കുക, അല്ലെങ്കിൽ നമുക്ക് തന്നെ പോയി നിൽക്കാം, അല്ലെങ്കിൽ പലതും ചെയ്യാൻ പറ്റും. അപ്പൊ മിൽക്കി വേ ഏത് രീതി, രാത്രി നമുക്ക് മിൽക്കി വേ കണ്ട് കമ്പോസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് പോയിട്ട് ആ മിൽക്കി വേ എങ്ങനെ വരുന്നു എന്നുള്ളത് ആ സമയം സെലക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ ടൈമിൽ മിൽക്കി വേ ഏത് രീതിയിലാണ് അതിലെ കാണുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ സിമ്പിൾ സോഫ്റ്റ്വെയർ ആണ്. ഈ സോഫ്റ്റ്വെയറിൽ വളരെ പിന്നെ എന്താ പറയാ, കണ്ടമാനം നമുക്ക് ഇതിന്റെ ട്യൂട്ടോറിയൽസ് നമുക്ക് ഇഷ്ടംപോലെ ഈ നെറ്റിലും അവിടെ ഇവിടെയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ പഠിക്കാൻ ഒരു പണിയില്ല. That's what exactly you need is just a couple of hours and your willingness to learn it. അപ്പോ ഒരു നിങ്ങൾക്ക് തന്നെ 4-5 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ആസ്ട്രോ പടങ്ങൾ എടുക്കുന്ന ഒരാളായിട്ട് മാറാൻ കഴിയും. ജസ്റ്റ് എ മാറ്റർ ഓഫ് ടൈം. ഓക്കെ, ഒരു 4-5 ദിവസം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇത്തരം കാര്യങ്ങൾ മാത്രം വാച്ച് ചെയ്ത് ഇറങ്ങിയാൽ യു ക്യാൻ ഡു യുവർ ജോബ്. Now let us see the next screen. How to start and how to do astrophotography, അല്ല മിൽക്കി വേ എങ്ങനെ ഷൂട്ട് ചെയ്യുക എന്നുള്ളത്. നമ്മൾ ഫസ്റ്റ് നല്ലൊരു സ്ഥലത്ത് ചെല്ലുന്നു, ഒരുപാട് പ്രിപ്പറേഷൻസ് ഒക്കെ വേണം. നിങ്ങൾ ബേസിക്കലി നിങ്ങൾക്ക് ഇറങ്ങി ചെന്നിട്ട് വളരെ കൂളായിട്ട് തുടങ്ങാവുന്ന കാര്യങ്ങളാണ് ഇപ്പൊ ഞാൻ പറയുന്നത്. ഷട്ടർ സ്പീഡ് എന്ന് പറയുന്നത് യൂസ് 500 റൂൾസ് ഓർ NPF റൂൾ. അതെന്താണെന്ന് ഞാൻ അടുത്ത സ്ലൈഡിൽ പറയാം. ഓക്കെ, അപ്പൊ ഷട്ടർ സ്പീഡ് എന്താണ്? യു ഗെറ്റ് എ റിസൾട്ട് by applying 500 rule or NPF rule. അതിന് കിട്ടുന്ന റിസൾട്ട് അതായിരിക്കും നിങ്ങളുടെ ഷട്ടർ സ്പീഡ്. ISO എന്താണ്? You can start with 3200. Aperture, as I told you before, you need to open up your camera maximum, wide open. Okay, നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഏറ്റവും വലിയ അപ്പറേച്ചർ. ഇപ്പൊ ചില ലെൻസിൽ കാണാം 3.5 to 5.6 എന്ന് കാണാം. അതായത് നിങ്ങൾ അത് സൂം ചെയ്യാതിരിക്കും 3.5ഉം, അത് സൂം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 5.6 ആയി മാറും. ചില ലെൻസുകൾ ഫിക്സഡ് ലെൻസുകളുണ്ട്, അത് 2.8 എന്ന് പറഞ്ഞാൽ 2.8 തന്നെ ഉള്ളൂ. അത് നിങ്ങൾ സൂം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സൂം ചെയ്യുന്ന 7200 ഒക്കെ പോലത്തെ ലെൻസുകളുണ്ട്, പ്രൊഫഷണൽ ലെൻസുകൾ. അതിൽ 2.8 എന്ന് പറഞ്ഞാൽ 2.8 തന്നെ ആയിരിക്കും, നിങ്ങൾ എത്ര സൂം ചെയ്താലും സൂം ചെയ്തില്ലെങ്കിൽ. അപ്പൊ അതല്ലാതെ നിങ്ങളുടെ കയ്യിൽ നോർമൽ ലെൻസ് ആണ് ഉള്ളതെങ്കിൽ അതിനെ എത്രത്തോളം തുറക്കാൻ പറ്റുമോ, യു ഡു ദാറ്റ്. ഓക്കെ, ആൻഡ് നൗ ലെറ്റ്സ് സീ വാട്ട് ഈസ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഷട്ടർ സ്പീഡ് എന്താണ്? 500 റൂൾസിലോ അല്ലെങ്കിൽ NPF റൂളിലോ വെച്ച് നമുക്ക് കിട്ടാവുന്ന ഒരു റിസൾട്ട് ആയിരിക്കും നമ്മുടെ ഷട്ടർ സ്പീഡ്. അതെന്താണ്, എങ്ങനെ കാണുന്നത് നമുക്ക് നോക്കാം. ഉദാഹരണത്തിന് നമ്മുടെ 500 റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500നെ നമ്മുടെ ലെൻസിന്റെ ഫോക്കൽ ലെങ്തുമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഉദാഹരണത്തിന് ഒരു 25mm ലെൻസ്, ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ, 24mm ഉണ്ട് എങ്കിലും നിങ്ങളുടെ ഒരു ഈസിക്ക് ഞാൻ പറയുകയാണ്, 25mm ലെൻസ് എന്നുള്ള ലെൻസ് ഉണ്ട്, അല്ലെ നിങ്ങളുടെ ലെൻസിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് ദിസ് ഇസ് എ 25mm ലെൻസ് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ യു ടേക്ക് ദാറ്റ് നമ്പർ ആൻഡ് ഡിവൈഡ് 500 വിത്ത് ദാറ്റ്. സോ 25mm വെച്ചിട്ട് നമ്മൾ 500 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 20 എന്നുള്ള റിസൾട്ട് കിട്ടും. സോ ദാറ്റ് യു റീപ്ലേസ് ഹിയർ, ഇൻസ്റ്റെഡ് ഓഫ് ഷട്ടർ സ്പീഡ് ഞാൻ എഴുതിയതിന് പകരം റീപ്ലേസ് ചെയ്യുക. സോ ലെറ്റ്സ് റീഡ് ഇറ്റ് അഗൈൻ. 25 എന്ന് പറയുമ്പോൾ ഡിവൈഡഡ് ബൈ 500 നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ്? 20. അപ്പൊ നമ്മുടെ ഷട്ടർ സ്പീഡ് എന്തായിരിക്കും? 20. ISO എത്രയായിരിക്കും? 3200. അപ്പറേച്ചർ നമുക്ക് മാക്സിമം കിട്ടാവുന്നത് 3.5 ആണെങ്കിൽ 3.5. So you got that idea? Once again I'm coming back to 500 rule. Suppose നമുക്ക് 24 ആണ് നമ്മുടെ ലെൻസ് ഉള്ളതെങ്കിൽ 24 ഡിവൈഡഡ് ബൈ 500, അപ്പൊ നമുക്ക് കിട്ടാവുന്നത് 20.83 ആയിരിക്കും. അപ്പൊ 20.83 എന്നുള്ള ഒരു ഷട്ടർ സ്പീഡ് ഇല്ലാത്തതുകൊണ്ട് യു ഗോ 1 step ahead. അതിന്റെ അടുത്ത് കിട്ടാവുന്നത് അല്ലെങ്കിൽ അതിന്റെ തൊട്ട് പിറകിൽ കിട്ടാവുന്നതിലേക്ക് നിങ്ങൾക്ക് മാറാൻ പറ്റും. ഓക്കെ, അതാണ് നമ്മൾ ഇതിൽ ചെയ്യേണ്ടത്. പിന്നെ ഈ ക്രോപ്പ് സെൻസറും ഫുൾ ഫ്രെയിം അങ്ങനെയുള്ള 2 ആസ്പെക്ട് ഉണ്ട് ക്യാമറയിൽ. ഇപ്പൊ ക്രോപ്പ് സെൻസർ ആണെങ്കിൽ, ഇപ്പൊ നിക്കോണിന്റെ ക്യാമറ ക്രോപ്പ് സെൻസർ ക്യാമറയാണ് നിങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ, നിങ്ങൾ ഈ ഇതിനെ ഇപ്പൊ 24 ആണ് നിങ്ങളുടെ ഫോക്കൽ ലെങ്ത് എങ്കിൽ അതിന് നിങ്ങൾ 1.5 കൊണ്ട് പിന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. ക്യാനൻ ആണെങ്കിൽ 1.6. ആ റിസൾട്ടിനെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ 500 ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൽ താഴെ പറഞ്ഞിട്ടുണ്ട് 25.1.5. കാരണം എന്താ വെച്ചാൽ ഓട്ടോമാറ്റിക്കലി അത് 1.5 വാട്ട് എൻഹാൻസ്ഡ് ആവും, കാരണം നിങ്ങളുടെ ക്രോപ്പ് സെൻസർ ആയതുകൊണ്ട്. ഓക്കെ, 36 താഴെ കണ്ടോ? സോ ദിസ് ഇസ് ഹിയർ അപ്ലൈയിങ് ദ 500 റൂൾ. ദെൻ 36നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഡിവൈഡ് ബൈ 500. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നത് 13.86 ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക?
ഇതിനെ ഷൂട്ട് ചെയ്യുക. അതാ അപ്പോൾ നിങ്ങളുടെ അങ്ങനെ ആ കേസിൽ നിങ്ങളുടെ ഷട്ടർ സ്പീഡ് ക്രോപ്പ് സെൻസർ ആണെങ്കിൽ നിങ്ങളുടെ ഷട്ടർ സ്പീഡ് 13.6 ആയിരിക്കും, ISO 3200 ആയിരിക്കും, അപ്പറേച്ചർ വൈഡ് ഓപ്പൺ നിങ്ങൾക്ക് കിട്ടാവുന്ന അപ്പറേച്ചർ ആയിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ അപ്പറേച്ചർ അറിയാത്തതുകൊണ്ട് തന്നെ, നിങ്ങളുടെ ഷട്ടർ സ്പീഡ് ലെൻസിന്റെ അറിയാത്തതുകൊണ്ട് തന്നെ എത്ര ISO വെക്കണമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് യു സ്റ്റാർട്ട് വിത്ത് 3200. Then if it is too brighter, you reduce it to 2000 അല്ലെങ്കിൽ 1800, 1600 ആക്കി കുറയ്ക്കാൻ പറ്റും. അതല്ല still your image is dark, then you go ahead with 4000 അല്ലെങ്കിൽ 5000ലേക്ക് മേലോട്ടേക്ക് പോവാം. So that's exactly what you do. എന്തെങ്കിലും സംശയം ഉണ്ടോ? ആരോ സംസാരിക്കാനായിട്ടു? ഹലോ? Okay. It's okay, continue. Okay. So now, നമ്മളിപ്പോ 500 റൂൾസ് നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്ത് പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാർ സ്ട്രീക്ക് ആയിട്ട് മാറും. സ്റ്റാർ ഇൻസ്റ്റെഡ് ഓഫ് എ ഡോട്ട്, ഇറ്റ് വിൽ ബിക്കം എ ലൈൻ, ഇറ്റ് വിൽ ബിക്കം എ സ്ട്രീക്ക്, which we don't want to allow that. Okay, we need to get star as a dot, as a smallest dot. അങ്ങനെ സ്റ്റാർ വരുമ്പോഴാണ് ആ മിൽക്കി വേക്ക് നമ്മൾക്ക് ഭംഗി വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ്, അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നാളെ നിങ്ങൾ ക്യാമറ എടുക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒരു സ്റ്റഡി ട്രൈപോഡിന്റെ മുകളിൽ നിങ്ങൾ എന്തെങ്കിലും ഫോട്ടോഗ്രാഫേഴ്സ് സോഫ്റ്റ്വെയർ, ഒരുപാട് സോഫ്റ്റ്വെയർ ഉണ്ട് മിൽക്കി വേ ട്രാക്ക് ചെയ്യുന്ന. സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഗൂഗിൾ അടിച്ച് പറഞ്ഞാൽ കണ്ടുപിടിക്കുക. വാട്ട് ഐ ആം യൂസിങ് ഇസ് സ്റ്റാർ ട്രാക്കർ ഉണ്ട്, പിന്നെ നൈറ്റ് സ്കൈ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉണ്ട്, ഒരുപാട് സോഫ്റ്റ്വെയർ ഉണ്ട്, ഫ്രീ സോഫ്റ്റ്വെയറുകളുണ്ട്. പിന്നെ എന്താ പറയാ, ഈ നമ്മുടെ ഫോട്ടോ പിൽസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. നിങ്ങൾക്ക് ചെയ്യാം, ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അത് വെച്ച് എവിടെയാ മിൽക്കി വേ എന്ന് ഉള്ളത് ഐഡന്റിഫൈ ചെയ്യുക. ആ ഭാഗത്ത് പിന്നെ നിങ്ങൾ 500 റൂൾ വെച്ച് നിങ്ങളുടെ എന്താ പറയാ ഒരു ഷട്ടർ സ്പീഡ് കണ്ടുപിടിക്കുക. എന്നിട്ട് ഒരു 2300 ISO സെറ്റ് ചെയ്തിട്ട് ഏറ്റവും കിട്ടാവുന്ന വലിയ അപ്പറേച്ചറിൽ വെച്ച് നിങ്ങൾ ഷൂട്ട് ചെയ്യുക. ഓക്കെ, അങ്ങനെ 1, 2, 3, 4, 5 പടങ്ങൾ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് പടങ്ങൾ എടുത്തിട്ട് നിങ്ങൾ അതിനെ പഠിക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ മറ്റേതുപോലെ നമ്മൾ ട്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഓരോ പടം എടുക്കുമ്പോഴും ഇതിന്റെ ഡിഗ്രി ഓഫ് ആംഗിൾ ഇങ്ങനെ ചെരിഞ്ഞ് വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, സോ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്റെ സമയം തീരാനായി തോന്നുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ ഐ എം ഗോയിങ് ടു ദ ലാസ്റ്റ് സ്ലൈഡ് ഓഫ് ദിസ് ക്ലാസ്. പിന്നെ ക്യാമറ on a manual mode, okay, on a sturdy tripod. കാരണം tripod, it should be sturdy, otherwise you will have a lot of shake and your image will be spoiled by that. So don't do that. Invest on a good tripod that will give you good images. ഒരു ക്യാമറ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് പിന്നെ ട്രൈപോഡ്. പല ആൾക്കാരും വളരെ വലിയ ക്യാമറ മേടിച്ചിട്ട് വളരെ വില കുറഞ്ഞ ട്രൈപോഡ് മേടിക്കുന്നത് കാണാറുണ്ട്. But try to invest in a good tripod. You will get plenty of second-hand tripods for a good, reasonable price. And then turn off image stabilization. Image stabilization നിങ്ങൾ ഓഫ് ആക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ image stabilization ഉണ്ടെങ്കിൽ camera that tends to move, to adjust itself. So അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ചിലപ്പോൾ അനങ്ങാതിരിക്കുന്ന സമയത്ത് നമുക്ക് ചെറിയ വൈബ്രേഷൻ നമുക്ക് ചിലപ്പോൾ കിട്ടിയേക്കാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇമേജ് സ്റ്റെബിലൈസേഷൻ നമ്മൾ ഒഴിവാക്കുക. ഈ എപ്പോഴും ക്യാമറ ട്രൈപോഡിൽ വെക്കുന്ന സമയത്ത് മുഴുവൻ നിങ്ങൾക്ക് അത് ടേൺ ഓഫ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പൊ വൈഡ് ആംഗിൾ ലെൻസ് ബിറ്റ്വീൻ 14 to 24 mm. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൈ എന്ന് പറയുന്നത് വളരെ വലിയൊരു ഏരിയ ആണ്. ഓക്കെ, സ്കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു ഏരിയ ആണ്. നമുക്ക് ഒരുപാട് ഏരിയ കിട്ടുമ്പോഴാണ് അതിന് ഭംഗി വരുന്നത്. അതേസമയത്ത് നമുക്ക് സൂം ലെൻസ് ഒക്കെ ഉപയോഗിക്കാം, പക്ഷെ അങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ പനോരമയൊക്കെ ആയിട്ട് അല്ലെങ്കിൽ നമ്മളിതിനെ എന്താ പറയാ മൊസൈക്കുകളായിട്ട് എടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക, അങ്ങനെ ഒരുപാട് ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ അതിനൊന്നും നിൽക്കണ്ട, ജസ്റ്റ് യു ഗോ വിത്ത് യുവർ വൈഡസ്റ്റ് ആംഗിൾ. അതിപ്പോ 18 to 55 എന്ന് പറഞ്ഞാൽ 18 എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ വൈഡസ്റ്റ് ഈക്വൽ ടു 24 എങ്ങാണ്ടാണ് നമ്മുടെ ക്രോപ്പ് സെൻസറിൽ. സോ ദാറ്റ് ഈസ് ഫൈൻ. അപ്പൊ അതുകൊണ്ട് പോവാം നിങ്ങൾക്ക് 18 to 55 ലെൻസ് ഉണ്ടെങ്കിൽ ദാറ്റ്സ് ഓൾ ഗുഡ്. മിൽക്കി വേ ആൻഡ് ദ ഫ്രെയിം അലോങ് വിത്ത് ദ ഫോർഗ്രൗണ്ട്. അപ്പൊ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു പ്ലെയിൻ മിൽക്കി വേ എടുക്കാതെ try to have some kind of connection with the earth. അപ്പൊ ഒന്നുമില്ലെങ്കിൽ ഒരു മരം അല്ലെങ്കിൽ ഒരു ടവർ അല്ലെങ്കിൽ ഒരു ഓൾഡ് ഹൗസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റുമായിട്ട് ഒരു കണക്ടിവിറ്റി വരുന്ന രീതിയിൽ യു ട്രൈ ടു മേക്ക് എ കോമ്പോസിഷൻ. സോ ദാറ്റ് വിൽ ഹെൽപ്പ് യു ടു ഫോർ എ ബെറ്റർ ലുക്ക് ഓഫ് ദ പിക്ചർ. അപ്പൊ അതുകൊണ്ട് ട്രൈ ടു ഹാവ് സം കൈൻഡ് ഓഫ് earthen element to be connected to your divine body or the celestial body.
So you will have a kind of connection between the earth and the celestial body. That you will feel it good. And അതൊരു കുറച്ചുകൂടെ ഒരു നന്നായിട്ട് നമുക്ക് ആ പടം നമുക്ക് തോന്നും. അല്ലെങ്കിൽ വെറും ആകാശം കാണിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു 3D dimension നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. So try to do that. That will help you. Pinna just set aperture to the widest, at least 2.8. If 2.8 is, that's good. You can also try 4. ഞാൻ എൻ്റെ Fuji ലെൻസിൽ ഫസ്റ്റ് ചെയ്തിരിക്കുന്നത് 5.6 വെച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. I was happy with the picture. There was no problem at all. So you can also do that. But you have to do some trial and error. Increase your ISO up and down and see how does it work. Okay. But if you have a kit lens, use it at 18 mm 3.5. So that's a good thing. If you 1855, normally everybody has one 18 55 mm. അതില്ലെങ്കിൽ അത് നിങ്ങളുടെ ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ you are a professional guy, you are a better guy, so you will have a better lens. അല്ലെങ്കിൽ 18-55 എന്തായാലും ഉണ്ടാവും. Start with the lowest ISO possible. 1600 വെച്ച് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് തുടങ്ങാം. പിന്നെ ഞാൻ അഡ്വൈസ് ചെയ്യുന്ന ഒരു 3200 വെച്ച്, but you can even come down to 1600 because it is a kind of trial and error thing. Keep on doing 2, 1, 2, 3, 4, and you check each picture and see how the light is affecting your picture. Based on that, you do plus and minus. Okay, you can decrease further to increase up to 3200, or you can come down to even 800 if your light is really good. Put your lens on a manual focus and focus on the brightest star in the sky. പിന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോഴാണ് ഒരു പ്രശ്നം. രാത്രി നമുക്ക് ഡേ ടൈമിൽ ഫോക്കസ് ചെയ്യുന്ന പോലെ കിട്ടത്തില്ല. അപ്പൊ നമ്മൾ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദൂരെയുള്ള ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ നോക്കിയിട്ട് ആദ്യം ലെൻസ് മാനുവൽ മോഡിലേക്ക് ഇടുക. മാനുവലായിട്ട് ഓട്ടോ ഫോക്കസിൽ നിന്ന് മാറ്റുക. മാനുവൽ മോഡിലേക്ക് ഇട്ടിട്ട് നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ ബാക്കിൽ ലൈവ് വ്യൂയിലേക്ക് കൊണ്ടുവരിക പിക്ചറിന്. എന്നിട്ട് നമുക്ക് അതിന് സൂം ചെയ്തിട്ട് നോക്കുക. അപ്പൊ ഉദാഹരണത്തിന് നിങ്ങളുടെ ഒരു കിലോമീറ്റർ ദൂരം അല്ലെങ്കിൽ ഒരു 1/2 കിലോമീറ്റർ ദൂരത്ത് ഒരു ലൈറ്റ് ഉണ്ടെന്ന് കരുതുക, ഒരു സ്ട്രീറ്റ് ലൈറ്റ്. അതിന് നമ്മൾ നോക്കിയിട്ട് സൂം ചെയ്തിട്ട് നമ്മൾ അതിനെ ഫൈൻ ട്യൂൺ ചെയ്ത് ബെസ്റ്റ് ഷാർപ്നെസ്സിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, അതായിരിക്കും നിങ്ങളുടെ നൈറ്റ് സ്കൈയുടെ അത് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്റ്റാറിനെ ഫോക്കസ് ചെയ്തിട്ട് ഇതേപോലെ ചെയ്യാൻ പറ്റുമെങ്കിൽ ദാറ്റ് ഇസ് വെൽ ആൻഡ് ഗുഡ്. ഓട്ടോ ഫോക്കസ് ഉപയോഗിക്കാതിരിക്കുക. കാരണം ഓട്ടോ ഫോക്കസ് മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കും രാത്രിയും ഒക്കെ. അപ്പൊ ഓട്ടോ ഫോക്കസിനെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക ഇത്തരം ഷൂട്ടിൽ. അപ്പോൾ അതിന് ഒരുപാട് മാനുവൽ ഫോക്കസ് ട്രിക്സ് നമുക്ക് ഉണ്ട്, ഒരുപാട് ട്രിക്സ് ഉണ്ട്. കുറെ കൂടെ അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞാൽ അതിന് പ്രത്യേക ഫിൽറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി. അപ്പൊ അതിനൊന്നും ആവശ്യമില്ല, യു ക്യാൻ മാനുവലി ഡു ദാറ്റ്. ഓക്കെ, ലൈവ് വ്യൂ ഫോക്കസ് മോഡിൽ പോവുക, എന്നിട്ട് നിങ്ങൾ സൂം ചെയ്യുക, എന്നിട്ട് പയ്യെ തിരിച്ച്. അത് എല്ലാ ലാൻഡ്സ്കേപ്പിലും ഐ അഡ്വൈസ് യു ടു ഡു ദാറ്റ്. അപ്പൊ എന്താ വെച്ചാൽ ഏറ്റവും ഷാർപ്പസ്റ്റ് ആയിട്ടുള്ള പോയിന്റിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. അതായത് ഒരു സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുതായി വരുമ്പോഴാണ് അത് കറക്റ്റ് ഫോക്കസിൽ വരുന്നത്. ഫോക്കസ് അല്ലാതിരിക്കുമ്പോൾ അത് വലിയതായിട്ടിരിക്കും. ഓക്കെ, കാൽക്കുലേറ്റ് ഷട്ടർ സ്പീഡ് ബേസ്ഡ് ഓൺ ദ റൂൾസ് അബവ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സൈറ്റിൽ NPF റൂൾ നിങ്ങൾക്ക് അതിൽ കാണിക്കുക. അതിൽ നിങ്ങളുടെ വേരിയൻസ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിൽ കാണിക്കും എന്താണ് നിങ്ങളുടെ NPF റൂൾ അല്ലെങ്കിൽ 500 റൂൾ എന്നുള്ളത്. അപ്പൊ ഇതിനൊന്നും ഇന്നൊരു പണിയില്ല. ടെക്നിക്കലി വി ആർ ഹൈലി അഡ്വാൻസ്ഡ്. Use the mirror lockup feature if using a DSLR to avoid blur due to camera movement. അത് വലിയ പിന്നെ എന്താ പറയാ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് നമ്മൾ അതിനെ കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നില്ല. ബട്ട് യു കൻ ഓൾസോ ഡു ദാറ്റ്. അപ്പോൾ ഇതാണ് മറ്റ് അതർ സെറ്റിംഗ്സ്. Now if you have any questions you may ask me. അബ്ദുൽ അസീസ്, പ്രവി, ഈ അസ്ട്രോ ഫോട്ടോഗ്രാഫി പോകുന്ന നല്ല കാര്യമാണ്. പക്ഷെ അതിന്റെ ഒരു വളരെ പെട്ടെന്ന് തന്നെ അതിന്റെ സേഫ്റ്റി മെഷേർഡ് ഒരു അസ്ട്രോഗ്രാഫർക്ക് വേണ്ടത് അതുകൂടെ ഒന്ന് പറഞ്ഞു നിർത്താം വളരെ പെട്ടെന്ന്. സേഫ്റ്റി മെഷർമെന്റ്. സേഫ്റ്റി എന്ന് പറയുമ്പോൾ നമ്മൾ വി ആർ എക്സ്പോസ് ടു, നമ്മൾ പുറത്തേക്കാണ് പോണത്. പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ സംടൈം വി മേ ഗോ ടു എ ഡെസേർട്ട്. സോ യു ഹാവ് ടു ബി വെരി കെയർഫുൾ വെൻ യു ഗോ ടു എ ഡെസേർട്ട്. അവിടെ പോകുമ്പോൾ നമുക്ക് എന്തൊക്കെ ഡെസേർട്ടിലായിരിക്കും, ചിലപ്പോൾ സീ സൈഡിലായിരിക്കും, ചിലപ്പോൾ ഒരു മലയുടെ മണ്ടയ്ക്കായിരിക്കും. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ തന്നെ നല്ല പലതരം ഡേഞ്ചേഴ്സ് നമുക്കുണ്ടാവാം. അത്തരം പ്രിക്കോഷൻസ് നമ്മൾ മുൻകൂട്ടി എടുക്കണം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് ഏതെങ്കിലും പിന്നെ എന്താ പറയുക രാത്രി കാണുന്ന പലതരം ജീവികൾക്ക് നമ്മൾ ആക്രമിക്കാം. അപ്പൊ അതൊരു വലിയ കൺസേൺ ആണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ പ്രിപ്പയർ ആവുക. നമ്മുടെ അതിൽ സ്ട്രോങ് ആയിട്ടുള്ള ടോർച്ചുകൾ ഉണ്ടാവുക. നമ്മുടെ ബേസിക് ആയിട്ടുള്ള പിന്നെ നമ്മളെ കാലോ അല്ലെങ്കിൽ കൈയൊക്കെ കവർ ചെയ്യുന്ന രീതിയിലുള്ള ഡ്രസ്സുകൾ ഇടുക. തണുപ്പായിരിക്കും ചില സമയത്ത്.
ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ഹെവി എക്യുപ്മെന്റ് ആണ്. ഇതും കൊണ്ട് നമ്മളൊരു ഡെസേർട്ടിൽ പോവുകയാണ്. അവിടെ പോകുമ്പോൾ നമുക്ക് ഇതേമാതിരി വേറെ ആർക്കെങ്കിലും ഒന്ന് നമ്മുടെ മണ്ടയ്ക്ക് അടിച്ചിട്ട് സാധനം കൊണ്ട് പോകാവുന്ന ഒരു പ്രശ്നമുള്ളൂ. അപ്പൊ അത്തരം ഇതിൽ പോകുമ്പോൾ ഗ്രൂപ്പായിട്ട് പോകാൻ ശ്രമിക്കുക, നിങ്ങളുടെ കൂടെ ആൾക്കാരുണ്ടായിരിക്കുക എന്നുള്ള രീതിയിൽ ശ്രദ്ധിക്കുക. പിന്നെ പലരും ക്ഷീണത്തിലും ഉറക്കത്തിലും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക പോകുമ്പോൾ. അതുപോലെ തന്നെ ബാറ്ററി, നിങ്ങൾ തണുപ്പത്താണെങ്കിൽ നിങ്ങളുടെ ബാറ്ററി വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് തീർന്നു പോകാം. അപ്പൊ അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ പൊടിക്കാറ്റ് ഇത്തരം പ്രശ്നങ്ങൾ വരാം. നിങ്ങളുടെ ലെൻസുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ എന്താ വെച്ചാൽ പൊടിക്കാറ്റ് അല്ലെങ്കിൽ മറ്റ് വെതർ പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ ലെൻസിനെയും മറ്റിതിനെയൊക്കെ ബാധിക്കാം. അപ്പൊ അതുകൊണ്ട് അത് ക്ലീൻ ചെയ്യാനും മറ്റുള്ള കൃത്യമായിട്ടുള്ള ഇതും കാര്യങ്ങളൊക്കെ കരുതുക. നിങ്ങളുടെ തല വഴി മൂടി നിങ്ങളുടെ എന്താ പറയുക ഈ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങളെ കവറപ്പ് ചെയ്യാനുള്ള ക്ലോത്തിങ് ആയിരിക്കണം. നല്ല വൃത്തി ഭംഗിയുള്ള ബൂട്ടുകൾ നിങ്ങൾക്ക് ഇടാൻ പറ്റുമെങ്കിൽ അത് നന്നായിരിക്കും. അല്ലെങ്കിൽ അതിനെന്താ സേഫ്റ്റിക്ക് വേണ്ടെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. പിന്നെ കണ്ടമാനം വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. വെള്ളം നിങ്ങൾ കൊണ്ടുപോവുക. വെള്ളം എന്ന് പറയുമ്പോൾ മറ്റേ വെള്ളമല്ല, പച്ചവെള്ളം. ഓക്കെ, അപ്പൊ ഇതൊക്കെ ചെയ്യുക. അപ്പൊ താങ്ക് യു സോ മച്ച്. ഐ വിഷ് യു ഓൾ ഗുഡ് ലക്ക് ആൻഡ് ഐ വുഡ് ലൈക്ക് ടു സീ യുവർ ഫോട്ടോസ് സൂൺ wherever possible. Thank you so much, and thank you very much Sunilata and Prabi for giving me this wonderful opportunity. Thank you so much. Thank you Abdul Aziz, very nice. നിങ്ങളുടെ ഫോട്ടോഗ്രാഫി എല്ലാം വളരെ മികച്ചതായിരുന്നു. എനിക്ക് അനുഭവം ഉണ്ട് താങ്കളോടൊപ്പം ഫോട്ടോ എടുക്കാൻ വന്നതിന്റെ. എന്തായാലും നന്ദി. മിസ്റ്റർ സുനിൽ, നമ്മുടെ ഒരു വ്യൂവറിന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. വിൽ ടേക്ക് വൺ ക്വസ്റ്റ്യൻ. ഫ്രം മിസ്റ്റർ ആരിഫ്. ഹായ്, ഞാൻ ആരിഫ്. ഞാനൊരു ഫോട്ടോഗ്രാഫർ അല്ല, ഒരു നിയോനേറ്റ് ആണ്. ENT കൺസൾട്ടന്റ് സർജൻ അറ്റ് സുൽത്താൻ കാബൂസ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ. പക്ഷെ ഞാൻ ആസ്ട്രോ ഫോട്ടോഗ്രാഫിയിൽ താല്പര്യമുള്ള ഒരാളാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ ക്ലാസ് കേട്ടപ്പോൾ വല്ലാത്ത മോട്ടിവേഷൻ. കാരണം ഇത്രയും സിമ്പിൾ ആയിട്ട് മോട്ടിവേറ്റ് ചെയ്ത സ്പീച്ച് ഞാൻ അടുത്ത കാലത്ത് കേട്ടിട്ടില്ല. സോ താങ്ക് യു സോ മച്ച് ഫോർ മോട്ടിവേറ്റിംഗ് അസ്. എനിക്കുള്ള ആ ഒരു ക്വസ്റ്റ്യൻ, it may be a very awkward question though, because I am not a photographer. My question is, how you can focus stars brilliantly? You know, infinite level focus എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് I'm a bit confused. So how you can make the star as bright as possible by can you give a focusing tip for that? Yes, sir. Thank you for asking me. And one thing is that we are all around you. So anytime you may talk to us, you may come to us, and we can go together. Yes. And it is very offering yourself as a companion. Because ഞാൻ പറഞ്ഞ പോലെ നൈറ്റിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ള സമയത്ത് താങ്കളെ പോലെയുള്ള കരുത്തനായ ഒരാൾ കൂടെ ഉണ്ടാവുന്ന നല്ലതാണ്. നമുക്ക് എന്താ പറയാ, ഒരു ഡിഫൻസ് മെക്കാനിസത്തിന്റെ ഭാഗമായിട്ട്. ഇനി ഫോക്കസിനെ കുറിച്ച് പറയാം. ഫോക്കസിങ് നമ്മൾ ചെയ്യണം എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പൊ ക്യാമറ മാനുവൽ മോഡിലാണ് നമ്മൾ ഇടുക ലെൻസ്. അതിനുശേഷം നമ്മളിപ്പോ 2.8 അപ്രച്ചർ അല്ലെ 1.8 അപ്രച്ചർ ആണെങ്കിൽ നമ്മൾ ഒരു അക്സെപ്റ്റഡ് ഫോക്കൽ ലെങ്ത് ഇങ്ങനെ കുറെ കൺസെപ്റ്റ് ഉണ്ട് അതിൽ. ഇവിടെ നമ്മുടെ ഒബ്ജക്റ്റ് വളരെ ദൂരെ ആയതുകൊണ്ട് നമ്മുടെ അപ്രേച്ചർ എത്രയായാലും അത് പ്രശ്നമല്ല. നിങ്ങൾ 2 ഇട്ടാലും 1 ഇട്ടാലും 8 ഇട്ടാലും 13 ഇട്ടാലും ഇറ്റ് ഡസന്റ് മേക്ക് എനി സെൻസ്, ബിക്കോസ് യുവർ ഒബ്ജക്റ്റ് ഇസ് സോ ഫാർ അവേ. ഉദാഹരണത്തിന് നിങ്ങളിപ്പോ കാണുന്ന നമ്മളിപ്പോ ആൻഡ്രോമിഡ ഗാലക്സി ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഇസ് 2.5 million light years away. That means ആൻഡ്രോമിഡ ഗാലക്സി നമ്മൾ ഇന്ന് കാണുന്നതല്ല, അത് 2.5 million years മുമ്പ് ഉള്ള ലൈറ്റ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ കാണുന്നത്. അപ്പൊ അതേപോലെ പല നമ്മള് സ്റ്റാറുകളും 300, 400 അല്ലെങ്കിൽ 500 കൊല്ലം മുമ്പുള്ള ലൈറ്റുകളാണ് ദാറ്റ് ഈസ് അപ്രോച്ചിങ് യു ടുഡേ after a long time. So it doesn't make any difference whatever aperture you use there. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, what we are trying to do is we are trying to look at an image or a light source which is around nearly 1 kilometer away. Then you zoom in, try to bring that image backside of your camera. That means live view mode il konduvara. Then you zoom in, and then if you can see that to the tiniest dot, that means you are focused. Clear, yes. Okay, that is one point. This is also a good practice if you are doing landscape photography, because yes, landscape, I don't recommend anybody to go with autofocus. Why? Because that may variate according to the contrast and the light variations of that particular area. So it is better to go for it. The second thing is you can manage your infinity.
There are some lenses that will show an infinity point. So Yes, bring yes. your camera to that particular area. Then you try to shoot a couple of images. Just don't believe it, because I've seen several lenses, and just don't believe this. You just try it, get a couple of shots, and see it is accurate. If it is accurate, you stick to that. Then I will also advise you to go with a kind of lens called Samyang or Rokinon. They are very cheap, manual lenses. They are extremely sharp. I've seen several world-class astrophotographers, they are using this lens. So that's a very, very, very good lens. What is the Very name? cheap. Can you just repeat once again? Samyang or Rokinon, they are the same company. Or Samyang. some area in the US, they are also called Bower lenses. Okay, fine. Thank you so much. Thanks a lot. ഡോക്ടർ ആരിഫ്, എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ ഇവിടെ ഞങ്ങളെ ഒമാനിൽ തന്നെ ഫോട്ടോഗ്രാഫിയിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന സംഘടന ഉണ്ട്, FSO ഫോട്ടോഗ്രാഫി. അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അടുത്ത്. മിസ്റ്റർ അജയൻ പൊയ്യാറ ജോയിൻ. Okay, then okay. You join it better. You can study a lot of things. Abdullah is the part of our group and trainer also. Yeah. Okay. Thank you so much. Okay, Rafi, what is next? Any question? Rafi. We can continue. Okay, thank you Abdullah Aziz and thank you Doctor. അടുത്ത നമ്മുടെ നാലാമത്തെ വിധികർത്താവായി ഇന്ന് എത്തിയിരിക്കുന്നത് പുള്ളി ഒരു സ്റ്റാറാണ് കേട്ടോ. സന്തോഷ് അഞ്ചൽ ഒരു സിനിമാ നടനാണ്. മമ്മൂട്ടിയോടൊപ്പം പല സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിനേക്കാൾ ഉപരി സിനിമാ ഫീൽഡ് ഒരു ആർട്ട് ഡയറക്ടറാണ്, നല്ലൊരു ചിത്രകാരനും കൂടിയാണ്. തിരുവനന്തപുരത്ത് അഞ്ചൽ നിന്നുള്ള സന്തോഷ് അഞ്ചലിനെ, അദ്ദേഹത്തിന്റെ വിഷയം സിനിമ എടുക്കുന്നതിന്റെ ചില ടിപ്പുകൾ. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ഫീൽഡാണ് നമുക്കൊരു സിനിമ പിടിക്കണമെന്നൊക്കെ. അവർക്ക് വളരെ പ്രചോദനമായിരിക്കും അദ്ദേഹത്തിന്റെ ടിപ്പുകൾ. അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾക്കായി നമുക്ക് ശ്രമിക്കാം. സന്തോഷപൂർവ്വം സന്തോഷ് അഞ്ചലിനെ ഞാൻ ക്ഷണിക്കുന്നു. ഓവർ ടു യു സന്തോഷ്. ഹലോ, നമസ്കാരം. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഓക്കെ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഞാൻ സന്തോഷ് അഞ്ചൽ, തിരുവനന്തപുരം അല്ല, കൊല്ലം ജില്ലയിലെ അഞ്ചൽ സ്വദേശിയാണ്. 15 വർഷത്തോളം പ്രവാസ ജീവിതം കഴിഞ്ഞപ്പോൾ 1 വർഷമായിട്ട് നാട്ടിലുണ്ട്. ബേസിക്കലി ഒരു ചിത്രകാരനാണ്. അപ്പോ പിന്നെ സിനിമ നമ്മുടെ ഒരു പാഷൻ ആയതുകൊണ്ട് അതിന്റെ വഴിയിലേക്ക് ഇറങ്ങി തിരിച്ചു. അപ്പൊ ഈശ്വരന്റെ അനുഗ്രഹത്താല് വലിയൊരു മെഗാസ്റ്റാറിനൊപ്പം ഒക്കെ വർക്ക് ചെയ്യാൻ അവസരം കിട്ടി. വേറെ 4 സിനിമകളൊക്കെ ചെയ്തു വന്നപ്പോൾ കോവിഡ് എല്ലാവരെയും ബാധിച്ചതുപോലെ നമ്മളെ ബാധിച്ചു. അങ്ങനെ ഇരിക്കുകയാണ്. നിരവധി ഷോർട്ട് ഫിലിമിന്റെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അതിന്റെ വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോ നവംബർ 15 പുതിയ സിനിമ സ്റ്റാർട്ട് ചെയ്യാണ്. അതിൽ ആർട്ട് ഡയറക്ഷൻ ഉണ്ട്. അങ്ങനെ വീണ്ടും എല്ലാം ശരിയാവും എന്ന പ്രതീക്ഷയാണ്. അപ്പോൾ വേൾഡ് മലയാളി കൗൺസിലും അതിന്റെ യൂത്ത് ഫോറം ആഗോള തലത്തിൽ തന്നെ സംഘടിപ്പിച്ച നമ്മുടെ ഈ വലിയൊരു മഹാ സംരംഭമായ ഈ ഒരു ONEFEST എന്ന ഓൺലൈൻ ഫെസ്റ്റിന്, അതില് ഫോട്ടോഗ്രാഫി സെഗ്മെന്റ്, മറ്റേ ഡ്രോയിങ്, പെയിന്റിങ് സെക്ഷനിലേക്കെല്ലാം നമ്മളെ ഒരു ജഡ്ജായിട്ട് പരിഗണിച്ചതിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സുവർണ അവസരമായിട്ട് അതിനെ കണ്ടുകൊണ്ട് ഇതിന്റെ സംഘാടകരോട് ഹൃദയം നിറഞ്ഞ നന്ദി ആദ്യമേ ഞാൻ പറയുന്നു. ഒപ്പം ഇപ്പൊ ഫോട്ടോഗ്രാഫി രംഗത്തെ മഹാന്മാരായ വലിയ കലാകാരന്മാര്, ഇപ്പൊ എനിക്ക് മുന്നേ സംസാരിച്ച ശ്രീ സഞ്ജയ് സെൻഗുപ്ത, മഹേഷ് എംബേലിൽ, അബ്ദുൾ അസീസ് എന്നിവർക്കും എന്റെ ഒരു നന്ദി ആദ്യം രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മള് ഇപ്പം സിനിമാ സംബന്ധമായ ടിപ്സ് ഞാൻ പറയുന്നില്ല, അത്രത്തോളം എത്തിയിട്ടില്ല. അപ്പൊ അതിനെയൊക്കെ സംബന്ധിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാനുള്ള മഹാന്മാരൊക്കെ ഉള്ളപ്പം നമ്മൾ അത്തരം കാര്യങ്ങളിലോട്ട് ഞാൻ പോകുന്നില്ല. എങ്കിലും നമ്മൾ ഈ ഷോർട്ട് ഫിലിം ഇപ്പൊ നമ്മള് അതിനെ സംബന്ധിച്ച് നമുക്ക് പറയാം. നമ്മൾ അതുമായിട്ട് കുറെ വർഷങ്ങൾ ഇപ്പം ഗൾഫിലും ഇപ്പൊ നാട്ടിൽ വന്നിട്ട് ആക്റ്റീവായി നിൽക്കുന്നത് കൊണ്ട് നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം. അപ്പം എനിക്ക് തന്നൊരു വിഷയം ഏകദേശം അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കാരണം സിനിമ പാഷനേറ്റ് ആയിട്ട് വരുന്ന ഏതൊരാൾക്കും ഏറ്റവും മികച്ച രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് തന്നെ ഷോർട്ട് ഫിലിം ആയിരിക്കും. ഇപ്പം പണ്ടത്തെ കാലത്തൊക്കെ കുറച്ച് വർഷം മുമ്പ് വരെ ഒരുപാട് നമുക്ക് തന്നെ അത്രത്തോളം റീച്ച് ചെയ്യാൻ എല്ലാവർക്കും പറ്റാത്തൊരു അവസ്ഥ ഉണ്ടാകും. പക്ഷെ ഇപ്പൊ അങ്ങനല്ല. ഇപ്പം പുതിയതായിട്ട് കടന്നു വരുന്ന സ്കൂൾ തലത്തിലുള്ള കുട്ടികൾ വരെ അതിഗംഭീരമായ ഷോർട്ട് മൂവീസ്, ഷോർട്ട് ഫിലിംസ്, 1 മിനിറ്റ് 2 മിനിറ്റ് അങ്ങനെ ഒരുപാട്
സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങിയിട്ട് നല്ല രീതിയിലുള്ള മികച്ച ഷോർട്ട് ഫിലിംസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട്. അവരുടെയൊക്കെ ലക്ഷ്യം ഒരുപക്ഷെ സിനിമയായിരിക്കാം. അപ്പൊ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മൊബൈലിൽ വരെ ഇപ്പൊ ലോക്ക്ഡൌൺ കാലത്ത് മൊബൈലിൽ തന്നെ നിരവധി ഷോർട്ട് ഫിലിമുകൾ എടുത്തിട്ടുള്ള ഒരുപാട് പേരുണ്ട്. നമ്മുടെ യൂട്യൂബിൽ കണ്ടാലും നമ്മുടെ ഫ്രണ്ട് സർക്കിളിലായാൽ തന്നെ അങ്ങനെ നിരവധി പേരുണ്ട്. എങ്കിലും ബേസിക്കലി നമ്മളൊരു നല്ല ഒരു ഷോർട്ട് ഫിലിം ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ലൊരു ക്യാമറയിൽ ഷൂട്ട് ചെയ്താൽ മാത്രമേ അതിന്റെ ക്വാളിറ്റി നമുക്കത് ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് നമുക്ക് ആ സംഭവം ചേർക്കാൻ കഴിയും എന്നാണ് എൻ്റെ അഭിപ്രായം. ഹൈ ക്വാളിറ്റി ഇപ്പൊ ഐഫോൺ പോലെ അല്ലെങ്കിൽ കൂടിയ മൊബൈൽ യൂസ് ചെയ്തുകൊണ്ട് അതിന്റെ പ്രത്യേക ഫോർമാറ്റിലൊക്കെ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഷോർട്ട് ഫിലിം എടുക്കാം. നല്ല ക്ലാരിറ്റി, ക്യാമറയേക്കാൾ നല്ല മൊബൈൽ ക്യാമറയുടെ ആ ക്ലാരിറ്റി കൊണ്ട് തന്നെ നല്ല ഷോർട്ട് ഫിലിം എടുക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് നമ്മളെങ്കിലും എടുക്കുമ്പോൾ നമ്മുടെ DSLR അല്ലെങ്കിൽ അതുപോലെ സോണിയുടെ മികച്ച ക്യാമറകൾ വെച്ചിട്ട് ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ ഫോട്ടോഗ്രാഫിയാണ് ഒരു ഷോർട്ട് ഫിലിമിന്റെ ജീവൻ എന്ന് പറയുന്നത്. സിനിമ നമ്മൾ തിയേറ്ററിൽ കാണുന്ന, സ്ക്രീനിൽ കാണുന്ന ഒരു ബിഗ് സ്ക്രീനിൽ കാണുന്ന വൈഡായിട്ടൊരു വലിയ സംഭവം, അതിനകത്ത് ഒരുപാട് വലിയ സാങ്കേതിക കാര്യങ്ങളുണ്ട്. ഷോർട്ട് ഫിലിംസ് അറ്റ്ലീസ്റ്റ് നമ്മൾ പിന്നെ ഏറ്റവും കുറഞ്ഞ പക്ഷെ എന്തായാലും യൂട്യൂബിൽ മാത്രമേ കാണാൻ ഇപ്പൊ ഒരു ഭൂരിഭാഗം 90% നമ്മൾ യൂട്യൂബിലാണ് എല്ലാ ഷോർട്ട് ഫിലിംസും കാണുന്നത്. അത് തന്നെ നമ്മുടെ മൊബൈലില് ലാപ്ടോപ്പിലൊക്കെ നമ്മൾ ഷോർട്ട് ഫിലിം കാണുമ്പോൾ പലർക്കും പല രീതിയിലുള്ള ആ ഒരു കളറിങ് അതിനകത്ത് വേരിയേഷൻ ഉണ്ടാവും. പക്ഷെ ഒരു നന്നായിട്ട് മേക്ക് ചെയ്ത ഒരു ഷോർട്ട് ഫിലിം നമ്മൾ തീർച്ചയായിട്ടും ഒരു നല്ല ക്യാമറയിൽ നല്ല ക്യാമറ കണ്ണിലൂടെ വർക്ക്ഔട്ട് ചെയ്ത ഒരു ഷോർട്ട് ഫിലിം നമ്മൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ക്വാളിറ്റി വളരെ വലുതായിരിക്കും. അത് നമുക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പക്ഷെ നല്ലൊരു തീം ബേസ് ചെയ്തിട്ട് നല്ലൊരു തീം വെച്ചിട്ട് വളരെ മോശമായിട്ട് ക്യാമറയിൽ കൂടി ചിത്രീകരിക്കുന്ന ഒരു ഷോർട്ട് ഫിലിം നമുക്ക് അതിനകത്തൊരു പോരായ്മയായിട്ട് അതിന്റെ ക്ലാരിറ്റി കുറവ്, അങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങൾ സംബന്ധിച്ച് ആ ഷോർട്ട് ഫിലിം നമുക്ക് നല്ല കഥയാണെങ്കിൽ കൂടി നല്ല തീമാണെങ്കിൽ കൂടി തന്നെ അത് നമുക്ക് ഇഷ്ടപ്പെടാതെ പോകും. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, 10 മിനിറ്റ് ആയാലും 7 മിനിറ്റ് ആയാലും 5 മിനിറ്റ് ആയാലും 30 മിനിറ്റ് ആയാലും എടുക്കുന്ന ഒരു ഷോർട്ട് ഫിലിമിന്റെ ഹൃദയം എന്ന് പറയുന്നത് തീർച്ചയായും അതിന്റെ ക്യാമറ, അത് വർക്ക് ചെയ്യുന്ന ക്യാമറമാൻ. നമ്മളൊരു ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ അതിന് എങ്ങനെ ഒരു ബഡ്ജറ്റ് വൈസ് ഇപ്പൊ ഒരു 5,000 10,000 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്ത് 5 ലക്ഷം വരെ, അങ്ങനെ ബഡ്ജറ്റ് വൈസിൽ നമുക്ക് ലോ മുതൽ ഹെവി ആയിട്ട് വരെ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു മൊബൈൽ എടുക്കുകയാണെങ്കിൽ അത്രയും കോസ്റ്റ് വരുന്നില്ല, അതൊക്കെ ചെറിയ സംഭവം. പക്ഷെ വളരെ നല്ല ക്ലിയർ ആയിട്ട് വളരെ നല്ലൊരു പെർഫോമൻസ് വൈസ് ചെയ്യുന്ന ഒരു ഷോർട്ട് ഫിലിം ആണെങ്കിൽ ആദ്യം അതിന്റെ സ്റ്റോറി, നമ്മളൊരു സ്റ്റോറി കഥ നന്നായിട്ട് വികസിപ്പിച്ച് കൃത്യമായിട്ട് എൻ്റെ കഥ, തിരക്കഥ, സംഭാഷണം, കംപ്ലീറ്റ് സ്ക്രിപ്റ്റ്, ഇൻ കേസ് വേണമെങ്കിൽ സ്റ്റോറി ബോർഡ് വരെ ചെയ്യാം. അങ്ങനെ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്ന അതായിരിക്കും ഒരു നല്ല വ്യൂ. അപ്പൊ നമുക്ക് അതിന്റെ പ്രധാന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ബഡ്ജറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനും എത്രത്തോളം ചെലവ് ചുരുക്കാനും റെഡി ആയിട്ടിരിക്കുന്ന ഒരു സ്ക്രിപ്റ്റ്, അതിനകത്തുള്ള ഷോട്ടുകൾ ഡിവൈഡ് ചെയ്ത്, ചാർട്ട് ഡിവൈഡ് ചെയ്ത്, ഇപ്പൊ ആർട്ടിന്റെ സെക്ഷൻ, ക്യാമറ സെക്ഷൻ, അങ്ങനെ ലൈറ്റ്സ്, അതിന്റെ എല്ലാം കോസ്റ്റ്, പ്രൊഡക്ഷൻ കോസ്റ്റ്, ഇതെല്ലാം ഡിവൈഡ് ചെയ്ത് അത് കൃത്യമായിട്ട് ചാർട്ട് ചെയ്ത് എത്ര ബഡ്ജറ്റിൽ നമുക്ക് തീർക്കാം, എത്ര ദിവസത്തെ ഷെഡ്യൂളിലത് തീർക്കാം, അങ്ങനെ കൃത്യമായിട്ട് നമുക്ക് ചാർട്ട് ചെയ്യാൻ പറ്റുന്ന, പ്ലാൻ ചെയ്യാൻ പറ്റുന്നത് നല്ല ഒരു കംപ്ലീറ്റഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റും അതിന്റെ ഒരു ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ രീതിയിൽ എടുക്കാൻ പറ്റൂ. അങ്ങനെ എടുക്കുമ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു സംഭവം മേഖലയാണ് ക്യാമറ. അപ്പൊ അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എന്തായാലും അതിന് ഏറ്റവും കൂടുതൽ നമുക്ക് അതിനെ എക്സ്പെൻസ് ചെയ്യാൻ പറ്റുന്നതും ഈ ക്യാമറയുടെ ഒരു ഫീൽഡിലേക്കായി. അപ്പൊ ഷോർട്ട് ഫിലിമിന്റെ ബഡ്ജറ്റ് വൈസ് നന്നായിട്ട് വരുന്ന ക്യാമറ, അതിന് വേണ്ടത് ലൈറ്റ്സ്, അത് വർക്ക് ചെയ്യുന്ന ക്യാമറമാൻ, പിന്നെ അറിയാലോ നോർമലായിട്ട് ഇപ്പം ഈ പാൻ ചെയ്ത് ടിൽറ്റിങ് സ്ലൈഡ് ഇതിലൊക്കെ അങ്ങനെ വരുന്ന നോർമൽ സിറ്റുവേഷൻസ് എല്ലാം വിട്ടിട്ട് പല രീതിയിൽ ഇവൻ ട്രിപ്പോർഡിൽ വെച്ച് ചെയ്യുന്നതിനേക്കാളൊക്കെ ജിമ്പല് പിന്നെ ബഡ്ജറ്റ് അനുസരിച്ച് ഒക്കെ ഷോർട്ട് ഫിലിം യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ആ രീതിയിലൊക്കെ ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ ആ ക്യാമറയിൽ അത്രയും പെർഫെക്റ്റ് ആയിട്ട് എടുത്താലും പിന്നീട് വരുമ്പോൾ കളറിങ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അതിൽ ചെയ്ത് വരുന്ന ഫ്രെയിം, എടുക്കുന്ന ഫ്രെയിംസ് മനോഹരമാകാൻ കഴിയും. എങ്കിലും നമ്മൾ ആ കഥയെ ബേസ് ചെയ്ത് ആ കഥ നടക്കുന്ന പശ്ചാത്തലം എങ്ങനെയാണ്, ഇപ്പൊ ഒരു
സസ്പെൻസ് മോഡിലുള്ള സംഭവം, അതിനെ എങ്ങനെയാണ് ഒരു ലൈറ്റിങ്, അതിന് ഏത് പശ്ചാത്തലം, നമ്മൾ ആ ബേസ് എവിടെയായിരിക്കും, ആ ഒരു ഫ്രെയിം നമ്മൾ ഫ്രെയിം സെറ്റ് ചെയ്യുമ്പോൾ ആ ഫ്രെയിമിലേക്ക് എന്തെല്ലാം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും, അതിന് ആർട്ടിന്റെ പ്രത്യേകത, അതിനകത്ത് ഇന്ന സാധനങ്ങൾ വന്ന ഒരു ഷോർട്ട് ഫിലിം നമ്മൾ കാണുന്നൊരു കാഴ്ചക്കാരൻ, എന്നെ പോലെ നിങ്ങളും കാണുന്നൊരു കാഴ്ചക്കാരന് തീർച്ചയായിട്ടും അതിന്റെ ഒരു വ്യൂ പോയിന്റ് മീൻസ് ക്യാമറയിൽ കൂടെ നമ്മൾ ആ കാണുന്ന ഒരു എഫക്ട്സും കാര്യങ്ങളും അതിന്റെ കളറിങ്ങും തന്നെ ആയിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ആകർഷിക്കാൻ പോകുന്നത്. അപ്പൊ അത്രയും മനോഹരമാക്കി ചെയ്യാൻ അതിന്റെ ക്യാമറ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ക്യാമറമാന് കഴിയണം, എങ്കിലേ ആ ഷോർട്ട് ഫിലിം മികച്ചതാക്കാൻ കഴിയും. അപ്പൊ ആ രീതിയിൽ വേണ്ടുന്ന ഒരു ഫ്രെയിം സെറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് വേണ്ടുന്ന എന്തൊക്കെയാണ് നമുക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിയുക. ആ ഷോർട്ട് ഫിലിം പൊതുവെ ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള ആർട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നില്ല. അവൻ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ലൈറ്റ്സ്, നല്ല ഒരു നല്ല കാഴ്ചക്ക് ഒരു സുഖം വരുന്ന, അതായത് തീമുമായിട്ട് നമ്മൾ എടുക്കുന്ന ഷോർട്ട് ഫിലിമിന്റെ സബ്ജക്റ്റുമായിട്ട് നന്നായിട്ട് മെർജ് ചെയ്യുന്നൊരു ഫോട്ടോഗ്രാഫി ആയിരിക്കും ആ ഒരു ഷോർട്ട് ഫിലിമിനെ സംബന്ധിച്ച് അതിൻ്റെ ഒരു ജീവനാടി. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഷോർട്ട് ഫിലിമിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു BGM. BGMന് ആ ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എത്രയും നല്ല രീതിയിൽ അതിനെ ഉൾക്കൊള്ളിച്ച് അതിൽ ഒഴുകി പോകുന്ന ഒരു BGM കൂടെ ഉണ്ടെങ്കിൽ ഒരു മികച്ചൊരു ഷോർട്ട് ഫിലിം നമ്മൾ ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പം അങ്ങനെ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റും. അതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് തീർച്ചയായിട്ടും ഫോട്ടോഗ്രാഫി എന്നൊരു സെക്ഷൻ തന്നെയായിരിക്കും. അതാണ് ഷോർട്ട് ഫിലിമിന്റെ ഒരു ജീവനാടി എന്ന് പറയുന്നത്. സിനിമാ മിസ്റ്റർ സന്തോഷിന്റെ ആർട്ടിനെ പറ്റിയുള്ള ഞാൻ വേണമെങ്കിൽ കുറച്ച് പിക്ചേഴ്സ് ഷെയർ ചെയ്യാം. താങ്ക്സ്. സന്തോഷ് വരച്ച ചിത്രങ്ങളാണ്, പക്ഷെ ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ഇപ്പൊ ലൈവിൽ അത് ഇടാൻ പറ്റുന്നില്ല. അത് പിന്നെ പ്രവി അത് സ്ക്രീൻ ഷെയർ ചെയ്യും. ഓക്കെ, താങ്ക് യു. സന്തോഷ് ഒരു പ്രവാസിയാണെന്ന് പറഞ്ഞു, എവിടെയായിരുന്നു? ഞാന് 10 വർഷം ദുബായിലുണ്ടായിരുന്നു. പിന്നെ 2004 മുതൽ 2014 വരെ ദുബായിലും, അതിനുശേഷം 14 മുതൽ ഈ 19 വരെ ഖത്തറിലുമായിരുന്നു. ഓക്കെ. അച്ഛനോ ഓടി വേണം. എന്ത് പറ്റി പ്രവി? ഓക്കെ. ഇത് ഖത്തർ ഷേഖ് തമീമിന്റെ കളർ പെൻസിലിൽ വരച്ചിട്ടുള്ള വെരി നൈസ്. ഇതൊരു നോർമൽ ഡ്രോയിങ് ആണ്. ഇതാണോ പുള്ളിക്ക് പ്രസന്റ് ചെയ്തിട്ടുള്ള ഒരു അഷർ പറഞ്ഞു? ഇല്ല, പ്രസന്റ് ചെയ്തിട്ടില്ല. അവിടെ ഒരു നാഷണൽ ഡേക്ക് വരച്ചതാണ്, പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അത് ദുബൈയിലാണ്. ഇത് കളർ പെൻസിൽ ചിത്രമാണ്. കളർ പെൻസിൽ വെച്ചിട്ട് വരയ്ക്കുന്ന ചിത്രമാണ്. നന്നായിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. വെരി ഗുഡ്. ഇതും സച്ചിന്റെ കളർ പെൻസിൽ ചിത്രമാണ് ഇത്. അപ്പം സച്ചിന്റെ മകള് ഒക്കെ ആ സമയത്ത് ഇത് FB-ലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. 2013 വരച്ചിട്ടുള്ള ഒരു ചിത്രം. പുള്ളിക്ക് ഷെയർ ചെയ്തോ? ഇത് പുള്ളിക്ക് കൊടുത്തായിരുന്നോ? ഇല്ല, കൊടുത്തിട്ടില്ല. അവരുടെ മകളൊക്കെ FB-ല് ഷെയർ ചെയ്ത്, മകനൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഗുഡ്. ഇതാണ് ഒരുപാട് എനിക്കൊരു പ്രശംസ കിട്ടിയിട്ടുള്ള, വരച്ചതിൽ ഏറ്റവും പ്രശംസ കിട്ടിയിട്ടുള്ള ഒരു ചിത്രം. ഒരുപാട് ഓൺലൈൻ യൂറോപ്പ് വിദേശ രാജ്യങ്ങളിലെ പേജുകളിലൊക്കെ ഷെയർ ചെയ്തിട്ടുള്ളൊരു ചിത്രമാണ്. ഇത്ര എനിക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളായിരുന്നു. വെരി നൈസ്. ഇത് ഓൺലൈനിൽ കൂടെ ചിത്രരചന പഠിക്കാൻ പറ്റുമോ?
ആ ഓൺലൈൻ ക്ലാസ്സുകൾ ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഒരു സമയപരിധി ഉണ്ട് എങ്കിലും ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഓൺലൈനിൽ ക്ലാസ്സുകൾ നടത്താനുള്ള ഒരു ആലോചനയും ഇപ്പം സമീപ ഭാവിയിലായിട്ടുണ്ട്. അപ്പൊ എന്തായാലും നന്നായിരുന്നു. സുനിലേട്ടന്റെ ചോദ്യം അതല്ല, ഓൺലൈനിൽ കൂടെ പഠിക്കാം എന്ന് പറയുന്നത് കറക്റ്റ് ആണോ എന്നുള്ളതാണ് ചോദ്യം. എങ്ങനെ? ഓൺലൈനിൽ കൂടെ ചിത്രരചന പഠിക്കാം എന്ന് പറയുന്നത് കറക്റ്റ് ആണോ എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായിട്ടും ഓൺലൈൻ ഞാൻ പഠിപ്പിക്കുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാനിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഓൺലൈനിൽ പഠിക്കാൻ പറ്റും. നമ്മൾ ലൈവ് സ്ട്രീമിംഗ് തന്നെയല്ലേ കാണിക്കുന്നത്. അതിന്റെ ടെക്നിക്കുകളും ടിപ്സും പറഞ്ഞു കൊടുത്തിട്ട് അവരെ കൊണ്ട് ലൈവായിട്ട് ചെയ്യിക്കുമ്പോൾ നമ്മുടെ കൂടെ ഇരുന്നവർ വർക്ക് ചെയ്യല്ലേ. അപ്പൊ തീർച്ചയായിട്ടും ഓൺലൈനിൽ പഠിക്കാൻ പറ്റും. ഓക്കെ, വെരി ഗുഡ്. പ്രബി, നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോവാം. ഇന്ററാക്ഷൻ ആണ്. അപ്പൊ നമ്മുടെ 4 വിധികർത്താക്കളെയും നിങ്ങൾ കേട്ട് കഴിഞ്ഞു. ഈ ഇരിക്കുന്നതിൽ പലരുടെയും ചിത്രങ്ങൾ മത്സരത്തിന് ഉണ്ടായിരുന്നിരിക്കാം. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഇവരുടെ അടുത്ത് ചോദിക്കണമെങ്കിൽ ചോദിക്കാം. ആർക്കാണെന്ന് പറഞ്ഞാൽ കൈ നോക്കി കാണിച്ചാൽ മതി. അതിനുള്ള അവസരം പ്രവി ഉണ്ടാക്കി കൊടുക്കും. If anybody is interested to ask any question regarding this photography, you can please go ahead. ഓക്കെ, നമുക്ക് കുറച്ച് ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. ആ ഫോട്ടോസിന്റെ നമുക്ക് റിവ്യൂ ചെയ്യാം. ആരുടെ? ഈ പാർട്ടിസിപ്പൻസിന്റെ ഫോട്ടോസ് ആണോ? പാർട്ടിസിപ്പൻസിന്റെ ഫോട്ടോസ്. ഓക്കെ, അത് ഷെയർ ചെയ്തിട്ട് അവരുടെ ജഡ്ജസിന്റെ അഭിപ്രായം നമുക്ക് ചെയ്യാം. Abdul Aziz is here. Abdul Aziz. ആ സുല്ലേട്ടാ, ഞാൻ ഈ സാധനം പിന്നെ ഇതില് കണ്ടോണ്ടിരിക്കുക, യൂട്യൂബില് വലിയ ടിവിയില്. ഓക്കെ, അപ്പൊ ചെറിയൊരു ഡിലേ വരും അവിടെ. അപ്പൊ കേക്കണ്ട? ഈ ഫോട്ടോ ഒന്ന് റിവ്യൂ ചെയ്യുക. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഉണ്ട്. Mr. Sanjay, you can review these pictures. This is a photograph shared by Harshita Mahadevan. So, can you give some comments about this photograph? Yeah, it's echoing, I think. Hi, Sanjay. Yeah, I think there's an echo. Okay, so some sound is on. Can you show? This is the problem with the online always. Yeah, no, someone's speaker is on. Yeah. Okay. So to go ahead with it. Sorry. Just hold on for a minute. Started shouting suddenly. Can we get back the picture? Yeah, okay. So to go ahead with it, say this is, as I can see, this falls under the nature category. Okay. And if you can see, that's a very nice use of the depth of field, because you see the birds
at the same plane which are in focus, and the background is completely blurred. So I should say it's a very good use of the depth of field. The concept of depth of field is very clear. So people have used very wide angle lens, wide aperture, not the angle. And you see this kind of color we should always look for, which is very striking, complementary as per the color wheel. It's nice. The only thing is I can see to improve that if you can try to avoid this white band, which is in the bottom 1/3 of the screen, as you can see, which is very, like if you look at the picture, there's very much lovely colors, but suddenly that white band actually hitting your eyes. Okay, so it's nice. It's a very good nature picture. I think that's Abdulaziz, if you want to add something. Yeah, Abdulaziz, sure. Yeah, this is a lovely picture. I like it the way you did it. Your focus, the object is really focused, and you try to achieve a little bit of background blur. And I hope it is around 3.5 aperture, I believe so. I really don't know, but I'm just guessing it from the picture. And the color, whenever I look for the subject nature, this is a picture that gives a lot of color. But whenever I look for a subject, adherence to the subject nature colors, I would like to see different colors, and you use your creativity. Now this picture, I love it. It's a very nice picture and it is really good, but try to use something from a creative angle. You're trying to show a picture, a flower, that is your subject. That is all good. Everything is right. And also some extra things, whenever we frame something, what exactly I look for, we need to put our subject properly inside the frame. At the same time, we also need to avoid unnecessary things from the frame. Okay. So in that aspect, I would like to show you a little bit of extra space with some dull area down and up. You could have cropped it to bring the subject more prominent. But overall, it's a beautiful picture. I love it. It's focused, it's clear, and the background separation from the subject, and you achieved in a nice way. Good luck. Okay, Praveen, next. Next, we'll move to the next image. Yeah. Yes. Oh, beautiful. Mr. Mahesh Shondo. Mahesh illennu thonunnu. Illa. Mahesh illa. Okay, go to Abdulaziz and Sanjay. Yes. Abdul, you first. Nice picture, nice attempt, but I have a small little bit of comments to make. This is maybe my personal observation. Maybe that is different because this is a little bit of over-processed picture. And what is your subject in this picture? Is it a little bit over-processed? And then we really don't see something, a dominant subject inside the picture. For me, I always look for something, some kind of thing what you're trying to convey with people. Okay, we can also show a very plain sky, but the mixture of color, it is, for me, it is unnatural, really. And there are, maybe, I don't know, my screen has got some problem, but this is my way. It look like that. Yeah, it's my way of observing, but I am telling you this why, because not to discourage you, at the same time to understand the reality. Okay, but this picture, and the left side, there is a kind of image. It's a kind of platform or something which doesn't give you an idea what it is. So that's what I feel about this picture. And overall, okay, I appreciate the way you tried. Maybe you're trying to show some kind of highly contrast picture of the very turbulent sky. Maybe that is something in your mind, but the color should be a little bit more pleasing, appealing, because we all have a kind of set
database in your mind and my mind. I have a lot of database of mine by seeing a lot of sky and pictures. So it doesn't match any of those database objects, you know. So immediately I feel some kind of this thing. I feel it's unnatural. But overall, I can say the picture has got some kind of good elements, you know, in that. But you have to improve a little bit. Okay. Good luck. Mr. Sanjay. Yeah, no, nothing much to add. Abdullah said it all. So my only point to add is that whenever we are shooting something, you know, like try to tell a story. Try to tell a story through your pictures. So your subject, your foreground, background has to be absolutely clear in viewer's mind. But as Hello. Hello. Mr. Sanjay. Lost, I think. Yeah, sorry. So what I'm saying is, whenever there is nothing wrong or right in an art form, so it's all perspective. But when you want your picture to be seen by many people and everybody has their own interpretation, you know, so the communication from through your picture, whatever is in your mind, to communicate that to a viewer is a very challenging job. So try to keep that in mind. And as Abdul rightly pointed out, I also very much deadly against the laws of nature. You know, so if I see some picture which is very much over processed or unnatural color, which we don't see actually through your eyes in nature, I don't feel comfortable. You know, so try to control yourself while you do the processing. There's a very thin line between over process and correct tone and color. So be careful on that. Thank you so much. Okay, thank you, Sanjay. Maybe okay, yeah, I will go to the next image. Can you see this image? Yeah, you can see. Yeah. Something about this? Yeah. Abdul, you want to comment? Go ahead. Yeah, Sanjay, thank you. Sanjay, I am a very junior photographer comparing to you. You are one of my gurus, so I really, you know, don't know how to talk in front of you, but still I take this privilege when you offered me, and I would like to talk to about this picture. For me, this is, you know, we say street photography. I have seen a lot of people, they just put the street photo, you know, as street photography. Street photography means it's, you know, a lot of actions, what is happening in the street. There are so many things, you know, you have to look for. But instead of that, you just take a picture of a street. You know, similarly, I feel this. What are you trying to show this? Are you trying to show the banana, or are you trying to show the man, or are you trying to show us the, you know, the picture? What is that all about? For me, you know, this is a trial of kind of trial. You know, like just focusing on the banana and you lost the person, so that that activeness is dead in that picture. It is a street vendor we see, but I don't see any much you know, meaning on this particular picture. Rather, I would like to appreciate you this as a picture. This is well focused on your subject. If it is a banana thing, a banana, നമ്മുടെ മലയാളത്തിൽ പറയും നന്ത്രക്കൊല ആണെങ്കിൽ അതിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. But we see a vendor is sitting there, and you know, things are happening. Is a street vendor. It tells you a kind of story. But whenever you post a subject, you need to define your subject properly. Because നമുക്കിപ്പോൾ പല ഫോട്ടോകളെ കുറിച്ചും we can talk a lot about it. Any photo I can talk 1 hour about it, but that doesn't mean that picture is great. So ഈ പിക്ചറിനെ കുറിച്ച് I can tell you it's an average picture. It doesn't promote something
Okay, it doesn't promote something. Waiting. Maybe you can tell me that it's a Corona time. There is nothing is happening. Everybody is waiting for you. Those kind of things. But but end of the day, for me, this is a picture. It's an average picture. And why I'm talking to you openly, because when you compose next time, when you take a subject next time, you need to frame that in a way that it is pleasing for others as well. That picture is gone. No, it is Okay. there. That is the thing. That's what I feel in this, because I would rather like to have the focus on the person than the banana, because we know that banana is happening there. It's there, even like you can understand the carrots there, you can understand the bindi or maybe tomatoes and all this thing, all vegetables. So banana also we see as a vegetable or maybe a fruit. So you don't need to only highlight the banana, this typical thing. So that's what I feel about this picture. This is a kind of, if I give a mark, I'll give you a 50 to 60% of mark for a clean and good picture. But end of the day, again, it doesn't convey me anything. It's just a wrongly focused picture for me. Okay, Abdul Aziz. Yeah. He's just a junior photographer. No problem. Sanjay, if you have anything more. What's his name? Whose picture is this? Let me check. It's just one thing to add, Pravi. Yeah. One. Yes. See, when we talk about the picture, you have to get excited to know the elements. Okay, take it positively. We are not here to, we want to tell you positive things about, but we don't want to be a pseudo kind of people, to tell you, just to encourage you unnecessarily. Whenever we say something, especially when somebody like Mr. Sanjoy Sengupta is a very highly, appreciated photographer around us, and a very highly, dignified photographer. So whenever people like him say something, try to grab that, try to get some good thing, and then immediately you have to show that improvement in your photos, in the next photos. Don't take it negatively. We are all brothers, okay? So we are talking for your improvement. So is it by Sundarasan? This is Shatrix. Okay, Shatrix. I just want to say this is a classic case. Thanks a lot, Ajay, Abdul, for those nice words. I am nowhere near to those anyway. See, this is a classic case of where a picture can be interpreted and viewed by different people with different thoughts in their mind. Like the way Abdul was explaining, and I was analyzing this picture in a very, very different way. Trust me. And for me, this picture tells a lot of things. Okay, to start with, this picture tells the shopkeeper, I presume that's a shopkeeper, which is out of focus. He's having a very bad time. I can interpret this picture. This is taken during the time of Corona because he's wearing a mask. He is not bold, he's not sharp. That means his future is bleak. It's when you put it something out of focus means they're not highlighted, they're not something happening. They're not lively. They're becoming out of focus. The focus is on the bananas. So I interpret it, the shopkeeper has not been able to sell those bananas. They are lying there. I can see the banana full, it's not 2, 3 are only left there. It's a full set of dozens of bananas are hanging. I can see the tomato on the background, which are completely full. The basket is full. That means the shop is not doing well. And this is a clear, very, very pertinent to the current situation. So my interpretation to this particular picture is very different. I only would suggest, I would love to see, it's a very tight frame, I would love to see more of the shop. You cut the frame with the knee of the person. I can go back or zoom out a little and get slightly more of the shop. And that really tells me the story of the present pandemic situation where everybody is fighting. The shopkeeper is not getting the business. He's sitting there and his expression, you see the crossing the hands. This gives a very dull and gloomy thing. He's not excited, So trust me, when people look at your image, they look at it very differently. Everybody looks at a very different perspective. And as I said in the earlier image, there is nothing right, there is nothing wrong. It only, the thing which you should try is to communicate to the viewers what thought you have in your mind.
So it's completely dependent upon the person who is taking the photo. So for me, it's nice. It's nice. I would only love to see slightly more of the frame. For me, it's fine. I consider this as a good effort, and I can see a very good focus on the subject, because your subject is the banana. It's not the man. It's fine with me, and you have used a very good depth of field. I don't want to see a very sharp image like this, because it tells me something more emotional one. So it's okay for me. So keep practicing, and just remember one thing: whatever you want, you have it in your mind, that should come out to tell the story in the picture. Okay, so it's good. I mean, you have two people looking at your picture and analyzing it in a very different way, and that will help you. That this is the thing what happens with any of the art form, and especially with the photograph. Okay, thank you so much. Thank you, Sanjay. Thank you, Sanjay. Ravi, please go to the next picture. Yes. Okay. I think this was there in the competition also. Yes, this is one of the pictures in the competition. Don't tell the name, please. I remember this picture. Okay, nothing. I'll take this one. Nothing much. I mean, see, as if you go back to my presentation, there are 5 key points I shared with all of you, and one of the very basic thing is the composition. And as Abdulaziz rightly pointed out, what is your key subject in the picture? So remember that, and I'm sure that this picture can be improved. So I can see very nice, again, the depth of field, use of the color, the umbrella kind of thing is fine, but what is the story? I can see a lot of negative space on the top. So maybe I would go down, I will take some more people and then focus on a particular thing. When you are in a crowd, and if you are taking pictures, try to see the actions and what is very interesting thing happening in the crowd, because otherwise it becomes a snapshot. So when there's a big difference between a picture and a snapshot. So try to tell the story. Maybe you can focus on a particular person who is having a very different expression, he's doing something different. Maybe a kid, small kid, who is absolutely not bothered about what is happening. He's doing something, playing with a toy, or like something like that. You have to identify from the crowd and then focus on that particular thing. I know it comes with the practice. Like even I used to take a picture up like this. I mean, a few years back. It's all snapshots. So try to improve on that. Thank you. Nothing much to say. Thank you, Sanjay. Abdulaziz, you have any point? Yeah, I would like to talk about this picture. This picture is actually very difficult to take. It is from a top, and because of the down, you will find only the legs. Most of the people, you cannot look at from down. So this is maybe the only way or possible angle you can take it at. But for me, I am an open person. I talk openly. So I say that this is the wrong angle. But at the same time, you can say that this is the only angle that you can get the picture. I can understand that. But this is the wrong angle. Because why? Because you will find half cropped people and with a lot of empty space on the top. And with we can see that people are really excited and some festival is going on. So without any much effort, anybody can just point a camera and take a snap. As rightly Mr. Sanjoy said, it's a kind of a snapshot picture with a little bit of technicality in that, maybe the goodness of the camera or the goodness of the person in that. Okay, so that's what I feel it has to be improved a little bit, and then it will dramatically change. Whenever you have this kind of a situation, you look for a chance where you can see more of the people. You look for a chance you can post a predominant subject in front of you, and those kind of things. Otherwise, without any preparation, anybody can take with a camera on the top a simple snapshot. That then we can make a story. No, we make a story, then we show that story through the picture. That's what even the previous image I was talking that way. Okay, so this is the picture, as rightly said by Mr. Sanjoy Sengupta, required a little bit of change, then it will dramatically improve.
because the situation was excellent for a photography. This thing. Thank you so much. Thank you, Abdul Aziz. Actually, we need the positive side and negative side of the photography. Then only we can improve. Thank you. Ravi, next you can. I'll just check. Yeah, there's also one of the contestants had asked, like, how can we improve this image? She was trying to show some synergy in nature and human life. Yeah, exactly. So she wants to know how do we improve this image. Abdul Aziz. Okay, I can say in 2 points, and then I will tell you what is my point. Okay, let me tell you, it's a very positive picture. A lot of actions are happening. A lot of this is the love of two different animals, a cow and this thing, and then you see another human being, and then the world of animal, and the two different world. Okay, you can say all that, and then we can say this is the story told by this. But for me, I really don't like the picture, to be frank. In my opinion, I don't take a picture, but this can also be a good picture. This should have been taken in a different way. Why? Because that's not the story I'm looking for. I'm looking for a lot of cluttered things in this. Okay, nothing is clear for me in this particular picture. The way, but this is a very dynamic action that the captured by the person. Of course, we have to agree with that, and a little bit of light aspects, and the rest of the thing, the frame is okay, because this is the best possible frame. The highlight of this is just that the love action between the dog and the cattle, the cow. There are so many pictures we can get to come across, or we can go across, but then they are not all good pictures just because there is some action is happening. So that's my point, is just because of some action is happening, those are not good pictures. Those are good pictures when those actions are captured at the right angle, at the right time, and at the right moment, and right light and situation. Then I call it a right picture. For me, that's what it is. So in that aspect, this is an average picture, a kind of snapshot it is, and the actions are happening. That's really good. We can say a lot of stories, but I don't believe in that thing. And the second thing is two different worlds. Maybe, as you said, an animal world is happening at the same as the human world is happening. All those kind of things we can add up. But for me, I don't believe in all that. I just believe it's a snapshot. Something was happening. Somebody from the right side, they clicked it. Okay, this could have been taken in a right angle, but the possibility of taking a right angle, then you will lose this action. I know that. But for me, a good picture constitutes a right action from the right direction with the right kind of light situation, and inside a right frame. This is what a good picture for me. So this is a picture. It was a good try to capture that. I like that emotion between the two animals, and the different human world is totally opposite of that. That's all good. It tried to tell a story. It's a very good attempt, but could have been taken in a different angle, which may not be possible, but would have been a better photo. Thank you, Abdul Aziz. Thank you. Mr. Sanjay. Okay, I think Abdul already said a lot about the picture, so I will not touch on the picture. As I understand that there are a few people who has actually took part in the competition, and these pictures are from the competition. So I understand that they are there in the audience today, right, out of those 32 participants. So I would like to tell everybody one thing, there's one advantage and one disadvantage of every technology. Now, if you look at 70s, 80s, 90s, many of us were using only the film camera, right? And the cost of the film camera, it was very expensive. The films were expensive. The development charge was very expensive. So everybody, what I heard from the earlier generations and the senior people, that they used to think of what they're shooting, before they press the shutter. So they used to take a lot of time in composition. They used to look at the basic elements of the picture, which constitutes a good picture, as Abdul was saying, the good light, good angle, good story, everything. Now what has happened is somebody invented mobile camera, and then there are megapixels and megapixels in the mobile camera, and there are 128 GB of small
card is available inside your camera. So you start shooting. I mean, even I start shooting with my mobile camera, everything what I see. There is no thought behind what I'm shooting. There is no composition, no color sense, no storytelling. Because I have a camera, I shoot. So I think once you start loving photography and you want to improve your photographic skill, you have to hold your, like that rush of adrenaline slightly back and start thinking from the basics. That what is a photograph and why I am shooting it, what is the story, what is the subject, as Abdul said, what is the right angle, is it the right angle, is there any action can take in place? And only when you are sure about everything, you start taking the picture. So that thing, I think everybody, all of us in this generation, we need to understand and we need to improve on this. So don't shoot just like that. And I mean, there is a big difference between a snapshot and a photograph, which I would like to stress at this point of time, because I've seen many pictures in the competition which look to me as a snapshot, probably because there is a competition, ONEFEST, and you are requested to participate, so you need to participate, so you just went out and took a picture and just uploaded. I have participated in the competition. That's fine. That's one part of the competition. That's okay. But what I'm more keen to encourage you that if you want to feel that this can be a very good hobby for you, like distressing from your professional life, in your student life, and you can take a camera, go out and take pictures, and please try to exercise the things which our earlier generation used to practice when they had the film camera. They were very, very cautious. You remember there was only 36 films. So you can't expose all of them at one book. You have to think, select, and then only press the shutter. So I think that's one advice which I have suffered. I am trying to come out of it. And everybody should, I would suggest that everybody should practice like that. Don't go out and just start shooting. Think of the basic elements and then you click the picture. That will help. Okay, that's it. Okay, thank you, Sanjay. Rafi, please go to the next picture. How many pictures is left? Rafi, please. That's it. We can wind up the segment. Yeah, it is over. Yes. Is hello, Pravi, 1 second. Yeah. Yes. This is a good documentary picture that you can show some kind of action or something. We can call it like that because, in the documentary pictures, we really don't care about other aspects. We don't look at the aesthetic pleasure. We just look at the angle with the best possible. Like a war scene, it's in a war photography. We don't even care the clarity. Somehow we need the scene, that aspect is it's a kind of good documentary thing that it's really documented the love between that animal and this thing is really fine. Let's go next. Is there any photograph? True. Next? If these two animals had a particular story as a background, this would have made a lot of sense. Yeah, what I would like to say, suppose you see, I have a photograph of a falcon, maybe an osprey, a falcon. Suppose you see a falcon is flying, Now, suppose I'm a wildlife photographer, I might have taken minimum 120 different shots of it. It's coming from there, and the last moment it sits on the hand of a particular person. Now, you tell me all those photos are action, very active photo, but you will select only one, the best, right? You don't select all those things just because the falcon is killing, an action or something. Even, let's say a leopard is catching, a deer. So we don't take all the photos. You will choose the best among that. Okay. Why the best? Because that shows a lot of things. That shows the action really, the angle is correct. So many things. Okay. So that's what I mean here. That's what I mean here. I didn't mean anything wrong about the picture. I mean that this was not from a right angle. So if you have a 100, now you check it. Now, if you have taken maybe 20 different shots of the same thing, then you will find a better angle. Right or not? So that's true. Okay. This is a good documentary picture. There is no doubt. Anything that you document as it is, we call it a documentary. Thank you, Abdul Aziz. Rabi, what is the next? We can call Mr. Shibu.
He's Yeah. our event നമ്മുടെ coordinator. ഇന്നത്തെ ഈ ചർച്ച ഫോട്ടോഗ്രാഫിയെ കുറിച്ചുള്ള ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. അവസാനമായി നന്ദി പറയുന്നതിനായി, നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി വേൾഡ് മലയാളി കൗൺസിൽ ONEFESTന്റെ കൺവീനർ കൂടിയായ, മിഡിൽ ഈസ്റ്റ് യൂത്ത് വിംഗ് പ്രസിഡന്റ് കൂടിയായ ഷിബു ഷാജഹാനെ സ്നേഹപൂർവ്വം ഞാൻ Thank you very much, Mr. Sunil. Thank you very much, Pravi. Hope I'm audible. Yeah, Thank you very much. Thank you very much, team, ladies and gentlemen. The session was really wonderful in the sense that I feel better. We guys feel much better because there's a story behind how these two events came into our list of activities. So during the initial stages of ONEFEST, we had decided to add photography and video, a short video. Okay. So we were wondering where to categorize it. Should it be digital talent, new gen talent, things like that? But you guys, the eminent judges, our guests here have proved that it really is an art. It came under the art category and we were right in rightly categorizing it. I'd like to thank Mr. Sanjoy Sengupta for his wonderful session on the opportunities as a photographer and all the competitions we can log into, join. Okay, I'd like to thank Mr. Mahesh for his wonderful insight into wildlife photography. And one of my favorite is, taking photographs of the night sky. And I'd like to thank Mr. Abdulaziz for his insights on those. It was really entertaining. And finally, Mr. Santosh Anchal, who's been a very active judge throughout the entire ONEFEST, helping us with the paintings, the poster making, and even in this videography, short video. So I really like to thank all these four speakers today for ensuring that all of us laymen, ordinary people, feel that we are not photographers unless we know the trade and unless we start taking it seriously. Or anyone with a mobile phone is no longer a photographer. So thanks a lot. We have learned a lot from you. I'd like to personally thank all the attendees, the audience, the wonderful audience, for asking all the right questions, for really showing the interest in this event. I'd like to thank the senior leadership who had joined earlier, Dr. Rajesh Joni and Johnny Kurula sir. Finally, last but not the least, our two gentlemen who has run the show so far so beautifully, Mr. Sunil Sridharan, and definitely the friend to all, Mr. Pravi. It was his brainchild to ensure that we have such a session so that we are giving back to the community. It's not just a competition. It's to ensure that all the people who attended the competition learn more from it than just participating. So thanks a lot. I'd like to thank everyone for attending and making this a grand success. Thank you very much. Thank you, Shibu Shahjahan. Thank you, Shibu. Thank you. ഇന്നത്തെ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫിയെ കുറിച്ചുള്ള ജഡ്ജസിന്റെ കമന്റുകളൊക്കെ ഇവിടെ സമാപിക്കുകയാണ്. ഇതിൽ നിന്ന് സത്യത്തിൽ ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചത് പ്രവി കൃഷ്ണയാണ്. പ്രവി കൃഷ്ണയ്ക്ക് നല്ലൊരു കയ്യടി കൊടുക്കുക. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ ഈ ചർച്ചയിൽ വളരെ സജീവമായ എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് സൈനിങ് ഓഫ്, സുനിൽ ശ്രീധർ and Pravi Krishna. Thank you very much. All. Thank you and good night to all of Good night, you. Sanjay. Thank you so much. Thanks. Bye-bye. Shibu Shahjahan, we enjoyed your dance very well in our last dance. Last Onam program. Yeah, is it? Yes, that was me. Thank you very much. You are a good dancer. Thank you, guys. All right. Thank you, Mr. Sunil. Now, photography is another thing I'm going to get seriously into. A lot to learn from. Welcome. Yeah, these are all late talents we discovered at a later stage in age of life. Okay. No, it is not a late. You are still young. Thank you very much, everyone. Appreciate everyone, all the judges. Thank you very much. Okay. Thank you. Hi, Reshma. Would you like to say something about our event?
Hi, Prabhi. Hi, Sunil sir, and hi, team. It was a very insightful session, and definitely my parents were also watching. Especially my dad is like, he was very much keen on understanding and knowing how to take different photographs and pala angles namukku different aayittulla session aanu innu kaanan pattiyathu. A very different concept and a lot of information, very informative. Thank you so much to all the നമ്മുടെ sessions എടുത്ത Abdul Aziz sir, പിന്നെ നമ്മുടെ Sanjoy sir, and രണ്ട് സാറുമാരുണ്ട്. I don't get the names, but very informative session. And Santosh. Mahesh and Santosh, yes. അപ്പോ 4 പേരുടെയും ഡിഫറെന്റ് 4 തരമായിട്ടുള്ള ഒരു സെഷൻ ആയതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് വെരി widely informative ആയിരുന്നു, and a lot of new things we learned, and regardless of age and interest, എല്ലാവർക്കും മാച്ച് ആവുന്ന ഫിറ്റ് ആവുന്ന ഒരു ടോപ്പിക് ആയിരുന്നു. And thank you so much. It was a wonderful session. Thank you so much, Prabhi, for taking this initiative and pulling the show. Thank you. ഒരു ചെറിയ ഉണ്ട്. അബ്ദുള്ള അസീസ് നല്ല മെന്ററും ട്രെയിനറുമാണ്. നമുക്ക് ഇതിലേക്ക് വേണ്ടി ഉപയോഗിക്കാം. സൂം ഒരു ക്ലാസ്, പുള്ളിയുടെ ബേസിക് ക്ലാസ്. ഇറ്റ് ഈസ് എ വെരി വെരി ഇൻട്രസ്റ്റിംഗ്. ഞങ്ങളൊക്കെ ഫോട്ടോഗ്രാഫിയുടെ ABCD പഠിച്ച അതിൽ നിന്നാണ്. അബ്ദുള്ള അസീസ് ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അബ്ദുള്ള അസീസ് സാർ, താങ്കൾ എന്നെ വീണ്ടും പുള്ളിയെ ഞാൻ പല വർക്ക്ഷോപ്പുകളും ഓർഗനൈസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് നമ്മളെ ക്ലബിലൊക്കെ, സോഷ്യൽ ക്ലബിലൊക്കെ. അപ്പം താങ്കൾക്ക് ഒരവസരം കൂടി ഞങ്ങൾ തരുന്നതായിരിക്കും. ബേസിക് അത് ഒരുപാട് ഇൻട്രസ്റ്റ് ആയിരിക്കും. രേഷ്മ നമ്മുടെ മിഡിൽ ഈസ്റ്റിന്റെ യൂത്ത് വിംഗ് സെക്രട്ടറി ആണ്, ഞാൻ പ്രസിഡന്റ് ആണ്. അപ്പൊ നമുക്ക് എന്തായാലും കുറെ പ്രോഗ്രാംസ് വേണം. വി റിയലി നീഡ് യുവർ സപ്പോർട്ട്, in ensuring that the youngsters come out further and take this seriously. Well, എന്തായാലും നമ്മൾ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. We'll be definitely reaching out to you for further support and guidance. Let this be the first step towards a brighter and long journey. Yeah, right. Thank you so much, everyone. Thank you, everyone. Thank you, everybody, for your time. The flash from the photographer makes everyone's life brighter, right? So let this be like that. Thank you. I would like to mention the name of Mr. Prabhi Krishna here. He's really a hard worker. He's been just hunting us down to get these things done. And, thank you so much, Mr. Prabhi. I can understand that how much, you trouble yourself, and that you made it a very successful event. Okay, congratulations once again to you and Mr. Sunil and all the other people, Reshma and Mr. Shibu and all the people to make it happen. And for me as an individual, I promise you whatever I can, it is yours. I can be always, as well as Mr. Sanjay and all we are in the Muscat community, we are always, I don't know about others, but we are always here to support. And I've been getting constant support from Mr. people like Mr. Sanjay and other people to develop myself, from a beginner level. So we are always here. Any kind of support, just give us a buzz and we are there at your disposal. All right. Thank you very much. Okay then. Thank you. Good night. Thank you. Maybe somebody's good morning. Good night. Everyone, Yes, please make don't forget about our grand finale tomorrow. That's where we will be announcing all the results. So hope to see you all soon tomorrow there. Yeah. All right. Thank you very much. Consider it as a personal invitation to the event. Sure. Bye. Thank you all for your time. See you tomorrow for the final event. See you. Thank you so much, Prabhi, once again.